പ്രിയമുള്ളത്, ഞാൻ വിനോദ് പറഞ്ഞതുപോലെ എന്നെക്കാളൊക്കെ എത്രയോ വലിയ ത്യാഗം ഒരുപക്ഷെ കേരളത്തിൻ്റെ സാംസ്കാരിക നവോത്ഥാന ചരിത്രം നാളെ ഏറ്റവും വലിയ തങ്കലിപികളിൽ എഴുതപ്പെടാൻ ഇടയായേക്കാവുന്ന ഒരു വ്യക്തി എനിക്ക് തൊട്ടു മുമ്പ് ഇവിടെ സംസാരിച്ചു. ഞാൻ ഇന്ന് ഈ സദസ്സിലും ഈ വേദിയിലും പ്രത്യക്ഷപ്പെട്ട മുഴുവൻ ആളുകളുടെയും ഇടയിൽ ഏറ്റവും കൂടുതൽ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന വ്യക്തി ഇപ്പോൾ സംസാരിച്ചിറങ്ങി പോയ കനകദുർഗ. അതിന്റെ കാരണം ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. ഞാനൊക്കെ 10-40 കൊല്ലം കൊണ്ട് ചെയ്തു എന്ന് പറയുന്നതിനേക്കാളൊക്കെ വലിയ ത്യാഗമാണ് ഈ സമൂഹത്തിന് അവര് ഒറ്റയ്ക്ക് ചെയ്തത് എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് എൻ്റെ എല്ലാ ആദരവും കനകദുർഗയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കാം. ഞാൻ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് 16-ാം തീയതി എറണാകുളത്ത് അവതരിപ്പിച്ച അല്ലാഹു എന്ന പ്രഭാഷണത്തിന്റെ ഒരു 2ാം ഭാഗം എന്ന നിലക്കാണ് ഇവിടെ ഇത് പറയാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു എന്ന വിഷയത്തിൽ ഞാൻ അവതരിപ്പിച്ചത് മത ദൈവങ്ങൾ എന്ന വിഭാഗത്തിലെ ഏറ്റവും ടിപ്പിക്കലായിട്ടുള്ള ഒരു മതദൈവമായ അല്ലാഹു എന്ന ദൈവത്തെ ചെറുതായി ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് അവതരിപ്പിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ഇപ്പോ മതത്തിന്റെ ദൈവങ്ങളെ മതക്കാർക്ക് സംരക്ഷിക്കാൻ വളരെ പ്രയാസം അനുഭവപ്പെടുന്ന ഒരു കാലമാണ്. ആ പ്രയാസത്തിൽ നിന്ന് സ്വയം മോചനം നേടാൻ വേണ്ടി മത സംരക്ഷകർ കണ്ടെത്തിയിട്ടുള്ള ഒരു ഉപായമാണ് മതമില്ലാത്ത ഒരു ദൈവത്തെ കൊണ്ടുവന്നിട്ട് ചർച്ച ചെയ്യുക. അതുകൊണ്ടാണ് മതമില്ലാത്ത ദൈവങ്ങളെ കുറിച്ച് എനിക്ക് നിങ്ങളോട് സംസാരിക്കേണ്ടി വരുന്നത്. മതമുള്ള ദൈവങ്ങൾ, ആ ദൈവങ്ങളുടെ സംരക്ഷകർ എന്തുകൊണ്ട് മറച്ചു പിടിക്കുകയും പകരം മതമില്ലാത്ത ഒരു ദൈവത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നു എന്നതിൻ്റെ ആ കാപട്യം തുറന്നു കാണിക്കാനും ദൈവവിശ്വാസം എന്ന ആ ഒരു വൈറസിന്റെ ഒരു ചരിത്രം ചെറുതായി അവതരിപ്പിക്കാനുമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ദൈവവിശ്വാസം അല്ലെങ്കിൽ അതിനു സമാനമായ അന്ധവിശ്വാസങ്ങൾ മനുഷ്യവംശത്തിൽ ആരംഭിക്കുന്നത് ഏതാണ്ട് 14,000 വർഷം മുമ്പാണ് എന്നാണ് ആന്ത്രോപോളജിക്കൽ സ്റ്റഡീസ് പുറത്ത് കൊണ്ടുവരുന്ന ആധുനികമായ ഒരു വിവരം. ഞാൻ മുമ്പ് തിരുവനന്തപുരത്ത് അവതരിപ്പിച്ച ഒരു വിഷയം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, മനുഷ്യൻ ദൈവമാകുമോ എന്ന ആ വിഷയവുമായി ബന്ധപ്പെട്ടും അതിനു മുമ്പ് മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടും ഞാൻ യുവാൽ ഹരാരിയുടെ പുസ്തകങ്ങളെ പരിചയപ്പെടും. യുവാൽ ഹരാരി അടക്കമുള്ള ചരിത്രകാരന്മാർ നരവംശ ചരിത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തിയിട്ടുള്ള പഠനങ്ങളിൽ നിന്ന് വ്യക്തമാകുന്ന കാര്യം, മനുഷ്യൻ എന്ന് പറയുന്ന ഈ ജന്തുവംശം ഭൂമിയിൽ ഉടലെടുത്തിട്ട് 2 ലക്ഷം വർഷമായി എന്നാണ് ചരിത്രം പറയുന്നത്. എന്നാൽ ആ 2 ലക്ഷം വർഷം പഴക്കമുള്ള ഈ മനുഷ്യൻ എന്ന ജീവി ഒരു ബുദ്ധിയുള്ള ജീവിയായി മറ്റു ജീവികളിൽ നിന്നും വേർതിരിയുന്നത് ഏതാണ്ട് 70,000 വർഷം മുമ്പ് മുതൽ ആരംഭിക്കുകയും ഒരു 10,000-12,000 വർഷം മുമ്പ് വരെ ഉള്ള കാലം പിന്നിടുകയും ചെയ്യുന്ന കോഗ്നിറ്റീവ് റെവല്യൂഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലും, അതായത് മനുഷ്യന്റെ മസ്തിഷ്കത്തിന് സംഭവിക്കുന്ന വികാസവും അതോടൊപ്പം മനുഷ്യന്റെ ബൗദ്ധികമായിട്ടുള്ള സവിശേഷ ഗുണങ്ങൾ ആർജിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ 70,000-നും 10,000-നും വർഷങ്ങൾക്കിടയിലുള്ള ഈ കാലഘട്ടം. ഈ കാലഘട്ടത്തെ ആണ് കോഗ്നിറ്റീവ് റെവല്യൂഷന്റെ കാലം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞ ദൈവങ്ങൾ ഉടലെടുക്കുന്ന അല്ലെങ്കിൽ ദൈവങ്ങളുടെ പ്രിമിറ്റീവ് രൂപങ്ങൾ ഉടലെടുക്കുന്ന കാലം എന്ന് പറയുന്നത് കോഗ്നിറ്റീവ് റെവല്യൂഷന്റെ അവസാന ഘട്ടത്തിലും അത് കഴിഞ്ഞ് സംഭവിക്കുന്ന അഗ്രികൾച്ചറൽ റെവല്യൂഷൻ, കാർഷിക വിപ്ലവം എന്ന് പറയുന്ന സംഭവത്തിന്റെ മുൻപും ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിലാണ് ഈ ദൈവ സമാനമായ വിശ്വാസങ്ങളുടെ ആരംഭം എന്ന
പറയും. ഇതിൽ ഹരാരി എന്ന് പറയുന്നത് കോഗ്നിറ്റീവ് റെവല്യൂഷന്റെ ഒരു നെഗറ്റീവ് സൈഡ് ഇഫക്റ്റ് ആണ് വിശ്വാസങ്ങൾ. മനുഷ്യന് ബുദ്ധിപരമായി ഉണ്ടായ വികാസത്തിന് ഗുണപരമായ നേട്ടങ്ങൾക്കൊപ്പം അതിന്റെ പാർശ്വഫലമായി വന്നു ചേർന്നിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സൈഡ് ഇഫക്റ്റ് ആണ് മനുഷ്യൻ അന്ധവിശ്വാസിയായി എന്നും മാറി എന്നത്. ആ രീതിയിലാണ് പഠനങ്ങൾ കാണുന്നത്. എന്നാൽ നമ്മൾ പഠിക്കുന്ന ചരിത്രം, നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ചരിത്രത്തിനും പരിമിതികളുണ്ട്. ആ ചരിത്രത്തിന്റെ പരിമിതി പറഞ്ഞുകൊണ്ട് വേണം ഈ വിഷയത്തിലേക്ക് കടക്കാൻ. എന്താ ചരിത്രത്തിന്റെ പരിമിതി? ഒരു പരിമിതി, ചരിത്രങ്ങളെല്ലാം രചിക്കപ്പെട്ടിട്ടുള്ളത് യഥാർത്ഥ സംഭവങ്ങൾ നടന്ന് പിന്നെയും നൂറ്റാണ്ടുകൾ കഴിഞ്ഞാണ്. അപ്പോ നൂറ്റാണ്ടുകൾക്ക് ശേഷം എഴുതപ്പെടുന്ന ചരിത്രം അല്ലെങ്കിൽ രചിക്കപ്പെടുന്ന ചരിത്രം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നടന്ന വസ്തുതകളിൽ നിന്നും സ്വാഭാവികമായും വളരെയധികം വ്യത്യാസങ്ങളുണ്ട്. ഇതാണ് ഒരു പരിമിതി. രണ്ടാമത്തെ പരിമിതി, ചരിത്രത്തിന്റെ പരിമിതി എന്ന് പറയുന്നത്, ചരിത്രം ആരാണോ രചിക്കുന്നത് അവർക്ക് ചരിത്ര രചന കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, അവരുടെ മുൻവിധികളും അവരുടെ ഉദ്ദേശങ്ങൾക്കും അനുസരിച്ച് അവർ ചരിത്രത്തെ വികലമാക്കുകയും വളച്ചൊടിക്കുകയും കൂട്ടിച്ചേർക്കുകയും മറച്ചു വെക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് രചിക്കുന്ന ചരിത്രം മാത്രമാണ് നമുക്കിന്ന് ചരിത്രമായി നമ്മുടെ മുമ്പിൽ ലഭ്യമാണ്. അതാണ് രണ്ടാമത്തെ പരിമിതി. ഒന്നാമത്തെ പരിമിതി, രചിക്കപ്പെടുന്നത് യഥാർത്ഥ സംഭവങ്ങൾ നടന്ന നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ്. അതുകൊണ്ട് തന്നെ വസ്തുതകൾ ഒരുപാട് മാറിപ്പോകാനുണ്ട്. രണ്ടാമത്തെ പരിമിതി, ചരിത്രം രചിക്കുന്നവർക്ക് അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച്, അവരുടെ ലക്ഷ്യങ്ങൾക്കനുസരിച്ച്, അവരുടെ മുൻവിധി അനുസരിച്ച് ആയിരിക്കും അവർ സ്വാഭാവികമായും അവർ ചരിത്രത്തെ രചിക്കുക എന്നതുകൊണ്ട് എല്ലാ ചരിത്രങ്ങളിലും ഒരുപാട് മായം കലർന്നിട്ടുണ്ടാവാം. മൂന്നാമത്തെ ഒരു പരിമിതി, ഇസ്ലാമിന്റെ ഒക്കെ ചരിത്രം പോലെയുള്ള ചരിത്രങ്ങൾക്കുള്ള ഒരു പരിമിതി എന്താണെന്ന് വെച്ചാൽ, ഈ സംഭവങ്ങൾ നടക്കുന്ന കാലഘട്ടത്തില് ഈ ചരിത്രം എഴുതുന്ന വിഭാഗത്തിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള വിവരങ്ങൾ മാത്രമേ നമുക്ക് ലഭ്യമാവുന്നുള്ളൂ. മറുഭാഗത്തിന്റെ, അതായത് ഇതിന്റെ പ്രതിപക്ഷത്തിന്റെ, ഈ സംഭവങ്ങളിലെ മറുപക്ഷത്തിന്റെ അവസ്ഥയെ കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ ഒരു വേർഷനോ നമുക്ക് പൂർണ്ണമായും നിഷേധിക്കപ്പെടുന്നു. ഇസ്ലാം ചരിത്രം ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഇസ്ലാമിന്റെ ചരിത്രം, മുഹമ്മദ് നബിയൊക്കെ ജീവിക്കുന്ന മക്ക മദീന കാലഘട്ടത്തിലെ ചരിത്രം നമുക്ക് പഠിക്കണം, നിഷ്പക്ഷമായി പഠിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിലും നമുക്കൊരിക്കലും ഇസ്ലാമിക പക്ഷമല്ലാതെ മറുപക്ഷത്തു നിന്നുള്ള ഒരു രേഖയും ലഭ്യമല്ല. ഈ മൂന്ന് പരിമിതികളുള്ള ചരിത്രത്തെ വെച്ചുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ കാലത്തിന്റെ കഥകൾ പഠിക്കുന്നത്. പക്ഷേ സയൻസ് പുരോഗമിച്ചതിന് ശേഷം, നരവംശാസ്ത്രം പോലെയുള്ള ശാസ്ത്രശാഖകൾ പുരോഗമിച്ചതിന് ശേഷം ഈ പരിമിതികളുള്ള ചരിത്രത്തെ എല്ലാം മറികടന്നുകൊണ്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, ഗവേഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ, ഈ ചരിത്ര രേഖകളുടെ വരികൾക്കിടയിലൂടെ വായിച്ചു കിട്ടിയ അറിവിന്റെയും യുക്തിചിന്തയുടെയും അടിസ്ഥാനത്തിൽ നമ്മൾ കണ്ടെത്തിയ ഒരേ വിവരങ്ങൾ. ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ വിശ്വാസത്തിന്റെ ഒക്കെ ചരിത്രം പറയുന്നത്. കാരണം മതങ്ങളുടെയൊക്കെ ചരിത്രാഖ്യാനം നോക്കിയാൽ നമുക്കറിയാം, ഒരു മതം എന്ത് കഥയാണോ നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത് ആ കഥയ്ക്കനുസരിച്ച് ഫ്ലാഷ് ബാക്ക് കഥകൾ ഉണ്ടാക്കിക്കൊണ്ടാണ് അവരുടെ മുമ്പുള്ള ചരിത്രത്തെ നമ്മുടെ മുമ്പിലേക്ക് വിളമ്പുന്നത്. ഇപ്പൊ ഇസ്ലാം മതത്തിന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ, ബൈബിളിലെ പറയുന്ന, ബൈബിൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ പറയുന്ന എല്ലാ കഥാപാത്രങ്ങളെയും മുഹമ്മദ് നബി എന്ത് ചെയ്തു? മൂപ്പരെ പോലെയുള്ള പ്രവാചകന്മാരാണ് ഇവരൊക്കെ എന്ന് പറഞ്ഞിട്ടാണ് കഥ എഴുതിയത്. പക്ഷെ നമ്മൾ ബൈബിൾ വായിച്ചാൽ നമുക്കറിയാം, ആ കാലഘട്ടത്തിന്റെ ലഭ്യമായ ചരിത്രം മുഴുവൻ പരിശോധിച്ചാൽ നമുക്കറിയാം, ആ പറഞ്ഞതൊന്നും വസ്തുതയുമായി യാതൊരു ബന്ധവും. മുഹമ്മദ് നബിയെ പോലെ ഒരാള് ഇങ്ങനെ
ദൈവം എല്ലാ പ്രവാചകന്മാരോടും ഒരേ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്, അതിന്റെ അവസാനത്തെ വേർഷനാണ് ഞാൻ എന്ന് പറയാ എന്ന് തുടങ്ങിയിട്ടുള്ള കഥകളൊക്കെ പറയുമ്പോൾ തൊട്ടു മുമ്പുള്ള ബൈബിൾ കഥാപാത്രങ്ങളെല്ലാം ഇയാളുടെ പുറകിൽ ഇങ്ങനെ നിരനിരയായി നിൽക്കുന്ന ഏകദൈവ സിദ്ധാന്തത്തിന്റെ വക്താക്കളായ പ്രവാചകന്മാരാണ് എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം വായിച്ചാൽ മനസ്സിലാവുക. പക്ഷേ യഥാർത്ഥ ചരിത്രവും ഈ ചരിത്രവും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്നാണ് ഞാൻ ഈ പറഞ്ഞത്. അതിന്റെ കാരണമായിട്ടാണ് ഞാൻ ഈ പരിമിതികൾ പറഞ്ഞത്. ദൈവങ്ങൾ ഉണ്ടായിട്ട് 14,000 വർഷമായി. പക്ഷേ ഈ 14,000 വർഷം മുമ്പുണ്ടായ ദൈവങ്ങൾക്കൊന്നും മതം ഉണ്ടായിരുന്നില്ല. ആ ദൈവങ്ങളൊന്നും ഇന്നത്തെ ദൈവങ്ങളെ പോലെ കോസ്മോപോളിറ്റൻ ദൈവങ്ങളോ യൂണിവേഴ്സൽ ദൈവങ്ങളോ ആയിരുന്നില്ല. പിന്നെ ആരായിരുന്നു ആ ദൈവങ്ങൾ? അത് ഞാൻ പറയാൻ പോവാണ്. അന്ന് മതമൊന്നുമില്ലാത്ത, സംഘടിതമായ വലിയ പ്രത്യയശാസ്ത്രങ്ങളോ ആശയാദർശങ്ങളോ ഒന്നും ഇല്ലാത്ത കേവലമായ ചില ഭൗതിക പ്രതിഭാസങ്ങളുടെ പിന്നിലുണ്ടെന്ന് വിശ്വസിക്കപ്പെട്ടിരുന്ന ചെറിയ ചെറിയ അദൃശ്യ ശക്തികളെയാണ് മനുഷ്യർ ആദ്യകാലങ്ങളിൽ ദൈവമായി ആരാധിച്ചത്. അതിന് ദൈവം എന്ന് വിളിക്കാമോ എന്ന് പോലും സംശയിക്കണം. കാരണം ഇന്നത്തെ ദൈവത്തിന്റെ സ്വഭാവങ്ങളൊന്നും അന്നത്തെ ദൈവങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. കാരണം അന്നത്തെ ദൈവങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തിൽ മനുഷ്യനുണ്ടായിരുന്ന ആശങ്കകള്, മനുഷ്യനുണ്ടായിരുന്ന ഭയം, മനുഷ്യന്റെ അജ്ഞത, മനുഷ്യന്റെ ജിജ്ഞാസ, മനുഷ്യന്റെ അതിജീവന ഉത്കണ്ഠ, മനുഷ്യനെ അറിയാനുള്ള അക്ഷമ തുടങ്ങിയിട്ടുള്ള വൈകാരികമായ അപൂർണതകൾക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ വേണ്ടി മനുഷ്യൻ സ്വയം കണ്ടെത്തിയ ചില കഥാപാത്രങ്ങളാണ് ആദ്യകാലത്തെ ദൈവങ്ങൾ എന്ന് പറയുന്നത്. മനുഷ്യൻ അന്ന് കൃഷി ആരംഭിച്ച കാലത്ത് മനുഷ്യർക്ക് കൃഷി ചെയ്യണമെങ്കിൽ ആവശ്യത്തിന് മഴ കിട്ടണം, ഈ കൃഷിക്ക് സംരക്ഷണം കിട്ടണം, കൃഷി കീടങ്ങൾ, വെട്ടുകിളികളെ പോലുള്ള കീടങ്ങൾ വന്നിട്ട് കൃഷി നശിപ്പിക്കാതിരിക്കണം, വലിയ പ്രകൃതി ദുരന്തങ്ങൾക്കിരയായി കൃഷി നശിക്കാതിരിക്കണം, അതിന്റെ ശരിയായ വിളവ് ലഭിക്കണം. ഇങ്ങനെയുള്ള മനുഷ്യന്റെ ആവശ്യങ്ങൾക്കെല്ലാം അന്ന് മനുഷ്യർക്ക് ഏക ആശ്രയം മാനത്തേക്ക് നോക്കി മഴ പെയ്യിക്കുന്ന അദൃശ്യ ശക്തിയോട് പറയുകയും ആ അദൃശ്യ ശക്തിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കാണിക്കകൾ കൊടുത്തിട്ടോ അല്ലെങ്കിൽ ബലി അർപ്പിച്ചിട്ടോ അല്ലെങ്കിൽ വഴിപാട് നേർന്നിട്ടോ അവരെ സന്തോഷിപ്പിക്കുകയും ചെയ്താൽ ആവശ്യത്തിന് മഴ കിട്ടും, ആവശ്യത്തിന് വിളവുണ്ടാവും എന്ന് അന്ന് കൃഷി ചെയ്തിരുന്ന മനുഷ്യൻ ചിന്തിച്ചു. അതാണ് ആദ്യത്തെ ദൈവം എന്ന് പറയുന്നത്. അതുപോലെ ഈ ദൈവങ്ങൾ മനുഷ്യന്റെ അതിജീവനത്തിന് ഭീഷണിയാവുന്ന തരത്തിൽ ദുരന്തങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് ചിന്തിച്ച മനുഷ്യർ ആ ദുരന്തങ്ങൾ ഉണ്ടാവാതിരിക്കാൻ, വെള്ളപ്പൊക്കം വരാതിരിക്കാൻ, കൊടുങ്കാറ്റ് വരാതിരിക്കാൻ, പകർച്ചവ്യാധികൾ വന്ന് കൂട്ടത്തോടെ മരിച്ചു പോകാതിരിക്കാനൊക്കെ ഈ അദൃശ്യ ശക്തികളോട് പ്രാർത്ഥിക്കുകയും അവയെ പ്രീണിപ്പെടുത്താൻ വേണ്ട ചില ആചാരങ്ങൾ കണ്ടെത്തി അത് നടപ്പിലാക്കുകയും ആണ് ചെയ്തു വന്നിരുന്നത്. ആ ദൈവങ്ങൾക്കൊന്നും ഇന്നത്തെ മതദൈവങ്ങളെ പോലെയുള്ള സ്വഭാവങ്ങൾ ഉണ്ടായിരുന്നില്ല. മറിച്ച് അന്നത്തെ പ്രാകൃത മനുഷ്യന്റെ അവസ്ഥയെ വെച്ചുകൊണ്ട് ആ ദൈവങ്ങളെ സങ്കല്പിച്ചുണ്ടാക്കിയപ്പോൾ ആ ദൈവങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ഇടയുണ്ടെന്ന് അന്നത്തെ മനുഷ്യൻ കരുതിയ ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് അവർ നടത്തിക്കൊണ്ടിരുന്നത്. ആ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആ വിശ്വാസങ്ങളും പതുക്കെ പതുക്കെ വികാസം പ്രാപിച്ചിട്ടാണ് പിന്നീട് ഗോത്രമതങ്ങൾ രൂപപ്പെടുന്നത്. ആ ഗോത്രമതങ്ങളാണ് പിന്നെയും വികസിച്ചിട്ട് ഇന്ന് നിലനിൽക്കുന്ന വലിയ വലിയ മതങ്ങളായിട്ടും മത ദൈവങ്ങളായിട്ടും പരിണമിക്കുന്നു. അപ്പൊ ബൈബിളിലെ കഥയനുസരിച്ച് ഞാൻ മുമ്പ് പറഞ്ഞതിന് ഈ പ്രപഞ്ചം ഉണ്ടായത് 4004 BC ഒക്ടോബർ BC 2-ാം കൊല്ലം ഒക്ടോബർ 23-ാം തീയതിയാണ് പ്രപഞ്ചം ഉണ്ടായത്.
ഇത് ഒരു 1625 ജെയിംസ് അഷർ എന്ന് പറയുന്ന ഒരു ബിഷപ്പ് ബൈബിള് നോക്കി കൃത്യമായി കണക്ക് കൂട്ടിയിട്ട് ഡേറ്റ് കണ്ടുപിടിച്ച് പറഞ്ഞു. ബൈബിൾ വായിച്ചാൽ നമുക്കും ഏകദേശം ഈ കണക്ക് തന്നെ കിട്ടും. 4004 BC-യിലാണ് പ്രപഞ്ചം ഉണ്ടാകുന്നത്. എന്ന് വെച്ചാൽ 6000 കൊല്ലം മുമ്പ്. ഇവിടെ എടക്കൽ ഗുഹയിൽ ചിത്രം വരയ്ക്കുന്നത്, മനുഷ്യ ചിത്രം വരയ്ക്കുന്നത് 8000 കൊല്ലം മുമ്പാണ്. അപ്പൊ അള്ളാഹു അല്ലെങ്കിൽ യഹോവ പ്രപഞ്ചം ഉണ്ടാക്കുന്നതിന്റെ 2000 കൊല്ലം മുമ്പ് ഇവിടെ മനുഷ്യന്മാർ ചിത്രം വരയ്ക്കാം വയനാട്ടില്. അപ്പൊ മതം നമ്മളോട് പറയുന്ന കഥയും ചരിത്രവും യഥാർത്ഥത്തിൽ നടക്കുന്ന സംഭവവും തമ്മിലുള്ള വ്യത്യാസം എത്ര ഉണ്ട് എന്നുള്ളത് ഞാൻ വേറെ തെളിവ് പറയേണ്ടതില്ല. വിശ്വാസങ്ങൾ ഉടലെടുക്കുന്നത് മനുഷ്യന്റെ അജ്ഞതയിൽ നിന്നാണ്, ഭയത്തിൽ നിന്നാണ്, ജിജ്ഞാസയിൽ നിന്നാണ്, അതിജീവന ഉത്കണ്ഠയിൽ നിന്നാണ്. ഇത് പറയാൻ നമുക്ക് ഇന്ന് നമ്മുടെ മുമ്പിലുള്ള തെളിവുകൾ എന്തൊക്കെയാണ്? അതിൽ ഏറ്റവും ജീവനുള്ള തെളിവുകൾ ഈ പ്രാകൃത മനുഷ്യരുടെ അതേ അവസ്ഥയിൽ ജീവിക്കുന്ന അപരിഷ്കൃതരായ ഗോത്ര മനുഷ്യർ ഇന്നും ലോകത്തിന്റെ പല ഭാഗത്തും കാടുകളിൽ ജീവിക്കുന്നു. ആമസോൺ കാടുകളിൽ, ആഫ്രിക്കൻ വനങ്ങളിൽ, ആൻഡമാൻ ദ്വീപിൽ, നമ്മുടെ ഈ കേരളത്തിന്റെ കിഴക്ക് ഭാഗത്തുള്ള പശ്ചിമഘട്ട മലനിരകളിലെ കാടുകളിൽ പോലും വളരെ അപരിഷ്കൃതരായ പ്രാകൃതരായ ഗോത്രവർഗ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർ ജീവിക്കുന്നു. ആ മനുഷ്യരുടെ ജീവിതത്തെ നിരീക്ഷിച്ചാൽ, അവരുടെ വിശ്വാസങ്ങളും അവരുടെ അനുഷ്ഠാനങ്ങളും അവരുടെ ആചാരങ്ങളെയും ഒക്കെ നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ നമുക്ക് ഇവരുടെ പൂർവികർ ആയിരുന്ന ആദിമ മനുഷ്യരുടെ വിശ്വാസങ്ങളുടെ സ്വഭാവം എന്താണ് എന്ന് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. അതാണ് പറഞ്ഞത്, ഒരു ജീവനുള്ള തെളിവ് ഇന്നും ജീവിച്ചിരിക്കുന്ന മനുഷ്യർ തന്നെയാണ്. രണ്ടാമത്തെ തെളിവ്, പൂർവികരായ മനുഷ്യർ ഇട്ടേച്ചു പോയ ശേഷിപ്പുകൾ, ചരിത്ര ശേഷിപ്പുകൾ ഇന്ന് നമ്മൾ ഒരുപാട് ഗവേഷണം നടത്തി, ഒരുപാട് കുഴിച്ചെടുത്ത് പഠനങ്ങൾ നടത്തിയിട്ട് ഈ ശേഷിപ്പുകൾ വെച്ചുകൊണ്ട് തന്നെ നരവംശത്തിന്റെ ചരിത്രം മനുഷ്യനേറെക്കുറെ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോ ഈ ചരിത്ര തെളിവുകൾ ആണ് രണ്ടാമത്തെ തെളിവ്. മൂന്നാമത്തത്, പുരാതന കാലത്ത് ഈ ആദിമ മനുഷ്യർ ചിത്രങ്ങളുടെ രൂപത്തിലും ശില്പങ്ങളുടെ രൂപത്തിലും മറ്റു പല രൂപത്തിലും രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള പുരാരേഖകൾ നമുക്ക് ലഭ്യമാണ്. അതുപോലെ തന്നെ എഴുത്ത് ആരംഭിച്ച കാലഘട്ടത്തില് മനുഷ്യർ കല്ലിലും എല്ലിലും പാറപ്പുറത്തുമൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള ലിഖിതങ്ങള് ഇന്ന് ആധുനിക ശാസ്ത്രത്തിന്റെ സഹായത്തോടു കൂടി നമുക്ക് അതിന്റെ പഴക്കം കണ്ടെത്താനും അത് വായിക്കാനും അതിന്റെ ആശയം മനസ്സിലാക്കാനും വരെ സാധിച്ചിട്ടുണ്ട്. അപ്പൊ പുരാരേഖകൾ നമ്മുടെ മുമ്പിൽ തെളിവുണ്ട്. മറ്റൊരു പ്രധാന തെളിവ് മതപുസ്തകങ്ങൾ തന്നെയാണ്. ബൈബിൾ, പഴയ നിയമം വായിച്ചാൽ, അത് കോപ്പി അടിച്ചുണ്ടാക്കിയ ഖുർആൻ വായിച്ചാൽ നമുക്ക് 3000 കൊല്ലം മുമ്പ് 4000 കൊല്ലം മുമ്പുള്ള മനുഷ്യന്റെ ജീവിതാവസ്ഥയെ കുറിച്ച് ഒരുപാട് വിവരങ്ങൾ നമുക്ക് കിട്ടും. നമ്മൾ പറഞ്ഞാൽ സ്വന്തമായി ചിന്തിക്കുന്നത് വിശ്വാസിക്ക് കിട്ടില്ല. കാരണം വിശ്വാസി ഇത് വായിക്കല്ല ചെയ്യുന്നത്, ഓതുകയാണ് ചെയ്യുന്നത്. ഓതുന്നവർക്ക് ഒരു വിവരം കിട്ടില്ല, വായിക്കുന്നവർക്ക് കിട്ടും. വായിക്കണമെങ്കിൽ കണ്ണ് തുറക്കണം, കാത് തുറക്കണം, മനസ്സ് തുറക്കണം. ഞാൻ ആദ്യം പറഞ്ഞ ഇതിന്റെ പരിമിതികൾ ഉൾക്കൊള്ളണം. ഈ രേഖകൾ എഴുതപ്പെട്ട കാലഘട്ടത്തിന്റെ പരിമിതികൾ കൂടി മനസ്സിലാക്കിക്കൊണ്ട് ആ രേഖകളുടെ വരികൾക്കിടയിൽ നമ്മൾ വായിച്ചാൽ നമുക്ക് ഒരുപാട് വിവരങ്ങൾ കിട്ടും. ആദ്യത്തെ ദൈവങ്ങൾ ഇതൊക്കെയാണ്: സൂര്യൻ, തീ, ചന്ദ്രൻ, കാറ്റ്, ഇന്ദ്രൻ, അതായത് മഴയുടെയും ഇടിയുടെയും ദൈവം, മഴ പെയ്യുന്ന ദൈവം, ഇടി പൊട്ടിക്കുന്ന ദൈവം, കാറ്റ് വീശുന്ന ദൈവം, തീ കത്തിക്കുന്ന ദൈവം, സൂര്യദൈവം, ചന്ദ്രദൈവം, ഇതൊക്കെയാണ് ഏറ്റവും പഴക്കമുള്ള ദൈവങ്ങൾ. അല്ലാതെ അള്ളാഹുവും യഹോവയും പരബ്രഹ്മമൊന്നുമല്ല. അതൊക്കെ പിന്നെ എത്രയോ കാലങ്ങൾക്ക് ശേഷം മനുഷ്യൻ കുറെ കൂടി ബൗദ്ധികമായ ജ്ഞാനപരമായ വികാസം നേടിയതിനു ശേഷം ഇതിൽ നിന്നൊക്കെ പരിണമിച്ചുണ്ടായ നൂതന ദൈവസങ്കല്പങ്ങളാണ് എന്നാണ് പറഞ്ഞത്. ഇത് ബൈബിൾ കഥകളിലൂടെയൊക്കെ നമ്മൾ പോകുമ്പോൾ, അല്ലെങ്കിൽ ബാബിലോണിയയിലെയും ഗ്രീസിലെയും ഇസ്രായേൽ പോലുള്ള
കാനാൻ ദേശം എന്ന് പറയുന്ന പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ആ കാലത്തെ നാടോടികളായ മരുഭൂവാസികളായ ഗോത്ര മനുഷ്യരുടെ ദൈവങ്ങളാണ്. ബാബിലോണിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവമാണ് മർദൂക്ക്. മർദൂക്കിന്റെ ശത്രുവാണ് ഈ ത്യാമാറ്റ് എന്ന് പറയുന്ന വ്യാളി. ഇതൊക്കെ ചിത്രങ്ങളിലും ശില്പങ്ങളിലും ലിപികളിലും ലോകത്തെല്ലായിടത്തും നമുക്ക് ലഭ്യമായിട്ടുള്ള കഥാപാത്രങ്ങളാണ്. മർദൂക്ക് ദൈവം, ബാബിലോണിയൻ ദൈവം. അത് കഴിഞ്ഞ് കാനാൻ ദേശം എന്ന് പറയുന്ന ഇസ്രായേൽ, ജോർദാൻ ആ പ്രദേശത്ത് മോശയും അബ്രഹാമും ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ ഗോത്രവർഗ മനുഷ്യർ ആരാധിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ദൈവങ്ങളാണ് ബാലും അക്ഷേറയും. ബാലിന്റെ ഭാര്യയാണ് അക്ഷേറ. ബാല് സമൃദ്ധി കൊണ്ടുവരുന്ന കൃഷിയുടെയും മഴയുടെയും ഒക്കെ ദൈവമായിരുന്നു ബാൽ. ബാലിന്റെ കൂടെ വിളവെടുപ്പിനും മറ്റും മനുഷ്യരെ സഹായിച്ചിരുന്ന ബാലിന്റെ ഭാര്യയായ പെൺദൈവമായിരുന്നു അഷേറ. അഷേറയും ബാലും ഒക്കെ വിലസിയിരുന്ന കാലത്താണ് കാനാൻ ദേശത്തേക്ക് അബ്രഹാമും പിന്നീട് അബ്രഹാമിന്റെ മക്കളും മോശയൊക്കെ കടന്നു വരുന്നത് എന്നാണ് നമ്മൾ കഥയിൽ വായിക്കുന്നത്. അബ്രഹാം ആദ്യം ഈ കാനാൻ ദേശത്ത് വന്നിട്ട് വിളിച്ച ദൈവം ഏൽ ഷദ്ദായി. ഏൽ ഷദ്ദായി എന്ന് പറയുന്ന ദൈവം ഈ ബാലിനെ പോലെ തന്നെ ആ പ്രദേശത്തുണ്ടായിരുന്ന പ്രാദേശിക ദൈവമാണ്. ഏൽ ദൈവമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഏൽ ഷദ്ദായി എന്ന് വിളിക്കാൻ കാരണം മലമുകളിലെ ദൈവം എന്ന അർത്ഥത്തിലാണ് വിളിച്ചത്. ഗോഡ് ഓഫ് ദി മൗണ്ടൻ എന്നാണ്. അത് കഴിഞ്ഞ് പിന്നെ മോശയുടെ കാലമായപ്പോഴേക്കും ഈ ഏൽ ഷദ്ദായി ഏലിയോണായി മാറി. ഏലിയോൺ എന്ന മലയുടെ കൂടെ കുറച്ചുകൂടെ മുകളിൽ പോവുകയാണ്. മോസ്റ്റ് ഹൈ, ഗോഡ് മോസ്റ്റ് ഹൈ എന്നാണ്, അത്യുന്നതങ്ങളിലെ ദൈവം എന്ന പ്രൊമോഷൻ കിട്ടുകയാണ് ഈ ഏൽ ഷദ്ദായി. അവരിൽ നിന്ന് പിന്നെ പരിണമിച്ചിട്ടാണ് മോശയുടെ ദൈവമായ, ബൈബിളിലെ ദൈവമായ യഹോവേ വരുന്നത്. നമ്മൾ യഹോവ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ യഹോവേ എന്നാണ് ആ ദൈവത്തിന്റെ പേര്, യഹോവേ വരുന്നത്. ഇതൊക്കെ ആദിമകാലത്തെ ദൈവങ്ങളാണ്. ഹാർവസ്റ്റിന്റെ ദൈവം, വിളവെടുപ്പിന്റെ ദൈവമാണ് ആ അരിവാൾ പിടിച്ചു നിൽക്കുന്നത്. വേട്ടയുടെ ദൈവം, ഗോഡ് ഓഫ് ഹണ്ട് ആണ് അതിന്റെ താഴെ വേട്ടപ്പട്ടിയെയും അമ്പും വില്ലുമായിട്ട് നിൽക്കുന്നത്. മരണത്തിന്റെ ദൈവമാണ്, നമുക്കൊക്കെ പരിചയം, പോത്തുപുറത്ത് നിന്ന ചങ്ങായി, അയാളാണ് അതിന്റെ താഴെ നിൽക്കുന്നത്. പിന്നെ ഗോഡ് ഓഫ് ഫെർട്ടിലിറ്റി, കുട്ടികളുണ്ടാക്കി തരുന്ന ദൈവമാണ് വലിയത് പഠിച്ചത്. പോലെ കണ്ടാൽ തന്നെ നമുക്ക് അറിയാം മൂപ്പരെ പണി എന്താണെന്നുള്ളത്. പിന്നെ യഹോവ സബോത്ത്, യഹോവ ഗോഡ് ഓഫ് ദി ആർമി. യഹോവയുടെ പ്രധാനപ്പെട്ട പണി യുദ്ധത്തിന്റെ ദൈവമാണ്. അള്ളാഹും മിക്കവാറും അതിന്റെ ദൈവം. അള്ളാഹു യഹോവയ്ക്ക് ആയപ്പോഴേക്ക് ഗോത്രങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി യുദ്ധമായിരുന്നു. അന്യ ഗോത്രങ്ങൾക്കെതിരായിട്ട് യുദ്ധം ചെയ്യുക. ആ യുദ്ധങ്ങളിൽ ജയിക്കണമെങ്കിൽ ആരുടെ സഹായം വേണം? ആറ്റം ബോംബും തോക്കും ഒന്നും ഉണ്ടാക്കുന്ന ശാസ്ത്രം ഒന്നില്ല. പിന്നെ യുദ്ധം ജയിക്കാൻ ആകെ കൂടെ ഉള്ള സാധനം ഈ അമ്പും വില്ലും കൂന്തവും വാളുമാണ്. അതുകൊണ്ട് യുദ്ധം ചെയ്തിട്ട് ജയിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആ കാലഘട്ടത്തിൽ ഒരു ഗോത്ര ദൈവത്തിന്റെ സഹായം ഇല്ലാതെ പറ്റില്ല. അപ്പൊ യുദ്ധത്തിന്റെ ദൈവങ്ങളാണ് യഹോവയും അള്ളാഹുവും ഒക്കെ വരുന്നത്. ഇന്നും ഞാൻ പറഞ്ഞ കാട്ടിലും ആഫ്രിക്കൻ വനങ്ങളിലൊക്കെ ജീവിക്കുന്ന ആദിവാസി ജനവിഭാഗങ്ങളുടെ റിച്വൽസ് നോക്കിക്കഴിഞ്ഞാൽ, അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നോക്കിക്കഴിഞ്ഞാൽ, ആദിമകാലത്ത് ഈ ദൈവങ്ങളെ പ്രീതിപ്പെടുത്താൻ മനുഷ്യർ ചെയ്തിരുന്നത് എന്തൊക്കെയാണ് എന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. ഇതിൽ മാത്രം നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. മതഗ്രന്ഥങ്ങളിൽ ഇന്നും മതവിശ്വാസത്തിന്റെ പേരിൽ മനുഷ്യൻ തുടരുന്ന ആചാരങ്ങളെ നോക്കിയാലും ദൈവങ്ങൾക്ക് പ്രമോഷൻ കിട്ടിയിട്ടുണ്ടെങ്കിലും റിച്വൽസിന് കാര്യമായ മാറ്റം വന്നിട്ടില്ല. അവിടെ ആദിമനിവാസികളായ മനുഷ്യർ കാറ്റിനെയും മഴയെയും ഇടിമിന്നലിനെയും ഒക്കെ ആരാധിക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടിയിരുന്ന കോപ്രായങ്ങൾ തന്നെയാണ് ഇന്ന് പ്രബല മതങ്ങളായിട്ടുള്ള എല്ലാ മതങ്ങളിലും മുഖ്യ അനുഷ്ഠാനമായി ഇന്നും തുടരുന്നത് എന്നത് ഇതിന്റെ ഉൽപ്പത്തി എന്താണ് എന്നതിന് നമുക്ക് തെളിവ് കിട്ടുന്നു. മനുഷ്യന്റെ അന്വേഷണങ്ങൾ എന്ന് പറയുന്നത്, അതാണ് ഞാൻ പറഞ്ഞത്, ചരിത്രത്തെ സ്വന്തം കഥയുടെ ഫ്ലാഷ് ബാക്കായി അവതരിപ്പിക്കുന്ന മതങ്ങൾ സമ്മതിക്കാത്ത ഒരു കാര്യമാണ് ഞാനിവിടെ പറയുന്നത്. മതങ്ങൾ പറയുന്നത് മനുഷ്യന് ഇങ്ങനെ ബുദ്ധി ഉണ്ടായപ്പോൾ ആദ്യം മുതലേ ബുദ്ധി വെച്ച ഉടനെ തന്നെ
മനുഷ്യൻ പ്രപഞ്ചത്തിന്റെ അപ്പുറത്ത്, വേലിന്റെ അപ്പുറത്ത് പോയി അവിടെ പഠിച്ചോ കുത്തിരിക്കുന്നത് കണ്ടു, അവിടുന്ന് കണ്ട് കഥ തുടങ്ങി എന്ന രീതിയിലാണ് മതം നമ്മളോട് കഥ പറയുന്നത്. ശുദ്ധ അസംബന്ധമാണ്, ചരിത്ര വിരുദ്ധമാണ്. മനുഷ്യൻ അങ്ങനെ ഉണ്ടായ ഉടനെ തന്നെ ആദ്യം പ്രപഞ്ചത്തിന്റെ അപ്പുറത്തേക്ക് പോയിട്ട് അവിടെ ഒരു ദൈവം കുത്തിരിക്കുന്നത് കണ്ടുപിടിച്ചിട്ട് വന്ന ആൾക്കാരൊന്നുമില്ല. അങ്ങനെ മനുഷ്യർക്ക് ചിന്തിക്കുക സാധ്യവുമല്ല. മനുഷ്യന്റെ പ്രകൃതവും അതല്ല. മനുഷ്യന്റെ അന്വേഷണം തുടങ്ങുന്നത് മനുഷ്യന്റെ ആസന്ന പരിസരത്ത് നിന്നും ആണ്. അതായത് കാട്ടിൽ ജീവിച്ചിരുന്ന മനുഷ്യൻ ആ കാട്ടിലെ ജീവിത യാഥാർത്ഥ്യങ്ങളുമായി അവന്റെ ജീവിതത്തെ, അവന്റെ മനസ്സിനെ, അവന്റെ അതിജീവനത്തെ പൊരുത്തപ്പെടുത്താൻ വേണ്ടി നടത്തിയ അന്വേഷണങ്ങളിൽ നിന്നാണ് മനുഷ്യന്റെ വിജ്ഞാനം ആരംഭിക്കുന്നത്. അത് പിന്നീട് പതുക്കെ പതുക്കെ അവന്റെ ആസന്ന പരിസരത്ത് നിന്നും പതുക്കെ വികസിച്ച് പ്രപഞ്ചത്തിന്റെ അങ്ങേ തലക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അങ്ങേ തലത്തിൽ എത്തിയതൊന്നും നമ്മളാരും അഹങ്കരിക്കേണ്ടതില്ല. നമ്മൾ ഇപ്പോഴും നമ്മൾ നേടിയ അറിവ്, നേടാനിരിക്കുന്ന അറിവിന്റെ വളരെ തുച്ഛമായ ഒരു അംശം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പ്രപഞ്ചത്തിന്റെ അപ്പുറത്തെ കാര്യമൊന്നും പടായി പറയാൻ ഇപ്പോഴും നമ്മൾ ആരും വളർന്നിട്ടില്ല എന്ന് പരിമിതി കൂടി നമ്മൾ മനസ്സിലാക്കണം. അറിവ് വർദ്ധിക്കുന്നതിനനുസരിച്ച് മനുഷ്യന്റെ ഈ നേരത്തെ പറഞ്ഞ വിശ്വാസങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ഒക്കെ സ്വഭാവ ഗുണങ്ങളിലും പതുക്കെ പതുക്കെ മാറ്റങ്ങൾ ഉണ്ടായി. കാറ്റും മഴയും ഇടിമിന്നലും അഗ്നിയും വൃക്ഷങ്ങളും സൂര്യനും ചന്ദ്രനും ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും എല്ലാം ഒരു കാലത്ത് മനുഷ്യന്റെ ദൈവങ്ങളായിരുന്നു. ചിലപ്പോ അവ തന്നെ ദൈവങ്ങളായിരുന്നു, അല്ലെങ്കിൽ അവയ്ക്ക് പിന്നിൽ ചില അദൃശ്യ ശക്തികളുണ്ട്, അവ ദൈവങ്ങളാണ് എന്ന രീതിയിലും മനുഷ്യൻ സങ്കല്പിച്ചിരുന്നു. അതല്ലാതെ ആഗോള ദൈവവും കോസ്മോപൊളിറ്റൻ ദൈവവും യൂണിവേഴ്സൽ ദൈവവും ഒന്നും ആദിമകാലത്ത് മനുഷ്യന്റെ മനസ്സിൽ ഉണ്ടായിരുന്നില്ല എന്നാണ്. പ്രകൃതി ദുരന്തങ്ങൾ, രോഗം, ക്ഷാമം, വരൾച്ച എല്ലാം ഏതോ അദൃശ്യ ശക്തിയുടെ കരിപ്പാണ് എന്നാണ് മനുഷ്യർ ആദ്യം കരുതിയത്. ആ ശക്തികളെ സന്തോഷിപ്പിക്കാനാണ് മനുഷ്യർ പലതരം ആരാധനകളും ബലികളും ദാനങ്ങളും ഒക്കെ നടത്തിയത്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ രാവിലെ വൈറസിന്റെ ക്ലാസ് എടുത്തപ്പോ വസൂരി രോഗത്തെ കുറിച്ച് പറഞ്ഞു. വസൂരി രോഗം ഉണ്ടാക്കുന്നത് ഒരു വൈറസാണ് എന്ന് കണ്ടുപിടിച്ചത് വളരെ അടുത്ത കാലത്താണ്. അത് കണ്ടുപിടിക്കുന്ന കാലം വരെയും വസൂരി ഉണ്ടാക്കിയിരുന്ന വില്ലത്തി അര മാരിയമ്മൻ എന്ന് പറയുന്ന ഒരു ദുർദേവതയുടെ എന്താണ് കരിപ്പും വിളയാട്ടവുമാണ് മനുഷ്യരെ മുഴുവൻ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ഈ ദുർദേവത കലിയലകി വരുമ്പോഴാണ് വസൂരി രോഗം പടർന്നു പിടിക്കുന്നത് എന്ന് വിശ്വസിക്കുകയും വസൂരി രോഗം വരാതിരിക്കാൻ വേണ്ടി ഈ മാരിയമ്മ കോഴിയിനെയും ആടിനെയും തഞ്ചം കെട്ടിയ മനുഷ്യന്റെ കുട്ടികളെയും വെട്ടിക്കൊടുക്കുകയുമാണ് ചെയ്തിരുന്നത്. നരബലിയും മൃഗബലിയും കുരുതിയും ഒക്കെ നടത്തി ചോര കൊടുത്ത് സന്തോഷിപ്പിച്ചാൽ മുപ്പത്തിയുടെ കരി അടങ്ങിക്കോളും എന്ന വിശ്വാസമായിരുന്നു മറ്റേ ജനറും കൂട്ടരും ഗോവസൂരി കുത്തിയൊക്കെ കണ്ടുപിടിക്കുന്നത് വരെയുള്ള നമ്മുടെ നാട്ടിലെ മനുഷ്യന്റെ വിശ്വാസം. അത്തരം വിശ്വാസങ്ങൾ തന്നെയാണ് ആദിമകാലത്തെ മനുഷ്യന്റെ വിശ്വാസങ്ങളായി നിലനിന്നിരുന്നത്. ഈ വിശ്വാസങ്ങളുടെ സ്വഭാവത്തിലും ദൈവത്തിന്റെ സ്വഭാവത്തിലും ഒക്കെ മനുഷ്യന്റെ ജ്ഞാനം വർദ്ധിക്കുന്നതിനനുസരിച്ച് കുറച്ച് മാറ്റമുണ്ട്. ദൈവങ്ങളൊക്കെ കുറച്ച് ഊതി വലുതാക്കാൻ തുടങ്ങി. ദൈവങ്ങളെ ഊതി വീർപ്പിച്ച് വലുതാക്കാൻ തുടങ്ങിയപ്പോഴും മാറ്റമില്ലാതെ തുടർന്നത് എന്താണ്? ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കാര്യമായ മാറ്റമില്ലാതെ ഇന്നും തുടരുന്നു. നരബലിയെ പ്രകീർത്തിച്ചുകൊണ്ട്, നരബലിയുടെ മഹത്വം പ്രകീർത്തിച്ചുകൊണ്ട് ദശലക്ഷക്കണക്കിന് മൃഗങ്ങളെ കൂട്ടബലി നടത്തുന്ന ചടങ്ങാണ് മുസ്ലിങ്ങളുടെ ഹജ്ജ്. ഹിന്ദുക്കളുടെ പല ക്ഷേത്രങ്ങളിലും ഇന്നും കോഴിവെട്ടും കുരുതിയും നടക്കുന്നു. ഇവിടെ നിരോധിച്ചതാണ്, എന്നിട്ടും നടക്കുന്നു. കൊടുങ്ങല്ലൂരൊക്കെ എപ്പോഴും നടക്കുന്നു. അപ്പൊ എന്താണ്? രോഗം വരാതിരിക്കാൻ, ഐശ്വര്യം ഉണ്ടാവാൻ, മഴ പെയ്യാൻ, വിളവുണ്ടാവാൻ, മറ്റു നമ്മുടെ ആവശ്യങ്ങളൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ ദൈവങ്ങൾ കോപിക്കാതിരിക്കണമെങ്കിൽ അവർക്ക് കോപം വരുമ്പോൾ അവർക്ക് പലരെ കാത്തു കൊടുക്കണം എന്നത് പ്രാകൃത മനുഷ്യന്റെ വിശ്വാസമാണ്. ആ വിശ്വാസം അനുസരിച്ചുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഈ പറയുന്ന കോസ്മോപൊളിറ്റൻ അല്ലെങ്കിൽ ആഗോള അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഗോഡ് എന്ന് പറഞ്ഞ് ഊതി വീർപ്പിച്ചുണ്ടാക്കിയ ക്രിസ്തു മതത്തിന്റെയും ഇസ്ലാം മതത്തിന്റെയും മറ്റു മതങ്ങളുടെയും ഒക്കെ ദൈവങ്ങൾക്ക് വേണ്ടി
മനുഷ്യൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതേ അർത്ഥശൂന്യമായ ആചാര കസർത്തുകളാണ് എന്നത് എന്തിനെയാണ് തെളിയിക്കുന്നത്? ഇതിന്റെ പ്രാകൃത ചരിത്രമാണ് ഇത് നമ്മുടെ മുമ്പിൽ അനാവരണം ചെയ്യുന്നത്. കൃഷിക്ക് നല്ല വിളവ് ലഭിക്കാൻ വിളവിൽ നിന്ന് ഒരു ഭാഗം എടുത്ത് ദൈവത്തിന് കൊടുക്കണം. അതാണ് ബൈബിളിലെ ആദ്യത്തെ മനുഷ്യന്റെ കഥ പറയുന്നിടത്ത് തന്നെ മറ്റേ ആബേലും കായേലും കഥ പറയുന്നിടത്തേക്ക് എന്താ പറയുന്നത്? ഒരാള് കൃഷിക്കാരനായിരുന്നു, ഒരാൾ ആട്ടിടയനായിരുന്നു. ആദ്യത്തെ മനുഷ്യന്മാർ ഞാൻ പറഞ്ഞത് 2 ലക്ഷം കൊല്ലം ജീവിച്ച മനുഷ്യൻ കൃഷിയൊക്കെ തുടങ്ങുന്നത് 10,000 കൊല്ലം മുമ്പാണ്. അപ്പോഴാണ് ഇവിടെ കഥ പറയുന്നത് ആദ്യം ഉണ്ടായ മനുഷ്യന്റെ 2 മക്കൾ, ഒരാൾ കൃഷിക്കാരനും അയാൾ ട്രാക്ടറൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ നെല്ലുണ്ടാക്കി, മറ്റേ ആള് ആട്ടിടയനും അയാൾ ആടുകളെ കൂട്ടിയിട്ട് നാട്ടുകൂടൊക്കെ ഉണ്ടാക്കിയിട്ട് വളർത്തുന്നു. ആടിനെ വളർത്തല് കൃഷി ചെയ്യലൊക്കെ തുടങ്ങിയിട്ട് ഒരു 10,000 വർഷത്തെ പഴക്കമായിട്ടുള്ളൂ. 2 ലക്ഷം കൊല്ലമായി മനുഷ്യന്മാരുണ്ടായിട്ടുള്ളൂ. അപ്പൊ ആ ആദം നബിയുടെ കഥ അല്ലെങ്കിൽ ആ കഥയൊക്കെ എത്ര ചരിത്ര വിരുദ്ധമാണെന്ന് നോക്കുക. അപ്പൊ അതിനകത്ത് കൃഷി തുടങ്ങിയതിന് ശേഷമാണ് ഈ കഥ ഉണ്ടാക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ഫ്ലാഷ് ബാക്കുകളെ ഈ എഴുതുന്നവരാണ് ഈ ഫ്ലാഷ് ബാക്കുകൾ ഉണ്ടാക്കുന്നത്. കാർഷിക വിപ്ലവത്തിന് ശേഷം മനുഷ്യന്റെ കൃഷിയും മൃഗവളർത്തലും ഒക്കെ തുടങ്ങിയതിനു ശേഷം അവരുടെ ഈ പ്രാകൃത ദൈവവിശ്വാസത്തിനനുസരിച്ച് നരബലിയും പിന്നെ വഴിപാടും പിന്നെ നമ്മളെ വായ്പലോട് തുലാഭാരം അതുപോലെ ഏർപ്പാടുകളൊക്കെ കൃഷിക്കാരും ആട്ടിടയന്മാരും തുടങ്ങി വെച്ച കാലത്ത് അവരെഴുതിയുണ്ടാക്കിയ കഥയുടെ ഫ്ലാഷ് ബാക്കിൽ അവർ ആദ്യത്തെ മനുഷ്യർ കൃഷിക്കാരനായിട്ടും ആട്ടിടനായിട്ടും അവതരിപ്പിച്ചത് അവരുടെ വിവരക്കേടാണ്. പക്ഷെ ആ വിവരക്കേട് ആത്യന്തിക സത്യമാണ് എന്ന് വിശ്വസിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യരാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത്. ആട് നന്നായി പ്രസവിച്ച് കുട്ടിയൊക്കെ വലുതായാൽ ആദ്യത്തെ കുട്ടീനെ ദൈവത്തിന് അർത്ഥം കൊടുക്കും. സ്ത്രീകള് ഒരുപാട് മക്കളെയൊക്കെ പ്രസവിച്ച് കുട്ടികളെ അധികം മരിക്കാതെ കുട്ടികൾ ഉണ്ടായാൽ ആ കൂട്ടത്തിൽ നിന്ന് ഒന്നിനെ പഠിച്ചവന് അർത്ഥം കൊടുത്തിരുന്നു. മുഹമ്മദ് നബിയുടെ ബാപ്പാനെ ഇങ്ങനെ നടക്കാൻ കൊണ്ടുവന്നത് എന്റെ നേർച്ച 10 മക്കളുണ്ടായാൽ മുഹമ്മദ് നബിയുടെ ബാപ്പ അബ്ദുള്ളയുടെ ബാപ്പ നേർച്ച നേർന്നിരുന്നു. അയാൾക്ക് 10 മക്കളുണ്ടാവുകയും 10 മക്കളും അതിജീവിക്കുകയും ചെയ്താൽ, പ്രായപൂർത്തിയാകുന്നത് വരെ അതിജീവിക്കുകയും ചെയ്താൽ ആ കൂട്ടത്തിൽ നിന്ന് ഒരു മകനെ കഅബയുടെ ഉള്ളിലുള്ള ഖുബാൽ എന്ന് പറയുന്ന ദൈവത്തിന് ബലിയർക്കാം എന്ന് നേർച്ച നേർന്നിരുന്നു. അങ്ങനെ 10 മക്കളുണ്ടായി. 10ാമത്തെ മകനായി അബ്ദുള്ള വലുതായി. അബ്ദുള്ളക്ക് കുറച്ച് പ്രായപൂർത്തിയൊക്കെ ആവാറായപ്പോ നേർച്ച നിറവേറ്റാൻ അബ്ദുൽ മുത്തലിബ് അബ്ദുള്ളയെ കൂട്ടി കഅബയിലേക്ക് പുറപ്പെട്ടു അർക്കാൻ. അപ്പോ പോകുന്ന വഴിക്ക് അബ്ദുൽ മുത്തലിബിന്റെ ചില സുഹൃത്തുക്കള് മൂപ്പരോട് പറഞ്ഞു, അങ്ങനെ എടുത്ത് ചാടിക്കൊണ്ട് കൊണ്ടുപോയി അർക്കില്ലേ, നമുക്ക് കുറച്ച് ഒന്നുകൂടെയൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് ചെയ്യാം. ആരോട് ആലോചിച്ചിട്ട്? കാഹീനുകളോട്, അതായത് വെളിച്ചപ്പാടുകളോട് ആലോചിച്ചിട്ട് വെളിച്ചപ്പാടുകൾ ദൈവങ്ങളുടെ അഭിപ്രായം പറഞ്ഞു. ആ കാലത്ത് അന്നുണ്ടായിരുന്ന കഅബയിലുണ്ടായിരുന്ന ദൈവങ്ങളുടെയും മറ്റു ദൈവങ്ങളുടെയും ഒക്കെ ഒരുപാട് വെളിച്ചപ്പാടന്മാര് അറേബ്യയിൽ മുഴുവൻ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് വെളിച്ചപ്പാടുകളോട് ചോദിച്ചിട്ട് ഒന്നുകൂടെ അഭിപ്രായം ചോദിച്ചിട്ട് കൊണ്ടുപോയാൽ പോരേ എന്ന് ചോദിച്ചപ്പോ അബ്ദുൽ മുത്തലിബിന് തോന്നി അതിലൊരു കാര്യമുണ്ട് എന്ന് തോന്നി. അങ്ങനെ മദീനയിലുള്ള ഒരു സ്ത്രീ വെളിച്ചപ്പാടിന്റെ അടുത്ത് ഈ കുട്ടീനെ കൊണ്ടുപോയിട്ട് ആ വെളിച്ചപ്പാടിന്റെ ദൈവത്തിനെ വിളിച്ചു. ഞാൻ ഇപ്പൊ വിവരം പറയാം, നിങ്ങളവിടെ ഇരിക്കുന്നവരുടെ ഇരുത്തിയിട്ട് ഇവര് ദൈവത്തിനായിട്ട് കൺസൾട്ട് ചെയ്തു. അന്നത്തെ കൺസൾട്ട് ചെയ്യുന്ന രീതി, വെളിച്ചപ്പാടന്മാരെ ദൈവങ്ങളായിട്ട് കൺസൾട്ട് ചെയ്യുന്ന രീതിയിൽ കൺസൾട്ട് ചെയ്തിട്ട് വന്നിട്ട് ഇവരോട് പറഞ്ഞു, സാധാരണ നിങ്ങള് ഒരാൾക്ക് എത്ര ഒട്ടകത്തിന്റെ വിലയാണ് കൽപ്പിക്കാറുള്ളത്, അതായത് ഒരാൾ കൊല്ലപ്പെട്ടാൽ എത്ര ഒട്ടകമാണ് പകരം കൊടുക്കാറുള്ളത് എന്ന് ചോദിച്ചു. അപ്പൊ നമ്മുടെ നാട്ടിനടപ്പനുസരിച്ച് 10 ഒട്ടകമാണ് ഒരാൾക്ക് പകരം കൊടുക്കാറുള്ളത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യാം, 10 ഒട്ടകങ്ങളെ കൊണ്ടുവന്ന് നിർത്തുക, അപ്പുറത്ത് അബ്ദുള്ളയെ നിർത്തുക, എന്നിട്ട് നിങ്ങൾ ഈ അമ്പ് കൊണ്ട് നറുക്കെടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഈ അമ്പ് കൊണ്ട് നറുക്കെടുക്കുക. അപ്പൊ ഈ നറുക്ക് ഒട്ടകങ്ങൾക്കാണ് വീഴുന്നതെങ്കിൽ നിങ്ങൾ ഈ 10 ഒട്ടകത്തിനെ അറുത്താൽ മതി.
അബ്ദുള്ളനെ രക്ഷിക്കാം. അല്ല, അബ്ദുള്ളക്കാണ് നടത്തി വീഴുന്നതെങ്കിൽ നിങ്ങൾ ഈ 10 ഒട്ടകത്തിനെ മാറ്റി നിർത്തിയിട്ട് വേറൊരു 10 ഒട്ടകത്തിനെ കൊണ്ടുവരിക, എന്നിട്ട് വീണ്ടും നറുക്കെടുക്കുക. അങ്ങനെ എത്ര പ്രാവശ്യമോ നറുക്കെടുത്തിട്ടാണോ ഒട്ടകത്തിന് നറുക്ക് വീഴുന്നത് അത്രയും ഒട്ടകങ്ങളെ പകരം കൊടുത്താൽ മതി എന്ന് മദീനയിലുള്ള ഒരു ദൈവം അഭിപ്രായം പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഒട്ടകങ്ങളെ നിർത്തിയിട്ട് നറുക്കെടുത്തു. ആദ്യത്തെ നറുക്കില് അബ്ദുള്ളക്ക് വീണു, രണ്ടാമത്തത് അബ്ദുള്ളക്ക് വീണു. അങ്ങനെ 10ാമത്തെ നറുക്കിലാണ് ഒട്ടകത്തിന് നറുക്ക് വീണു. അപ്പോഴേക്കും ഒട്ടകത്തിന്റെ എണ്ണം എത്രയായി? 100 ഒട്ടകങ്ങളാണ്. അങ്ങനെ 100 ഒട്ടകങ്ങളെ പകരം ഉബാലിന് അറുത്തു കൊടുത്തുകൊണ്ടാണ് അബ്ദുള്ളയുടെ ജീവൻ രക്ഷിച്ചത് എന്ന കഥ ഞാൻ പറഞ്ഞതല്ല, ഇബ്നു ഹിഷാമിന്റെ സിറത്തുർ റസൂലുള്ളയിൽ ഞാൻ വായിച്ച കഥയാണ്. പക്ഷെ ഞാൻ ഇതിൽ നിന്ന് വായിച്ചത് ഈ കഥയൊന്നുമല്ല. ഞാൻ ഇതിൽ നിന്ന് വായിച്ചത് ആ കാലഘട്ടത്തിലെ അറേബ്യൻ സംസ്കാരത്തെയും അറേബ്യൻ വിശ്വാസത്തെയും അറേബ്യൻ ആചാരത്തെയും. നരബലി നടന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് എന്നാണ് വരികൾക്കിടയിൽ നിന്ന് ഞാൻ വായിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മക്കളുണ്ടായാൽ ദൈവത്തിനോട് നന്ദി കാണിക്കാൻ വേണ്ടി മക്കളിൽ നിന്ന് ഒരാളെ ബലി കൊടുക്കുക എന്നത് അന്നത്തെ ആചാരം. ഇത് തന്നെയാണ് അബ്രഹാമിന്റെ കഥയും. അബ്രഹാമിന്റെ വയസ്സാം കാലത്താണ് കുട്ടികളുണ്ടാകുന്നത്. കുട്ടികൾ മക്കളും ഉണ്ടാവാൻ പാടില്ലാത്ത അത്രയും പ്രായമായതിനു ശേഷം ദൈവാനുഗ്രഹം കൊണ്ടാണ് മക്കളുണ്ടായത്. അതും ഭാര്യയിലല്ല, പട്ടിപ്പെണ്ണിലാണ് ഉണ്ടാവുന്നത്. അങ്ങനെ ഉണ്ടായ മക്കളിൽ ഒന്നിനെയാണ് ദൈവം എനിക്ക് അർത്ഥം ഉണ്ടാവുന്നത്. ദൈവം നേരിട്ട് അറക്കാൻ പറഞ്ഞത്. അങ്ങനെ അറക്കാൻ കൊണ്ടുപോയി. അറക്കാൻ കൊണ്ടായപ്പോ ദൈവത്തിന് സന്തോഷമായി. അമ്മ ഇനി പത്തിലേക്ക് കുഴപ്പമില്ല, ആടിനർത്താലും മതി കൊണ്ട് മൂപ്പരുണ്ട് ഒരു വിട്ടുവീഴ്ച ചെയ്തു. ഇതിൽ നിന്ന് ഞാൻ വായിക്കുന്നത് മനുഷ്യന്റെ ചിന്താമണ്ഡലം നരബലിയിൽ നിന്നും മൃഗബലിയിലേക്ക് പതുക്കെ ചുവട് വെക്കുന്ന ഒരു കാലഘട്ടത്തെയാണ് ഈ കഥ നമ്മളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. മനുഷ്യൻ നരബലി തുടർന്നിരുന്നു. പക്ഷെ നരബലി അപ്പുറം പോരാ, നമുക്ക് പകരം മൃഗബലി മതി എന്ന് മനുഷ്യർ ചിന്തിച്ചു തുടങ്ങിയ ഒരു കാലഘട്ടത്തിൽ മനുഷ്യന്റെ ദൈവങ്ങളും ചെറിയ നെഗോസിയേഷന് വിധേയരാവുകയാണ്, അല്ലെങ്കിൽ ചെറിയ വിട്ടുവീഴ്ചയ്ക്ക് വിധേയരാവുകയാണ് ചെയ്യുന്നത്. ഇതാണ് വരികൾക്കിടയിലെ വായന എന്ന് ഞാൻ പറഞ്ഞത്. ഈ ഹ്യൂമൻ സാക്രിഫൈസ് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും പ്രാകൃത ജനവിഭാഗങ്ങൾക്കിടയിൽ നിലനിന്നിരുന്ന പ്രധാനപ്പെട്ട ഒരു ആചാരമാണ് മനുഷ്യ നരബലി എന്ന് പറയുന്നത്. അബ്രഹാമിന്റെ കഥയില് അതാണ് നമ്മളോട് പറയുന്നത്. ഖുർആൻ ഇത് വ്യക്തമായിട്ട് നമ്മളോട് പറയുന്നുണ്ട്. അള്ളാഹു പറയാണ്, ഓരോ സമുദായത്തിനും നാം ഓരോ ആരാധനാകർമ്മം നിശ്ചയിച്ചിട്ടുണ്ട്. അവർക്ക് ഉപജീവനത്തിനായി അള്ളാഹു നൽകിയിട്ടുള്ള കന്നുകാലി മൃഗങ്ങളെ അവന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് അവർ അറുക്കേണ്ടതിന് വേണ്ടി അത്രേ അത്. അപ്പൊ അള്ളാഹു എല്ലാ വിഭാഗങ്ങൾക്കും പ്രധാനപ്പെട്ട ഒരു ആചാരമായി നിശ്ചയിച്ചിട്ടുള്ളത് അറുക്കലാണ് എന്ന് ഖുർആൻ നമ്മളോട് പറയുന്നു. പക്ഷെ അള്ളാഹു ഇത് പറയുന്നതിലും 1200 കൊല്ലം മുമ്പ് നമ്മുടെ നാട്ടില് ബുദ്ധൻ ഇതിനെതിരായിട്ട് ഒരു മതം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. മുഹമ്മദ് നബി അള്ളാഹു ഖുർആൻ എഴുതുന്നതിന്റെ മുമ്പ് ഈ മനുഷ്യർ അർത്ഥം പറയുന്നതിന്റെ 1200 കൊല്ലം മുമ്പ് നമ്മുടെ നാട്ടില് ബുദ്ധൻ ഈ നരബലിക്കും മൃഗബലിക്കും എതിരെ അഹിംസയുടെ മതം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വിവരമൊന്നും അള്ളാഹ് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് എല്ലാവർക്കും ഞാൻ ഈ ഏർപ്പാട് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഓരോ ഗോത്രത്തിന്റെയും ദൈവങ്ങൾ സ്വന്തം ഗോത്രത്തിന്റെ അഭിവൃദ്ധിക്കും യുദ്ധവിജയത്തിനും മറ്റുമായിട്ടാണ് പണിയെടുത്തത്. അല്ലാതെ ലോകം മുഴുവനും കൂടെ ഭരിക്കുന്ന ഏർപ്പാടൊന്നും അന്നത്തെ ദൈവങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ഓരോ ദൈവങ്ങളും അവരവരുടെ ഗോത്രത്തിന്റെ ഐശ്വര്യത്തിനും ആ ഗോത്രത്തിന്റെ അഭിവൃദ്ധിക്കും ആ ഗോത്രം മറ്റു ഗോത്രങ്ങളുമായി യുദ്ധം നടത്തുമ്പോൾ യുദ്ധം ജയിപ്പിക്കാനും ഒക്കെയാണ് പണിയെടുത്തിട്ടുള്ളത്. അന്യഗോത്രങ്ങളെ യുദ്ധം ചെയ്ത് തന്ത്രങ്ങൾ പ്രയോഗിച്ച് പരാജയപ്പെടുത്താനാണ് ഇത്തരം ദൈവങ്ങൾ പരിശ്രമിച്ചിട്ടുള്ളത്. ഇനി ഒരു ഗോത്രത്തിൽ തന്നെ ഒന്നിലധികം ദൈവങ്ങൾ ഉണ്ടെങ്കിലോ അവിടെ ഈ ഗോത്ര ദൈവങ്ങൾ തമ്മിലുള്ള അടി നടന്നിരുന്നു. അതിന്റെ തെളിവ് ബൈബിളിലുണ്ട്. ബൈബിളിലെ രാജാക്കന്മാർ എന്ന് പറയുന്ന അധ്യായത്തില് 18, 28, 40 വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കൂ. അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ബാൽ എന്ന ദൈവവും യഹ്വേ എന്ന ദൈവവും തമ്മിൽ ഒരു
എന്നിട്ട് യഹോവ ദൈവം, ഒറിജിനൽ ദൈവം ഞാനാണ് എന്ന് ഈ മത്സരത്തിലൂടെ തെളിയിക്കുന്ന ഒരു സംഭവം. ഇതില് ആഹാബ് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ, ഈ ബാൽ ദൈവത്തിന്റെ പ്രവാചകനും അയാളുടെ കൂടെ നൂറുകണക്കിന് പ്രവാചകനും ഈ ദൈവത്തിന്റെ ആൾക്കാരും കൂടെ ഒരു ഭാഗത്തും, ഇപ്പുറത്ത് ഏലിയാവ് എന്ന് പറയുന്ന യഹോവയുടെ ഒറ്റ പ്രവാചകനും അണിനിരന്നുകൊണ്ടാണ് മത്സരം നടക്കുന്നത്. എന്താ മത്സരം എന്ന് പറയുന്നത്? രണ്ട് ഭാഗത്തും രണ്ട് ഹോമകുണ്ടങ്ങൾ വിറക് കൂട്ടിയിട്ട് രണ്ട് കൂട്ടരും ഓരോ കാളേനെ കൊണ്ടുവന്ന് കൊന്നിട്ട് ഈ കാളേന്റെ കഷ്ണങ്ങൾ വെട്ടി വെട്ടി ഈ വിറകിന്റെ മുകളിൽ വെക്കുക രണ്ട് ഭാഗത്തും. എന്നിട്ട് ബാൽ ദൈവത്തിന്റെ ആൾക്കാരെല്ലാവരും കൂടെ ബാൽ ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ട് ഈ വിറക് കത്തണം. എങ്ങനെ കത്തണം? തീപ്പെട്ടി അടിച്ചിട്ടല്ല, ദൈവം കത്തിക്കണം. അങ്ങനെ ഒരു കത്തിച്ചിട്ട് കത്തിയില്ലെങ്കിൽ മറ്റേ ദൈവത്തിന്റെ ആള് ഈ ഏലിയാവ് കൊടുത്ത് പ്രാർത്ഥിക്കും, യഹോവ കത്തിക്കും. ആര് പ്രാർത്ഥിച്ചിട്ടാണോ ഈ ഹോമയാഗം കത്തുന്നത്, ഈ ഇറച്ചി വേവിക്കുന്നത്, ആ ദൈവം ഒറിജിനൽ ദൈവം എന്ന് തീരുമാനമെടുക്കാനാണ് പരീക്ഷണം നടന്നത്. അതില് ബാല്യദൈവത്തിന്റെ ആൾക്കാരും ഭയങ്കരമായിട്ട് കൂട്ടത്തോടെ പ്രാർത്ഥിച്ചു. ഒരനക്കം ഉണ്ടായില്ല. അനക്കമില്ലാതായപ്പോ മറ്റാളോട് വന്നിട്ട് അവരെ കളിയാക്കാൻ തുടങ്ങി. ആ മൂപ്പര് കിടന്നുറങ്ങാവോ, അല്ലെങ്കിൽ മൂപ്പര് തൂറാൻ പോയതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കാൻ ദൈവത്തിനെ, മറ്റൊരു ദൈവത്തിനെ മൂപ്പര് കിടന്നുറങ്ങാവോ, ഉറക്കനെ വിളിക്കും, അല്ലെങ്കിൽ തുറൻ പോയിട്ടുണ്ടാകുമ്പോൾ ഉറക്കനെ വിളിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് മറ്റാളെ കളിയാക്കാം. അത് യഹോവയുടെ ആള്. അങ്ങനെ കളിയാക്കലൊക്കെ കേട്ട് മറ്റൊരാളെ നാണം കേട്ട് അവസാനം ഒരു തോറ്റ്. എന്നിട്ട് പിന്നെ ഇയാള് പ്രാർത്ഥിച്ചപ്പോ തീ കത്തി കാള വെന്തു എന്നാണ് ബൈബിളിലെ ഈ കഥ. അപ്പൊ ഒരു ഗോത്രത്തിലെ രണ്ട് ദൈവങ്ങൾ ഉണ്ടെങ്കിൽ ആ ദൈവങ്ങളെ ഒന്നാക്കാൻ വേണ്ടി ദൈവങ്ങൾ തമ്മിൽ ഇതുപോലുള്ള മത്സരങ്ങൾ അന്ന് നടന്നിരുന്നു. അപ്പൊ ഈ ദൈവങ്ങളെ പ്രതിനിധീകരിക്കുന്ന ആളുകൾ തമ്മിൽ നടന്നിരുന്ന മത്സരങ്ങളാണ്. ആ മത്സരങ്ങളെയാണ് ഈ കഥാരൂപത്തില് ബൈബിളില് അവതരിപ്പിക്കുന്നത്. അത് മാത്രമല്ല, അങ്ങനെ തോറ്റ ആളുകൾ, എന്നിട്ട് എന്താ പറഞ്ഞത്? ആ തോറ്റ ആൾക്കാരെ മുഴുവൻ പിടിച്ച് കൊല്ലാനാണ് കൽപ്പിച്ചത്. അപ്പൊ തന്നെ എല്ലാവരും ആട്ടിപ്പിടിച്ച് കൊന്നു എന്നാണ് പറയുന്നത്. ഇനി അങ്ങനെ ഒരു ഗോത്രക്കാരെ മറ്റൊരു ഗോത്രക്കാരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ബൈബിളിൽ തന്നെ ആവർത്തനം അധ്യായം 7 പറയുന്നുണ്ട്. നിങ്ങള് അവരെ ഉന്മൂലനം ചെയ്യണമെന്ന് പറയണം. മറ്റേ ദൈവത്തിന്റെ ആൾക്കാരെ അവരുടെ ബലിപീഠങ്ങൾ ഇടിക്കണം, അവരുടെ ബിംബങ്ങളെ തകർക്കണം, അവരുടെ അശീര പ്രതിഷ്ഠകളെ വെട്ടിക്കളയണം, അവരുടെ വിഗ്രഹങ്ങളെ തീയിലിട്ട് ചുട്ടുകളയുകയും വേണം. ഒരു ദൈവം മറ്റൊരു ദൈവവിശ്വാസികളെ കുറിച്ച് പറയുന്നതാണ്. ഇതെല്ലാം വരികൾക്കിടയിൽ നിന്ന് വായിച്ചാൽ നമുക്ക് 3000 കൊല്ലം മുമ്പത്തെ മനുഷ്യന്റെ ഏകദേശം വിശ്വാസങ്ങളുടെ ചരിത്രം പിടികിട്ടും. ഇവിടെ അള്ളാഹു എന്ന ദൈവം ഇതേ സ്വഭാവം കാണിക്കുന്നുണ്ട്. ബദർ യുദ്ധം എന്ന് പറയുന്ന സ്ഥലത്ത്, അതായത് മക്കയിലെ മുശ്രിക്കുകള് മുഹമ്മദ് നബി 13 കൊല്ലക്കാലം ഉത്ബോധനം നടത്തിയിട്ടും ഈ തൗഹീദ് വിശ്വാസത്തിലേക്ക് വരാത്ത കാരണം അവിടുത്തെ പലായനം ചെയ്ത് മദീനയിൽ വന്ന് എന്നിട്ട് ഈ മക്കക്കാരെ യുദ്ധം ആക്രമിക്കുകയാണ്. അവരുടെ കച്ചവട സംഘങ്ങളെയൊക്കെ കൊള്ളയടിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്നു. അങ്ങനെ കൊള്ളക്ക് പോയ സമയത്ത് ആ കച്ചവട സംഘത്തെ സംരക്ഷിക്കാൻ വേണ്ടി വന്ന ഒരു സൈന്യവുമായി മുഹമ്മദിന്റെ സൈന്യം ഏറ്റുമുട്ടുന്ന ആദ്യത്തെ വലിയ യുദ്ധമാണ് ബദർ യുദ്ധം. ആ ബദർ യുദ്ധത്തിന്റെ സമയത്ത് മുഹമ്മദ് നബിയുടെ ആളുകൾ ആ മക്കയിലെ ആളുകളെ പരാജയപ്പെടുത്തി ഒന്ന് അരിഞ്ഞ് വീഴ്ത്തിയെടുക്കുന്ന അല്ലാഹു വെളിപാടിറക്കാണ്. എന്താ പറയുന്നത്? നിങ്ങളൊന്നല്ല കൊന്നത്, അവരൊക്കെ കൊന്നത് ഞാനാണ് എന്ന് പറഞ്ഞിട്ട് ആ കൊലപാതകത്തിന്റെ മുഴുവൻ ക്രെഡിറ്റ് സ്വയം ദൈവം വന്ന് ഏറ്റെടുക്കണം. ആ സത്യനിഷേധികളുടെ മനസ്സുകളിൽ ഞാൻ ഭയം വിട്ടുകൊടുക്കുന്നതാണ്, അപ്പോൾ നിങ്ങൾ അവരുടെ കഴുത്തുകൾക്ക് മീതെ വെട്ടിക്കൊള്ളുക എന്ന് യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവം വെളിപാട്. ഞാൻ വീണ്ടും പലതവണ ആവർത്തിച്ച ചോദ്യം ഞാൻ വീണ്ടും ആവർത്തിക്കാണ്. ഒരു സർവശക്തനായ ദൈവം തന്റെ സൃഷ്ടികളായ നിസ്സാരരായ മനുഷ്യര് തന്നെ മനസ്സിലാക്കി വിശ്വസിക്കാത്തതിന്റെ പേരിൽ അവരെ തമ്മില് വാളെടുത്ത് വെട്ടാൻ ഈ കോലത്തില് സഹായിക്കുകയാണോ ചെയ്യേണ്ടത്? അതോ സർവശക്തനായ അയാൾക്ക് ഈ പാവ മനുഷ്യരുടെ മനസ്സിൽ പേടിട്ട് കൊടുക്കുന്നതിന് പകരം അവരുടെ മനസ്സിലേക്ക് സത്യത്തിന്റെ വിശ്വാസം ഇട്ട് കൊടുത്താൽ പോലെ, ഈമാൻ ഇട്ട് കൊടുത്താൽ പോലെ? അത് ചെയ്യാതെ കഴുത്ത് വെട്ടിക്കാണ് ചെയ്യുന്നതെങ്കിൽ
ഈ ദൈവം കോസ്മോപൊളിറ്റൻ ദൈവമല്ല, ഗോത്ര ദൈവമാണ്. ഒരു ഗോത്രത്തിന്റെ ദൈവം ആ ഗോത്രത്തിന്റെ ആളുകളെ മറ്റൊരു ഗോത്രത്തിനെതിരെ യുദ്ധം ചെയ്യുമ്പോൾ സഹായിക്കുന്ന ആ ഗോത്ര ദൈവത്തിന്റെ ഒരു ഊതി വീർപ്പിച്ച രൂപമാണ് അള്ളാഹു എന്നാണ് ഖുർആൻ വായിച്ചാൽ നമുക്ക് മനസ്സിലാവുക, വിശ്വാസിക്ക് മനസ്സിലാവില്ല. പടച്ചോൻ ഇറങ്ങി വന്നിട്ട് ഒരു മനുഷ്യനേറ്റ് മൽപ്പിടുത്തം നടത്തിയ കഥ ബൈബിളിൽ പറയുന്നു. എന്താ? ഉൽപ്പത്തി അധ്യായം 32. ആരാണ്? ഈ യാക്കോബിനുമായിട്ട് ദൈവം നേരിട്ട് വന്നിട്ട് നേരെ വെളുപ്പോളം മൽപ്പിടുത്തം നടത്തി എന്നാണ്. മൽപ്പിടുത്തത്തിൽ നിന്നിട്ട് ദൈവം തോൽക്കുകയും യാക്കോബ് ജയിക്കുകയാണ് ചെയ്തത് എന്നാണ്. എന്നിട്ട് ആ ജയത്തിന്റെ പേരിലാണ് യാക്കോബിനെ ഇസ്രായേൽ എന്ന് പേര് കൊടുത്തത് എന്നാണ് ബൈബിളിലെ കഥ പറയുന്നത്. ബൈബിളിലും ഖുറാനിലും ഒക്കെ ഉള്ള കഥ വായിച്ചു കഴിഞ്ഞാൽ ദുനിയാവ് എന്ന് പറയുന്നത് ആ വട്ടത്തിൽ മാത്രമേ ഉള്ളൂ. ആ ഇസ്രായേലിനെ ചുറ്റും ഒരു ചെറിയ കാവട്ടം വരച്ചു കഴിഞ്ഞാൽ അവിടെ നടന്ന സംഭവങ്ങൾ മാത്രമേ ഈ ദൈവത്തിന് നമ്മളോട് പറയാൻ ഉള്ളൂ. വേറെ അതിന്റെ അപ്പുറത്തുള്ള ദുനിയാവൊന്നും ഈ ദൈവം കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. എന്താ അതിന്റെ അർത്ഥം? ആ പ്രദേശത്തുണ്ടായ ഒരു ഗോത്ര ദൈവം ചരിത്രപരമായ കാരണങ്ങളാൽ യൂണിവേഴ്സൽ ദൈവമായി അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സൽ മതമായി വികസിച്ചപ്പോ ആ ദൈവത്തിനെ ഉദിവീർപ്പിച്ച് ഒരു ദൈവമാക്കി മാറ്റി എന്ന് മാത്രമാണ് അതിന്ന് മനസ്സിലാവുന്നത്. എബ്രഹാമിന്റെ കഥയിൽ നിന്നാണ് സെമിറ്റിക് മത കഥകൾ ആരംഭിക്കുന്നത്. എബ്രഹാം ബാബിലോണിയ എന്ന് പറയുന്ന ആ പ്രദേശത്ത്, ഇന്നത്തെ ഇറാഖ് നിൽക്കുന്ന പ്രദേശത്താണ് ജനിച്ചത് എന്ന് കരുതപ്പെടുന്നു. ഏകദേശം 3500 അല്ലെങ്കിൽ 4000 കൊല്ലം മുമ്പത്തെ കഥയാണ്. അങ്ങനെ എബ്രഹാമിന്റെ കാലത്ത് ഒരു പ്രദേശത്ത് സെറ്റിൽ ചെയ്ത് ജീവിക്കുന്ന ആളുകൾ ആ പ്രദേശത്തെ കാലാവസ്ഥയും ആവാസ സാഹചര്യങ്ങളും മോശമാകുമ്പോൾ അവിടുന്ന് പലായനം ചെയ്യുക പതിവായിരുന്നു. അങ്ങനെ പാലായനം ചെയ്യുമ്പോൾ മരുഭൂമിയിൽ കൂടെയൊക്കെ പാലായനം ചെയ്യുമ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടത് എന്നതിനെ കുറിച്ച് ഇവർക്ക് യാതൊരു ഐഡിയ ഉണ്ടാവില്ല. കാരണം ഇനി എവിടെ പോയാലാണ് നമുക്ക് സുഖമായി ജീവിക്കാൻ പറ്റുന്ന ഒരു പ്രദേശം കിട്ടുക എന്ന് അറിയാൻ അന്ന് ഇന്നത്തെ പോലെ മൊബൈൽ ഫോൺ വിളിച്ച് ചോദിക്കാനൊന്നും പറ്റില്ല. പോകുമ്പോൾ എത്തുന്നിടത്ത് എത്തും. അങ്ങനെയുള്ള യാത്രയിൽ ഈ മനുഷ്യർക്ക് വഴി കാണിക്കാൻ ആരാണ്ടായിരുന്നത്? അവരുടെ കൂടെ അവരുടെ ഗോത്ര ദൈവം ഉണ്ടായിരുന്നു. ഇവിടെ എബ്രഹാമിനെ ബാബിലോണിയയിൽ നിന്നും കാനാൻ ദേശത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത് എബ്രഹാമിന്റെ ബാബിലോണിയയിലെ ഗോത്ര ദൈവമാണ്. ഇതാണ് എബ്രഹാം പോയ വഴി. ഇവിടുന്ന് ഈ ഇറാഖിന്റെ ഒക്കെ ഭാഗത്ത് ഇങ്ങനെ പോയി അവസാനം ഈ ഈജിപ്തിൽ അവിടെയും പോയി തിരിച്ച് കാനാൻ ദേശത്തേക്ക് എത്തുന്നതായിട്ടാണ് കഥ പറയുന്നത്. അബ്രഹാമിന്റെ ഈ പലായനം ഉപജീവനം തേടിയുള്ള ഒരു ഗോത്രത്തിന്റെ മരുഭൂമിയിലൂടെയുള്ള പാലായനമാണ്. ആ പാലായനത്തിൽ തങ്ങളെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കാൻ അന്ന് തങ്ങളുടെ ഗോത്ര ദൈവമല്ലാതെ മറ്റാരുമില്ലായിരുന്നു എന്നാണ് ഈ ചരിത്രത്തിൽ നിന്നും വരികൾക്കിടയിൽ നിന്നും നമുക്ക് വായിക്കാൻ കഴിയുന്നത്. അപ്പോ പലായനം ചെയ്യിക്കുന്ന ഗോത്ര ദൈവം. പിന്നീട് മോശയുടെ കാലമായപ്പോഴേക്കും മോശയെ ഈ ദൈവം കൂട്ടിക്കൊണ്ടുവരികയാണ്. ഇവിടുന്ന് ഈജിപ്തിൽ നിന്ന് ഫറോവയുടെ അടിമകളായിരുന്ന ഈ എബ്രഹാമിന്റെ സന്തതി പരമ്പരകളെ കൂട്ടത്തോടെ മോശെ അവിടുന്ന് കടല് കടത്തി കൊണ്ടുവന്ന് സീനാ മരുഭൂമിയിൽ കൂടെ വന്ന് ഇങ്ങനെ ചുറ്റി അവസാനം എവിടെ എത്തുന്നു? ജോർദാൻ നദിക്കരയിൽ എത്തിക്കുന്നു. ഇത് 40 കൊല്ലം നീണ്ട യാത്രയാണ്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ മാസം അവിടെ 20 മണിക്കൂർ കൊണ്ടാണ് ഇത്രയും ദൂരം യാത്ര ചെയ്യുന്നത്. ഒരു ദിവസം കൊണ്ട് ബസ്സിൽ യാത്ര ചെയ്യുന്നത്. പക്ഷെ മോശയുടെ കാലത്ത് അത്രയും ദൂരം യാത്ര ചെയ്യാൻ 40 കൊല്ലം എടുത്തു. കാരണം മരുഭൂമിയിൽ കൂടെ അത്രയും സാഹസികമായിട്ടുള്ള യാത്രയായിരുന്നു. ആ യാത്രയിൽ അവിടുന്ന് ഈജിപ്തിൽ നിന്ന് കടൽ പിളർത്തി കൊടുത്തിട്ടും ഫിറൗനെ മുക്കിക്കൊന്നിട്ടും അവിടുന്ന് കുട്ടിക്കൊണ്ടെന്ന് ഇവിടെ ഇസ്രായേലിൽ എത്തിക്കുന്ന പണി ചെയ്തത് മോശയുടേതായ ദൈവമായ യഹോവ. ആ യഹോവയെ അവസാനം ഈ സീനാ മരുഭൂമിയിലുള്ള യാത്രക്കിടയിൽ സീനാ മരുഭൂമിയിലെ മലമുകളിൽ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് മോശയ്ക്ക് കല്ലിലെഴുതിയ 10 കൽപ്പനകൾ കൊടുത്തു എന്നാണ് ബൈബിൾ കഥ. അപ്പോ പലായനം ചെയ്യുന്ന ഗോത്രത്തിനൊപ്പം അവരെ പലായനം ചെയ്യിക്കുന്ന ഗോത്ര ദൈവം. അതാണ് എബ്രഹാമിന്റെ ദൈവം. വളരെ
വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് പെരുമാറിയിരുന്നത് എന്നാണ് ബൈബിൾ കഥ വായിച്ചാൽ മനസ്സിലാവുക. എബ്രഹാമിന്റെ ദൈവം വളരെ സൗമ്യമായി ഒരു സുഹൃത്തിനെ പോലെയാണ് എബ്രഹാമിനെ കൂട്ടിക്കൊണ്ടുപോയതെങ്കിൽ മോശയുടെ ദൈവം കുറച്ചും കൂടെ മീശ വിരിക്കുന്ന ദൈവമായി. മോശയുടെ ദൈവത്തിനെ അങ്ങനെ അടുത്തേക്ക് ചെല്ലുന്നതോ മൂപ്പരെ കാണാൻ ചെല്ലുന്നതോ ഒന്നും ഇഷ്ടമല്ലേ. സീനാ മലയില് മോശ ഈ 10 കൽപ്പന വാങ്ങാൻ വേണ്ടി പോയ സമയത്ത് കൂടെ ഒരു 70 ആൾക്കാരെ ഞങ്ങൾക്ക് കാണണം ദൈവത്തിനെ എന്ന് പറഞ്ഞിട്ട് കൂടെ പോകാൻ ശ്രമിച്ചു. ദേഷ്യം വന്നിട്ട് അരിപ്പ് വന്നിട്ട് അപ്പൊ തന്നെ മോശയുടെ ദൈവം മല മറച്ചളഞ്ഞ തന്നെ ഈ 70 ആളെ അപ്പൊ തന്നെ കൊന്നാണ്. അത്രയും ക്രുദ്ധനായിരുന്നു മോശയുടെ ദൈവം. അത് കഴിഞ്ഞിട്ട് മോശ ഒരു 10-40 ദിവസം കഴിഞ്ഞിട്ടാണ് അവിടുന്ന് ഈ 10 കൽപ്പനയും കൊണ്ട് ഇറങ്ങി വരുന്നത്. അപ്പോൾ താഴെ കാത്തു നിൽക്കുന്ന അദ്ദേഹത്തിന്റെ സഹോദരനായ ഹാറൂനും ആയിരക്കണക്കിന് ഈ ഗോത്രക്കാരും കാളക്കുട്ടീനുണ്ടാക്കി ആരാധന തുടങ്ങിയിരുന്നു. കാരണം അവർക്ക് 10-40 ദിവസമായിട്ട് ആരാധിക്കാൻ ദൈവമില്ലാതെ കാത്തിരിക്കുകയാണ്. അവർക്ക് നിക്കപ്പുറത്തി ഇല്ലാതിട്ട് അവരൊരു കാളക്കുട്ടീനുണ്ടാക്കി സ്വർണം കൊണ്ട് അതിനെ ആരാധിക്കാൻ തുടങ്ങി. അത് കണ്ടുകൊണ്ടാണ് മോശ ദേഷ്യം പിടിച്ചിട്ട് പടച്ചോൻ കൊടുത്ത പലകയൊക്കെ എറിഞ്ഞ് പൊട്ടിച്ചാൽ. എന്നിട്ട് അപ്പൊ പടച്ചോൻ ഈ ദൈവം എന്താ കൽപ്പിക്കുന്നത്? നിങ്ങൾ അവരെ മുഴുവൻ കൊന്നു തീർത്തോളൂ. അങ്ങനെ 3000 പേരെ അപ്പൊ തന്നെ സ്വന്തക്കാര് തന്നെ, അതായത് ഈ കാളക്കുട്ടിയെ ആരാധിച്ചവരെ മുഴുവൻ തെരഞ്ഞു പിടിച്ചിട്ട് ആരാധിക്കാത്തവര് സ്വന്തക്കാര് തന്നെ സ്വന്തം അപ്പാനെയും സ്വന്തം മകനെയും മകളെയും ഭാര്യനെയും ഒക്കെ പിടിച്ചിട്ട് അരിഞ്ഞ് 3000 പേരെ കൊന്നു എന്നാണ് ബൈബിളിലെ കഥ. എന്താ കാര്യം? കാളക്കുട്ടീനെ ആരാധിച്ചു. അപ്പൊ ഗോത്രദൈവങ്ങളുടെ ആ ഒരു കലിപ്പിന്റെ ഉക്ക് നോക്കണം. അങ്ങനെയാണ് ദൈവം മലമുകളിൽ നിന്ന് പിന്നെ പതുക്കെ പുറകോട്ട് മാറുന്ന ഒരു കഥ തുടങ്ങുന്നത്. എബ്രഹാമിന്റെ മോശയുടെയും ദൈവം തന്റെ ആരാധകർക്ക് വാഗ്ദാനം ചെയ്തത് ഇഹലോകത്തെ സമൃദ്ധിയായിരുന്നു. അതാണ് പ്രധാനം. ഇവിടെ ഫ്ലാഷ് ബാക്ക് കഥ, മുഹമ്മദ് അവതരിപ്പിക്കുന്ന ഫ്ലാഷ് ബാക്ക് കഥയില് എല്ലാവർക്കും ഓഫർ ചെയ്യുന്നത് പരലോകമാണ്. പക്ഷെ അങ്ങനെയല്ല. മോശയുടെ ദൈവവും എബ്രഹാമിന്റെ ദൈവം പറഞ്ഞത്, ഞാൻ പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുന്ന ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് അവിടെ ഒരു രാജ്യം തരാം, അവിടെ നിങ്ങൾക്ക് രാജപദവി തരാം, അവിടെ നിങ്ങൾക്ക് അഭിവൃദ്ധിയുള്ള ഒരു രാജ്യം തരാം എന്നാണ് വാഗ്ദാനം. ഇഹലോകത്ത് ആണ് ഓഫർ. അതുപോലെ തന്നെ മോശയോടും അവിടുന്ന് ഇറക്കിക്കൊണ്ടുവരുമ്പോ ഈ കാനാൻ ദേശത്ത് വന്ന് பார்ത്താൽ നിങ്ങൾക്ക് ഞാൻ അവിടെ സമൃദ്ധി തരാം, നിങ്ങൾക്ക് അവിടെ സമാധാനമായി സന്തോഷത്തോടെ ജീവിക്കാം. അതാണ് ദൈവത്തിന്റെ വാഗ്ദത്ത ഭൂമിയിലേക്കാണ് ഈ പ്രവാചകന്മാരെയും ഗോത്രങ്ങളെയും നയിച്ചത്. ആ വാഗ്ദത്ത ഭൂമിയാണ് ഇന്ന് ഇസ്രായേൽ എന്ന് പറഞ്ഞിട്ട് ജൂതന്മാര് പിടിച്ച് കയ്യിൽ വെച്ചത്. പക്ഷെ മുഹമ്മദിന്റെ ദൈവം ഇഹലോക സമൃദ്ധി അല്ല ഓഫർ ചെയ്യുന്നത്. കാരണം മുഹമ്മദിന്റെ ദൈവം യുദ്ധത്തിന്റെ ദൈവമാണ്. യുദ്ധത്തിന് പോകുന്ന മനുഷ്യന്മാർക്ക് ഇഹലോകം അല്ല കിട്ടാൻ പോകുന്നത്. കാരണം അവർ മരിക്കാൻ തയ്യാറായിട്ടാണ് യുദ്ധത്തിന് പോകുന്നത്. അപ്പൊ മരിക്കാൻ തയ്യാറായി പോകാൻ ഇവരെ പ്രേരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ഓഫർ ചെയ്യുന്നത്, നിങ്ങൾ നേരെ മരിച്ചു എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കള്ളും മണ്ണും തരാം. അവിടെ പരലോകം ഓഫർ ചെയ്തുകൊണ്ട് യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്ന വേറെ ഒരു ദൈവത്തിനെയാണ് നമ്മൾ കാണുന്നത്. ഇഹലോക സമൃദ്ധി ഓഫർ ചെയ്യുന്ന എബ്രഹാമിന്റെയും മോശയുടെയും ദൈവവും പരലോക സമൃദ്ധി ഓഫർ ചെയ്യുന്ന മുഹമ്മദിന്റെ ദൈവവും ഒന്നല്ല, 2 പ്രത്യേക തരം ഗോത്ര ദൈവങ്ങളാണ്. പക്ഷെ ഫ്ലാഷ് ബാക്ക് കഥ പറഞ്ഞപ്പോ ഇതെല്ലാം ഒന്നാക്കി മാറ്റുകയാണ് ചെയ്തത്. ഈ പേഗൻ അപരിഷ്കൃത പേഗൻ നാടോടി ഗോത്ര മനുഷ്യരുടെ ഗോത്ര ദൈവങ്ങളെ പിന്നീട് ഗോത്രങ്ങൾ പ്രബലമായപ്പോൾ, ശക്തമായപ്പോൾ, ഗോത്രങ്ങൾ വികസിച്ച് വലുതായപ്പോൾ ആ ഗോത്ര ദൈവങ്ങളെ ശക്തമായ ഏകദൈവങ്ങളാക്കി ഊതി വീർപ്പിച്ച് വികസിപ്പിക്കുകയാണ് സെമിറ്റിക് മതങ്ങൾ ചെയ്തത്. ദൈവങ്ങളുടെ എണ്ണം കുറഞ്ഞെങ്കിലും ഈ ദൈവങ്ങളുടെ ഗുണനിലവാരം കുറഞ്ഞിട്ടില്ല. അതാണ് ഞാൻ അള്ളാഹു എന്ന പ്രസന്റേഷനിൽ അള്ളാഹുവിന്റെ ഗുണനിലവാരമാണ് ഞാൻ പറഞ്ഞത്. മൂപ്പർക്ക് വേണ്ടത് പഴയ ഗോത്രകാലത്തെ ദൈവങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. അല്ലാതെ ഒരു ആധുനിക പരിഷ്കൃത ദൈവത്തിന് വേണ്ട കാര്യങ്ങളൊന്നും അല്ല ഈ ബൈബിളിലും ഖുർആനിലും ഈ ദൈവങ്ങൾ പറയുന്നു. ഈ അബ്രഹാമും ഇസ്ഹാഖും യഥാർത്ഥത്തിൽ ഏകദൈവ വിശ്വാസികൾ പോലും ആയിരുന്നില്ല എന്നാണ് പുതിയ പഠനങ്ങൾ
തെളിയിക്കും. കാരണം അവര് സ്വന്തം ഗോത്ര ദൈവത്തെ ശക്തമായ ഒരു ദൈവമായി സ്വയം സ്വീകരിച്ചിരുന്നെങ്കിലും മറ്റു ദൈവങ്ങളെ പൂർണ്ണമായും നിഷേധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവരെ ഒന്നും ഒരു മോണോത്തിസ്റ്റുകളായിട്ട് പോലും കണക്കാക്കാൻ പറ്റില്ല എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ഈ ദൈവത്തിന്റെ ഒരു ചരിത്രം ഏറെ യുക്തിസഹമായി രചിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് ഹിസ്റ്ററി ഓഫ് ഗോഡ് എന്ന് പറയുന്ന കാരൻ ആംസ്ട്രോങ്ങിന്റെ പുസ്തകം. ഇവര് ഒരു കന്യാസ്ത്രീയായിരുന്നു, ബ്രിട്ടനിലെ ഒരു കന്യാസ്ത്രീയായിരുന്നു. കന്യാമഠത്തിൽ നിന്നും കന്യാസ്ത്രീ പട്ടൊക്കെ ഉപേക്ഷിച്ച് പുറത്തു കടന്നിട്ട് അവര് തിയോളജി പഠിക്കാൻ പോയി. അങ്ങനെ പഠിച്ചിട്ട് ഈ ദൈവത്തിന്റെ ചരിത്രം അന്വേഷിച്ച് എഴുതിയ പുസ്തകമാണ് ഈ ഹിസ്റ്ററി ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. ഞാൻ കുറച്ച് കാര്യങ്ങൾ ഈ പുസ്തകത്തെ അവലംബിച്ചാണ് ഇവിടെ പറയാൻ ശ്രമിച്ചത്. അവര് എത്തിസ്റ്റ് ഒന്നല്ല, പക്ഷെ അവര് ഒരു ദൈവാന്വേഷക തന്നെയാണ്. പക്ഷെ വളരെ യുക്തിസഹമായിട്ട് ദൈവങ്ങൾ എങ്ങനെയാണ് മനുഷ്യരുടെ മനസ്സിൽ രൂപപ്പെട്ടു വന്നത് എന്നതിന്റെ ചരിത്രം അവര് എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കാര്യങ്ങളുടെ ചുരുക്കം ഇതാണ്. പ്രാകൃത മനുഷ്യന്റെ ഭാവനാ വൈകൃതങ്ങളാണ് ഈ മതകഥകളും മതദൈവങ്ങളും. ആ കാലഘട്ടത്തിൽ മനുഷ്യർക്ക് ഈ ദൈവങ്ങളെ ആവശ്യമായിരുന്നു. എന്തിന്? കൃഷിക്കാർക്ക് വിളവ് വർദ്ധിപ്പിക്കാൻ ദൈവം ആവശ്യമായിരുന്നു. അല്ലാതെ സ്വയം നേരത്തെ പറഞ്ഞതുപോലെ കീടനാശിനി രാസവളമൊന്നും സംഭാവന ചെയ്യാനുള്ള ശാസ്ത്രം അന്ന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കൃഷിക്കാർക്ക് കൃഷി നന്നായിട്ട് ഉണ്ടാവണമെങ്കിൽ ദൈവത്തെ ആശ്രയിക്കല്ലാതെ നിവൃത്തിയില്ലായിരുന്നു. അണക്കെട്ടും പിന്നെ ഇറിഗേഷനും ഡ്രിപ്പ് ഇറിഗേഷനും ഒന്നും ഇല്ല. അന്ന് ആകാശത്ത് നിന്ന് മഴ പെയ്തെങ്കിൽ മാത്രമേ കൃഷി നടക്കുള്ളൂ. ആകാശത്ത് നിന്ന് മഴ പെയ്യണമെങ്കിൽ ആകാശത്തിരിക്കുന്ന ദൈവത്തിനോട് പറയല്ലാതെ വേറെ മഴയൊന്നുമില്ല. അതുകൊണ്ട് വിളവ് വർദ്ധിപ്പിക്കാൻ ഒരു ദൈവത്തിന്റെ സഹായം ആവശ്യമായിരുന്നു. വേട്ടയ്ക്ക് പോകുമ്പോൾ അന്നത്തെ വേട്ട വിജയിക്കണമെങ്കിൽ തിന്നാൻ പറ്റിയ ഒരു മൃഗത്തിനെ കിട്ടുകയും വേറെ മൃഗങ്ങൾ വന്ന് ആക്രമിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യണമെങ്കിൽ കാട്ടില് വേട്ടയ്ക്ക് പോകുമ്പോൾ ഒരു ദൈവത്തിന്റെ സഹായം ആവശ്യമുണ്ടായിരുന്നു. അല്ലാതെ അന്ന് CCTV ഒന്നുമില്ലല്ലോ. മരണത്തെ അതിജീവിക്കാൻ, രോഗങ്ങൾ പിടിപെട്ടിട്ടും പകർച്ചവ്യാധികൾ വന്നിട്ടും അപകടങ്ങൾ പറ്റിയിട്ടും മനുഷ്യൻ മരിക്കാതിരിക്കാൻ അന്ന് ആശുപത്രിയും സൂപ്പർ സ്പെഷ്യാലിറ്റിയും ഡോക്ടർമാരും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ദൈവത്തിനെ ആശ്രയിക്കല്ലാതെ നിവൃത്തി ഉണ്ടായിരുന്നില്ല. അവർ അതിനുവേണ്ടി അവരവരുടെ ഗോത്ര ദൈവങ്ങളെ ആശ്രയിച്ചു. യുദ്ധത്തിന് പോകുമ്പോ യുദ്ധം ജയിക്കാൻ അന്ന് ആറ്റബോംബും തോക്കൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ ശാസ്ത്രം ഉണ്ടായിരുന്നില്ല. ഉള്ള സാധനം വെച്ചിട്ട് കുന്തം കൊണ്ടും വാളുകൊണ്ടും വെട്ടിയിട്ട് വേണം ജയിക്കാൻ. അപ്പോ ദൈവത്തിന്റെ കൂടെ സഹായം ഉണ്ടെങ്കിലേ മറ്റേ ഗോത്രത്തിനെ തോൽപ്പിക്കാൻ പറ്റുമായിരുന്നുള്ളൂ. അപ്പൊ രണ്ട് ഗോത്ര ദൈവങ്ങൾ രണ്ട് പക്ഷത്തും ചേർന്നുകൊണ്ട് ഇവരോടൊപ്പം യുദ്ധം ചെയ്തു. അതിൽ പ്രബല ഗോത്രം ജയിക്കും. അപ്പൊ പ്രബല ഗോത്രത്തിന്റെ ദൈവവും ജയിക്കും, മറ്റേ ദൈവം തോൽക്കും. അങ്ങനെയായിരുന്നു. മരുഭൂമിയിൽ പലായനം ചെയ്യുമ്പോൾ ഒരു ലക്ഷ്യസ്ഥാനത്തെത്താൻ അന്ന് വഴി കാണിച്ചു കൊടുക്കാൻ ആകാശത്തിരിക്കുന്ന ദൈവങ്ങളല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കൂടുതൽ സമൃദ്ധിയുള്ള ദേശങ്ങൾ തേടിയുള്ള പലായനത്തിന് അന്ന് ദൈവങ്ങളെ ആശ്രയിച്ചു. കടലിൽ കപ്പലോടിക്കാൻ ദൈവസഹായമില്ലാതെ നിവൃത്തി ഉണ്ടായിരുന്നില്ല. അതാണ് ഖുർആനിൽ പറയുന്നത്, നിങ്ങളുടെ കപ്പലുണ്ടല്ലോ നിന്റെ കാറ്റം നിർത്തിയാൽ അവിടെ നിൽക്കുന്നതാണ് ദൈവം പറയുന്നത്. ശരിയാണ്. കാരണം ഇത് പറയുന്ന കാലത്ത് കപ്പലോടണമെങ്കിൽ ദൈവത്തിന്റെ കാറ്റ് വേണം. ദൈവത്തിന്റെ കാറ്റ് പോയാൽ കപ്പലവിടെ നിൽക്കും. അല്ലെങ്കിൽ കാറ്റ് കൂടുതലായാൽ നിങ്ങളെ കപ്പല് ഞാൻ തകർക്കും എന്ന് പറയുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ വലിയ കാറ്റ് വന്നാൽ തകരുകയും കാറ്റ് തീരെ വന്നില്ലെങ്കിൽ നിന്നു പോവുകയും ചെയ്യുന്ന പായ്ക്കപ്പലേ എന്നുള്ളൂ. അത് നോക്കിയിട്ടാണ് ദൈവം ഈ വർത്താനം പറയുന്നത്. പക്ഷെ ഇന്ന് 3ാം ക്ലാസ്സിലെ കുട്ടി ഇത് വായിച്ചാൽ ആ ദൈവത്തിന്റെ മുഖത്ത് നോക്കി ചിരിക്കും. കാലം മാറിയത് ദൈവം അറിഞ്ഞിട്ടില്ല, പക്ഷെ നമ്മൾ അറിഞ്ഞുകൊണ്ടാണ്. ആരാധനയ്ക്കായി ഭീഷണി മുഴക്കുകയും ആരാധന അന്യദൈവങ്ങൾക്ക് പോയാൽ കോപം കൊണ്ട് വിറക്കുകയും ഊട്ടക്കൊലവരെ നടത്തുകയും നരബലി ചോദിക്കുകയും മൃഗബലിയെങ്കിലും കിട്ടിയാൽ തൃപ്തി അടയുകയും ഒക്കെ ചെയ്യുന്ന ദൈവങ്ങളും ഇമാതിരി കഥകളുമായി വരുന്ന മതങ്ങളും ഒക്കെ മനുഷ്യന്റെ സൃഷ്ടിയാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാമാന്യ ബുദ്ധിമതി, ഇച്ചിരി ബുദ്ധിമതി. പക്ഷെ വിശ്വാസികൾക്ക് മനസ്സിലാവില്ല. അതാണ് സംഭവം. അപ്പോഴാണ് മതം മനുഷ്യനിർമ്മിതമാണ് എന്ന് ഞങ്ങൾ സമ്മതിക്കാം, പക്ഷെ എന്നാലും ഒരു ദൈവം ഉണ്ടായിക്കൂടെ എന്ന് പറഞ്ഞിട്ട് പുതിയ മതേതര ദൈവത്തിനെ നമ്മുടെ മുമ്പിൽ കൊണ്ടു. ഞാൻ ഇതുവരെ പറഞ്ഞത് പ്രാകൃത മനുഷ്യന്റെ മതമില്ലാത്ത ദൈവങ്ങളെ കുറിച്ചായിരുന്നെങ്കിൽ ഇനി ഞാൻ പറയാൻ പോകുന്നത് ആധുനിക മനുഷ്യൻ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന മതമില്ലാത്ത ദൈവത്തിനെ. കൊണ്ടുവരാൻ കാരണം മതമുള്ള ദൈവത്തിനെ കൊണ്ടുവന്നാല് ദേശം ക്ഷീണമാണ്.
കാരണം നമ്മളൊക്കെ കളിയാക്കി കളയും. അപ്പൊ കളിയാക്കാതിരിക്കണമെങ്കിൽ അല്ലെങ്കിൽ വിമർശനങ്ങളിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഈ മതദൈവങ്ങളെ തൽക്കാലം ചാക്കിൽ കെട്ടിവെച്ചിട്ട് മതമില്ലാത്ത ഒരു പുതിയ ദൈവത്തിനെ നമ്മുടെ മുമ്പിലേക്ക് തർപ്പിക്കാൻ വേണ്ടി കൊണ്ടുവരണം. ഇനി ഞാൻ പറയാൻ പോകുന്നത് ആ ദൈവത്തിനെ കുറിച്ചാണ്. ഇന്നത്തെ മനുഷ്യന് ദൈവവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് വിഭാഗങ്ങളിൽ പെട്ടുകിടക്കാണ് വിശ്വാസികൾ. ഞാൻ എറണാകുളത്ത് വിശദമായി പറഞ്ഞൊരു കാര്യമാണ്, ഒന്നുകൂടി ചുരുക്കി പറയാം. ഇന്നത്തെ ദൈവവിശ്വാസികളിൽ ഒരു വിഭാഗം ആളുകൾ, അല്ലെങ്കിൽ ഏറ്റവും എണ്ണത്തിൽ കൂടുതലുള്ള വിഭാഗം എന്ന് പറയുന്നത് തീസ്റ്റ് എന്ന് പറയുന്ന വിഭാഗം മതദൈവങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. ഒരു തർക്കിക്കാൻ വരുമ്പോൾ തൽക്കാലം തീസം വിട്ടിട്ട് ഡെയിസത്തിലേക്ക് മാറും. എന്താ ഡെയിസം എന്ന് പറഞ്ഞാല്? ഡെയിസം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിന് ഒരു തുടക്കക്കാരൻ ഉണ്ട്. ആ തുടക്കക്കാരനായ ശക്തി പ്രപഞ്ചത്തിന് നിലനിൽക്കാനും ചലിക്കാനും വേണ്ട എല്ലാ പ്രപഞ്ച നിയമങ്ങളും ഉണ്ടാക്കി അപ്ലൈ ചെയ്യും. ഇത്രയും. പിന്നെ എന്ത് എന്നത് അറിയില്ല, അല്ലെങ്കിൽ ആ ദൈവം ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ല എന്നുള്ളതും വിഷയമല്ല. ഇത് ഉണ്ടാക്കാൻ ഒരാൾ വേണം. ഉണ്ടാക്കിയപ്പോൾ ഇതിന് മുന്നോട്ട് പോകാൻ വേണ്ട എല്ലാ ഏർപ്പാടുകളും പ്രോഗ്രാം ചെയ്തു. അതല്ലാതെ ഇന്ന് കുത്തിയിരുന്നിട്ട് ഓരോ കാര്യങ്ങളും മൂപ്പര് മോണിറ്റർ ചെയ്യാൻ നിയന്ത്രിക്കുകയൊന്നും ചെയ്യുന്നില്ല. ഇതൊക്കെ ഇതുപോലെ നിലനിൽക്കാനും ഇതുപോലെ സഞ്ചരിക്കാനും പ്രപഞ്ചം ഇതുപോലെ ചൈതന്യവത്തായി മുന്നോട്ട് പോകാനും ആവശ്യമായ പ്രകൃതി നിയമങ്ങൾ അല്ലെങ്കിൽ പ്രപഞ്ച നിയമങ്ങൾ എല്ലാം ഉണ്ടാക്കി പ്രപഞ്ചത്തിനകത്ത് പ്രോഗ്രാം ചെയ്ത് വെച്ച് ഇത് സൃഷ്ടിച്ച ഒരു ശക്തി ഉണ്ട് എന്ന് മാത്രം വിശ്വസിക്കുന്ന ആ വിശ്വാസത്തിനാണ് ഡെയിസം എന്ന് പറയുന്നത്. അങ്ങനെ വിശ്വസിക്കുന്നവരാണ് ഡെയിസ്റ്റ് എന്ന് പറയുന്നത്. ഈ തീസ്റ്റായ മതവിശ്വാസി യുക്തിവാദിയോട് തർക്കിക്കാൻ വരുമ്പോൾ തൽക്കാലം അവന്റെ മതദൈവത്തെ കെട്ടിവെച്ചിട്ട് ഇവൻ ഡെയിസ്റ്റിന്റെ വേഷം കെട്ടിയിട്ടാണ് നമ്മുടെ അടുത്ത് വരുന്നത്. എന്നിട്ട് നമ്മൾ മതദൈവത്തെ കുറിച്ച് എന്തെങ്കിലും അങ്ങോട്ട് ചോദിച്ചാൽ അത് തമ്മിൽ നിൽക്കട്ടെ, നിങ്ങൾ ഇത് പറയേ, ഇതൊക്കെ ഉണ്ടാവണമെങ്കിൽ ഒരാൾ വേണ്ടേ? അപ്പൊ മഴ പെയ്യിക്കണമെങ്കിൽ ഒരു ആള് വേണ്ടേ എന്നാണ് ഖുർആനിൽ ചോദിക്കുന്നതെങ്കിൽ ഇപ്പൊ അത് പറഞ്ഞാൽ ശരിയാവില്ല. മഴ എങ്ങനെ പെയ്യുന്നത് 3ാം ക്ലാസ്സിലെ കുട്ടിക്ക് അറിയാം. അതുകൊണ്ട് എന്ത് പറയുന്നു? ഇതൊക്കെ പ്രോഗ്രാം ചെയ്ത ഒരാൾ വേണ്ടേ എന്ന് പറഞ്ഞിട്ട് മഴ പെയ്യുന്നിടത്തുനിന്ന് ദൈവത്തിനെ പിടിച്ചുകൊണ്ടുപോയിട്ട് എവിടെ കൊണ്ടുപോകുന്നു? പ്രപഞ്ചത്തിന്റെ അപ്പുറത്ത് കൊണ്ടുപോയിട്ട് അവിടെ ഇരുത്തുകയാണ്. പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിക്ക് മുമ്പ്, കാലത്തിന്റെ മുമ്പേക്ക് കൊണ്ടുപോയിട്ട് അവിടെ പ്രോഗ്രാം ചെയ്യുന്ന ഒരാളാക്കിയിട്ട് കൊണ്ടുവരിക. അപ്പൊ ഡെയിസ്റ്റ് ആയിട്ട് വേഷം കെട്ടിയിട്ടാണ് നമ്മുടെ അടുത്ത് തർക്കിക്കാൻ വരുന്നത്. പിന്നെ വേറൊരു വിഭാഗം ഈ നമുക്കൊന്നും അറിയില്ല, ചിലപ്പോൾ ഉണ്ടാവാം, ഇല്ലാതിരിക്കാൻ പറയുന്നത് അഗ്നോസ്റ്റിസം എന്ന് പറയുന്നത്. മറ്റൊരു വിഭാഗം പാൻതീസം എന്ന് പറയുന്നത്. പാൻതീസ്റ്റ് എന്ന് പറഞ്ഞാല് ദൈവം എന്ന് പറയുന്നതും പ്രപഞ്ചം എന്ന് പറയുന്നത് രണ്ടും ഒന്ന് തന്നെയാണ്, രണ്ടും രണ്ടല്ല. അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ തത്വമസി എന്നൊക്കെ പറയുന്ന ആ ഒരു രീതിയിലേക്ക് ദൈവവും പ്രപഞ്ചവും ഒക്കെ ഒന്നാണ്. പരമാത്മാവും ആത്മാവും ഈ പ്രപഞ്ചത്തിന്റെ ഭൗതിക സത്തയും അതിന്റെ ആത്മീയ ചൈതന്യവും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാചക കസർത്തുകൾ നടത്തിയിട്ട് പ്രപഞ്ചത്തെയും ദൈവത്തെയും രണ്ടല്ല എന്ന് പറയുന്ന ഒരു തരം വിശ്വാസത്തിനാണ് പാൻതീസം എന്ന് പറയുന്നത്. പിന്നെ എത്തീസം എന്ന് പറഞ്ഞാൽ ദൈവം ഇല്ല എന്ന് കട്ടായം പറയുന്ന കൂടെയാണ് എത്തിസ്റ്റുകൾ എന്ന് പറയുന്നത്. ഇനി ഇപ്പോ നമ്മളോടൊക്കെ തർക്കിക്കാൻ വരുമ്പോ ഇവര് ആൽബർട്ട് ഐൻസ്റ്റീന്റെ ദൈവത്തിനൊക്കെ കൊണ്ടുവരും. ആൽബർട്ട് ഐൻസ്റ്റീൻ ഈ പാൻതിസ്റ്റ് ആണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ സ്പിനോസയുടെ ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്. സ്പിനോസയുടെ ദൈവം എന്ന് പറയുന്നത് പാൻതിസമാണ്. അതായത് പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങൾക്ക്, സ്ഥൂലവും സൂക്ഷ്മവുമായ സർവചരാചരങ്ങളുടെയും ഉള്ളിൽ അഭിരമിക്കുന്ന ഒരു ചൈതന്യം എന്ന അർത്ഥത്തിൽ മാത്രം, പ്രപഞ്ചത്തിന്റെ ചൈതന്യം എന്ന അർത്ഥത്തിൽ മാത്രം ഈശ്വരനെ കണ്ടിരുന്ന ഒരു ദാർശനികമായ ഉന്നത തലത്തിലുള്ള വിശ്വാസത്തെയാണ് പാൻതിസം എന്ന് പറയുന്നത്. ഈ ആൽബർട്ട് ഐൻസ്റ്റീനൊക്കെ അത്തരം വിശ്വാസികളായിരുന്നു. കുറെ ആളുകൾ അത്തരം വിശ്വാസികളാണ്. ഇന്നത്തെ വലിയ വലിയ ബുദ്ധിജീവികളുടെ കൂട്ടത്തിലും ഇത്തരം വിശ്വാസികൾ ഒരുപാടുണ്ട്. ഇപ്പോ ഒരു നിവൃത്തിയില്ലെങ്കിൽ പാൻതിസം പറഞ്ഞിട്ടാണ് നമ്മുടെ അടുത്തേക്ക് മതവിശ്വാസി തർക്കിക്കാൻ വേണ്ടി. ഇനി വ്യാഖ്യാനങ്ങൾ കൊണ്ട് ഡെയിസത്തിലേക്കും പാൻതിസത്തിലേക്കും നമ്മളെ കൊണ്ടുപോവുകയാണെങ്കിൽ അതേ വ്യാഖ്യാന കസർത്ത് കൊണ്ട് ഇവരുടെയൊക്കെ മതഗ്രന്ഥങ്ങൾ അനുസരിച്ച് തന്നെ നമുക്ക് ഇവരുടെ ദൈവങ്ങളെ കാറ്റാക്കി മാറ്റാം. ഇപ്പൊ ഖുർആനിൽ അല്ലാഹു ആകാശ
പക്ഷികൾ പറക്കുമ്പോൾ താഴെ വീഴാതിരിക്കാൻ കാരണം അള്ളാഹു പിടിച്ചു നിർത്തുന്നു എന്ന് പറയുന്നുണ്ട്. തേനീച്ചകൾ കൂടുണ്ടാക്കാൻ കാരണം തേനീച്ചകൾക്ക് അള്ളാഹു വഹി നൽകുന്നു എന്ന് പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ തന്നെയാണ് അള്ളാഹു മുഹമ്മദ് നബിക്ക് വഹി നൽകിയെന്ന് പറയുന്നത്. ഈ നാലെണ്ണത്തിനെ നമ്മൾ ഒരു ഡേസ്റ്റിന്റെ അഭ്യാസം അനുസരിച്ചൊന്ന് വ്യാഖ്യാനിച്ചാൽ എങ്ങനെയിരിക്കും? അള്ളാഹു ആകാശത്ത് നിന്ന് മഴ പെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആകാശത്ത് നിന്ന് മഴ പെയ്യുന്നതിന്റെ കുട്ടൻസ് എന്താണെന്ന് 3ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിക്കറിയാം. ആകാശത്ത് നിന്നല്ല മഴ പെയ്യുന്നത്, മഴ ഭൂമിയിൽ നിന്നാണ് പെയ്യുന്നത്. ഈ മഴ പെയ്യുന്ന അന്തരീക്ഷ വായു കൂടി ഉൾക്കൊള്ളുന്നതാണ് ഭൂമി. ആകാശം എന്ന് പറഞ്ഞാൽ അതിന്റെ എത്ര മേലെയാണ്. അപ്പൊ ഈ ഭൂമിയിലുള്ള വെള്ളം, ഭൂമിയിൽ തന്നെയുള്ള അന്തരീക്ഷ വായുവിലെ ജലകണികകൾ ഈ വായുവിന്റെ കണികകൾക്കിടയിൽ കലർന്ന് അതിന്റെ ഹ്യൂമിഡിറ്റി ഒരു പ്രത്യേക രീതിയിൽ വർദ്ധിക്കുമ്പോൾ അത് തണുത്തിട്ട് അത് വീണ്ടും ജലകണികകളായി ഭൂമിയുടെ ഗുരുത്വബലത്തിന്റെ ഫലമായിട്ട് ഭൂമിയിലേക്ക് തന്നെ പതിക്കുന്നതിനാണ് മഴ എന്ന് നമ്മൾ പറയുന്നതെങ്കിൽ അള്ളാഹു മഴ ഇറക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അള്ളാഹു എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന പ്രകൃതി നിയമങ്ങളാണ് അല്ലെ? ഈ വായുവിന്റെ ഹ്യൂമിഡിറ്റി, വെള്ളത്തിന്റെ അവസ്ഥാ വ്യത്യാസം, ഭൂമിയുടെ ഗുരുത്വബലം, ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള മഴ പെയ്യിക്കുന്ന ഒരു പ്രകൃതി പ്രതിഭാസത്തിന്റെ പേര് മാത്രമാണ് അള്ളാഹു എന്ന് വരും. അള്ളാഹു മഴ ഇറക്കുന്നു എന്ന് പറഞ്ഞാൽ അപ്പൊ ഇവര് പറയാം അങ്ങനെയല്ല, ഇതൊക്കെ ഏർപ്പാട് ചെയ്ത് ആദ്യം പ്രോഗ്രാം ചെയ്തു വെച്ച ഒരാളില്ലേ, അതാണ് അള്ളാഹു. അപ്പൊ അവിടെ എവിടെ എത്തി? നമ്മൾ ഡേസത്തിലെത്തി. അതാണ് ഡേസം. അപ്പൊ ഇപ്പൊ അള്ളാഹു മഴ പെയ്യുന്നിടത്തൊന്നുമില്ല. ഇപ്പൊ അള്ളാഹു മഴക്കാരനാട്ടി തൊലിക്കുക അല്ലെങ്കിൽ വെള്ളം വാർന്നു തരുന്നില്ല. ഇപ്പൊ മൂപ്പര് എവിടെ വെള്ളമുറങ്ങാണ്. പക്ഷെ മൂപ്പര് നേരത്തെ പ്രോഗ്രാം ചെയ്ത പ്രകൃതി നിയമങ്ങൾ അനുസരിച്ച് മഴ പെയ്യുന്നു എന്ന് മാത്രമേ ഇതിന് അർത്ഥമുള്ളൂ എന്നാണ് വ്യാഖ്യാനം. ഓക്കെ, പക്ഷികളെ അള്ളാഹു പിടിച്ചു നിർത്തുന്നു പറയുമ്പോൾ ആരാണ് അള്ളാഹു? വേറെ ആരുമല്ല, വായുവിന്റെ മർദ്ദമാണ്. വായുവിന്റെ മർദ്ദം കൊണ്ടാണ് പക്ഷി താഴെ വീഴാതെ പറക്കുന്നത്. അപ്പൊ അള്ളാഹു പക്ഷിയെ പിടിച്ചു നിർത്തുന്നു എന്ന് ഖുർആനിൽ പറഞ്ഞാൽ അതിന്റെ അർത്ഥം അള്ളാഹു എന്ന് പറഞ്ഞാൽ വായുമർദ്ദമാണ് എന്നാണ് അതിന്റെ അർത്ഥം. അത് നിങ്ങൾ സംഭവിക്കില്ല. അപ്പൊ നിങ്ങൾ പറയില്ല വായുമർദ്ദത്തെ ഉണ്ടാക്കി പ്രോഗ്രാം ചെയ്ത ഒരാളുണ്ട്, അയാളാണ് അള്ളാഹു. ശരി, അപ്പൊ ഡേസമായി തീസം വിട്ടു. ഇനി തേനീച്ചകൾക്ക് അള്ളാഹു കൂടുണ്ടാക്കാൻ വഹി ഇറക്കി കൊടുക്കുന്നു എന്നാണ്. ഓരോ തേനീച്ചന്റെയും പിന്നാലെ അള്ളാഹു പോയിട്ട് അങ്ങനെ കൂടുണ്ടാക്കിക്കോ അങ്ങനെ കൂടുണ്ടാക്കിക്കോ പറഞ്ഞിട്ട് വഹി ഇങ്ങനെ ചെവിയിൽ ഇറക്കി കൊടുക്കലല്ലോ. പിന്നെന്താ ചെയ്തത്? തേനീച്ചയുടെ ജനിതക ഘടനയിൽ കൂടുണ്ടാക്കാൻ ആവശ്യമായ ജന്മവാസന പ്രോഗ്രാം ചെയ്തു എന്ന് മാത്രമേ ഇതിനർത്ഥം പറയാൻ പറ്റുള്ളൂ. അപ്പൊ തേനീച്ചക്ക് വഹി നൽകുന്നു അല്ലാഹു കൂടുണ്ടാക്കാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തേനീച്ച എന്ന ജീവിയുടെ ജനിതക ഘടനയിൽ കൂടുണ്ടാക്കാൻ ആവശ്യമായ ജന്മവാസന പ്രോഗ്രാം ചെയ്യപ്പെട്ടു എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അപ്പോൾ അള്ളാഹു എവിടെ പോയി? പ്രോഗ്രാം ചെയ്യുന്ന ആളായിട്ട് പ്രപഞ്ചത്തിന്റെ അപ്പുറത്തേക്ക് പോയി ഡെയ്സം വന്നു. ഇനി ഇതേ അർത്ഥത്തിൽ അള്ളാഹു മുഹമ്മദിന് വഹി നൽകി എന്നുള്ളതിനെ വ്യാഖ്യാനിച്ചാൽ എങ്ങനെ ഉണ്ടാവും? മുഹമ്മദ് എന്ന് പറയുന്ന ഒരു മനുഷ്യന് തലച്ചോറ് പ്രോഗ്രാം ചെയ്തു കൊടുത്തു. ആ തലച്ചോറിൽ നിന്ന് മുഹമ്മദിന്റെ ആശയങ്ങൾ അയാൾക്ക് പറയാനും ആവിഷ്കരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ പ്രോഗ്രാം ചെയ്തു കൊടുത്തു. മൂപ്പരെ തലച്ചോറിൽ തോന്നിയ കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഇതിന് അർത്ഥമുള്ളൂ. അപ്പൊ തേനീച്ചക്ക് കൂടുണ്ടാക്കാൻ വഹി ഇറക്കി കൊടുത്തതുപോലെ തന്നെ മുഹമ്മദ് നബിക്ക് ഖുർആൻ ഇറക്കാൻ വഹി ഇറക്കി കൊടുത്തു എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിക്ക് അയാളുടെ ബുദ്ധിയിൽ നിന്ന് അയാൾക്ക് തോന്നിയ കാര്യങ്ങൾ, പറയാൻ വേണ്ട കാര്യങ്ങൾ പ്രകൃതി നിയമം അനുസരിച്ച് പ്രോഗ്രാം ചെയ്തു എന്നേ അർത്ഥമുള്ളൂ. അങ്ങനെയാണെങ്കിൽ ജബ്ബാർ മാഷ് ഇവിടെ നടത്തിയ ഈ പ്രഭാഷണം അള്ളാഹു വഹി ഇറക്കി തന്നാണ്. കൈയൊട്ടണ്ട, നിങ്ങളൊക്കെ പറയുന്ന എല്ലാ നാട്ടുവർത്താനം അള്ളാഹുവിന്റെ വഹിയാണ്. നിങ്ങൾ നിങ്ങളെ ഭാര്യയോട് വർത്താനം പറയുന്നത് അള്ളാഹുവിന്റെ വഹിയാണ്. കാരണം നിങ്ങൾക്ക് ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ, വർത്താനം പറയാൻ, ഭാഷ ഉണ്ടാക്കാൻ, നിങ്ങളുടെ ആശയങ്ങൾ ആവിഷ്കരിക്കാനൊക്കെ ആവശ്യമായിട്ടുള്ള തലച്ചോറ് നിങ്ങൾക്ക് പ്രോഗ്രാം ചെയ്ത് തന്നു എന്ന് മാത്രമേ ഈ വഹി ഇറക്കി എന്നതിന് അർത്ഥമുള്ളൂ. അപ്പൊ അള്ളാഹു എവിടെ എത്തി? മതദൈവം പൊളിഞ്ഞു, മതം അർത്ഥശൂന്യമായി മാറി. ഈ വ്യാഖ്യാനങ്ങൾ, അപ്പോ വ്യാഖ്യാനം കൊണ്ട് വെളുപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ പ്രശ്നം എന്താണ്? നമുക്ക് സൗകര്യമുള്ളതിനെ മാത്രം നമ്മൾ ആലങ്കാരികമായിട്ട് വ്യാഖ്യാനിക്കുകയും നമുക്ക് ആവശ്യം കൊടുത്ത് നമ്മൾ അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിക്കുകയും ചെയ്താൽ എവിടെയാണ് ഇതിന്റെ അതിർവരമ്പ്? ആരാണ് ഇതിന്റെ അതിർവരമ്പ് നിശ്ചയിക്കുക? ഏതൊക്കെയാണ് ആലങ്കാരികമായിട്ടുള്ള
പ്രയോഗം, ഏതൊക്കെയാണ് അക്ഷരാർത്ഥത്തിൽ എടുക്കേണ്ടത് എന്ന് ആരാ നിശ്ചയിക്കുക? ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? മതവിശ്വാസികൾ ഓരോരുത്തർ അവനവൻ ഫാക്ടറികൾ, വ്യാഖ്യാന ഫാക്ടറികളാണ്, അവനവൻ വ്യാഖ്യാന ഫാക്ടറികളാണ് ഓരോരുത്തരും ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും വഹിയറിയാം. ഒരു ഖുർആൻ വാക്യത്തിന് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വ്യാഖ്യാനം കൊണ്ട് 10 ആളുകൾ, ചിലർക്ക് 15 വ്യാഖ്യാനമാണ് കാണുന്നത്. അവനവൻ തോന്നിയപോലെ ഓരോരുത്തരും വ്യാഖ്യാനിക്കുക. അങ്ങനെ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ പിന്നെ പടച്ചോന് ഇത്താവറക്കി എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. പടച്ചോന് ഇപ്പോൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ ഈ പ്രസവമൊക്കെ പടച്ചോന് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അത്രയും അർത്ഥമുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇനി ആധുനിക ടേസ്റ്റ് വേഷത്തിൽ വരുന്ന മതവിശ്വാസി നമ്മളോട് സ്ഥിരം ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ ഞാൻ ആവർത്തിച്ച് മറുപടി പറയണം. കാരണം 100 തവണ മറുപടി പറഞ്ഞാലും പറഞ്ഞ മറുപടിയോടുള്ള പ്രതികരണം തീരെയില്ല. മറിച്ച് ആദ്യം പറഞ്ഞതിന്റെ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം, ആദ്യം ചോദിച്ചതിന്റെ പിന്നെ ചോദിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾക്ക് ആദ്യം പറഞ്ഞതിന്റെ വീണ്ടും പറയേണ്ടി വരും. നമ്മളൊരു മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ മറുപടിക്കുള്ള മറുവാദമോ മറുചോദ്യമോ അല്ലേ ഇവര് ഉന്നയിക്കേണ്ടത്. അതില്ല. പകരം പണ്ട് ചോദിച്ച അതേ ചോദ്യം നമ്മളോട് വീണ്ടും ചോദിക്കണം. അപ്പൊ അത്തരത്തിലുള്ള ചില ചോദ്യങ്ങൾ കൂടി നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന മറുപടി ഒന്നുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിക്കും. അതിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഒന്ന് മൊട്ടുസൂചി സിദ്ധാന്തം. ഒരു മൊട്ടുസൂചി ഉണ്ടാവണമെങ്കിൽ ഒരു സ്രഷ്ടാവ് വേണം. അപ്പൊ പിന്നെ ഇത്രയും വലിയൊരു പ്രപഞ്ചം ഉണ്ടാവണമെങ്കിൽ ഒരു സ്രഷ്ടാവ് ഇല്ലാണ്ട് പറ്റും എന്നാണ് ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇത്രയും സങ്കീർണമായ സംവിധാനം, ഇപ്പൊ നമ്മളെ കാണുന്നു, നമ്മുടെ ശരീരഘടനയൊക്കെ പറഞ്ഞിട്ട് എല്ലാം വിശദീകരിച്ച് ഇത്രയും സങ്കീർണമായ സംവിധാനങ്ങൾ ഉണ്ടാവണമെങ്കിൽ ഒരു ഡിസൈനർ, ഒരു ഇന്റലിജന്റ് ഡിസൈനർ അതിന്റെ പിന്നിൽ വർക്ക് ചെയ്യാതെ പറ്റൂ എന്നാണ് രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം, ഇത്രയും കൃത്യതയുള്ള വ്യവസ്ഥാപിതമായ ഒരു മഹാനിർമ്മിതിക്ക് പിന്നിൽ ബുദ്ധിമാനായ ഒരു ആസൂത്രകൻ അനിവാര്യമല്ല. ഒന്ന് സങ്കീർണതയാണെങ്കിൽ ഒന്ന് വ്യവസ്ഥാപിതവും കൃത്യതയുമാണ്. ഇത് വേണമെങ്കിൽ ഒരു നല്ല എഞ്ചിനീയർ വേണ്ടേ എന്നാണ് ചോദ്യം. പിന്നെ എല്ലാ കാര്യങ്ങൾക്കും ഒരു കാരണം വേണമെന്നിരിക്കെ ഈ മഹാപ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിക്കും ഒരു കാരണം വേണ്ടി വരില്ലേ? അപ്പൊ കാരണങ്ങളുടെ കാരണക്കാരൻ ആയി ദൈവത്തിന് അവിടെ ഒരു സ്പേസ് ഇല്ലേ എന്നാണ് ചോദ്യം. പിന്നെ 2 ചോദ്യങ്ങൾ ദൈവം ഉണ്ട് എന്നുള്ളതിന്റെ തെളിവല്ല, മറിച്ച് ദൈവം ഉണ്ടായാലുള്ള ഗുണം കാണുന്നതാണ്. അതായത് നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യവും അർത്ഥവും വേണം, അതുണ്ടാവണമെങ്കിൽ ദൈവം ഉണ്ടാവണം എന്നാണ് ഒരു വാദം. പിന്നെ നമ്മൾ നന്മ ചെയ്യുകയും തിന്മ ചെയ്യാതിരിക്കുകയും ചെയ്യണമെങ്കിൽ നമുക്ക് ദൈവവിശ്വാസം അനിവാര്യമാണ് എന്നതാണ് രണ്ടാമത്തെ വാദം. ഈ അവസാനം പറഞ്ഞ 2 വാദങ്ങളും ദൈവം ഉണ്ട് എന്നുള്ളതിന്റെ തെളിവല്ല, മറിച്ച് ദൈവം ഉണ്ടായാല് നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ചാല് നമുക്കുണ്ടാകാൻ പോകുന്ന ഗുണങ്ങളെ കുറിച്ചാണ് ഈ വാദം. അപ്പൊ അതിനെ 2 രീതിയിലാണ് നമ്മൾ കാണുന്നത്. ഇപ്പോ ഈ ഇന്നലെ കണ്ട് ഫേസ്ബുക്കിലൊക്കെ കണ്ട ഒരു കമന്റ് ആണ്, നമുക്ക് ഒരു ലക്ഷ്യസ്ഥാനമില്ലെങ്കിൽ വെറുതെ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നത്? പലരും ഇന്ന് പല തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് ദൈവം കാണുന്നുണ്ട് എന്ന ബോധം കൊണ്ടാണ്. യുക്തിവാദികൾക്ക് വിവാഹത്തെ പറ്റി എന്താണ് നിലപാട്? വിവാഹം ഒരു മതപരമായ ചടങ്ങല്ലേ, നമുക്ക് മൃഗങ്ങളെ പോലെ ആരുമായും ബന്ധപ്പെടാം. ഇതാണ് ഒരു മാസ്റ്റർ പീസ്, ബന്ധപ്പെടാമല്ലോ എന്നാണ്. മറ്റു മൃഗങ്ങളെ അപേക്ഷിച്ച് മനുഷ്യർക്ക് എന്തുകൊണ്ട് ഇത്രയും ഉന്നതിയിലെത്തി? ഒരു മൊട്ടുസൂചിയെങ്കിലും ഉണ്ടാക്കാൻ മറ്റു മൃഗങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ഈ ഭൂമി തന്നെ നിയന്ത്രിക്കാൻ മനുഷ്യൻ പ്രാപ്തനായത് എങ്ങനെ? നമ്മുടെ കണ്ണുകൊണ്ട് ഒരു നിശ്ചിത പരിധിവരെ മാത്രമേ കാണാൻ കഴിയൂ എന്ന് ശാസ്ത്രം പറയുമ്പോൾ എനിക്ക് കാണാൻ കഴിയാത്തതൊന്നും ഞാൻ വിശ്വസിക്കയില്ല എന്ന് പറയുന്നത് എത്രമാത്രം അർത്ഥശൂന്യമാണ്. 1000 വർഷം മുമ്പ് ആധുനിക സ്മാർട്ട് ഫോണുകളെ കുറിച്ച് അന്നത്തെ യുക്തിവാദികൾ പറഞ്ഞിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും അവർ പ്രതികരിക്കുക? ദൈവമില്ല എന്ന് പറയുന്നവർ ചില സമയങ്ങളിലൊക്കെ ദൈവത്തെ വെച്ച് പറയാറുണ്ട്. അത് മനുഷ്യന്റെ മനസ്സിൽ നിഷേധിച്ചാലും അലിഞ്ഞു ചേർന്ന് പോയിട്ടുണ്ട് എന്നൊക്കെയാണ് സംഭവങ്ങൾ. ഇവിടെ ദൈവം ഉണ്ടോ ഇല്ലേ എന്നുള്ള തർക്കം ഒരു ദൈക്ഷണിക തലത്തിലെ മലയാളി സമൂഹത്തിന് മുമ്പിൽ ആദ്യം അവതരിപ്പിക്കുന്നത് 130 വർഷം മുമ്പ് ചന്തുമേനോനാണ്. 130 വർഷം മുമ്പ് പ്രസിദ്ധീകരിച്ച ചന്തുമേനോന്റെ യുദ്ധലേഖയിലെ 18-ാം അധ്യായത്തിൽ ദൈവം ഉണ്ടോ ഇല്ലേ എന്നുള്ള ചർച്ചയാണ് നടക്കുന്നത്. എന്റെ കയ്യിലുണ്ട് യുദ്ധലേഖ, ഞാൻ വായിച്ച് പോരടിപ്പിക്കുന്നില്ല. അതിനകത്ത് 3 കഥാപാത്രങ്ങളെ കൊണ്ടാണ് 3 ആർഗ്യുമെന്റുകളെ സമർത്ഥിക്കാൻ ചന്തുമേനോൻ ശ്രമിച്ചിട്ടുണ്ട്. ഗോവിന്ദ പണിക്കർ,
മേനോനും മാധവനും തമ്മിലുള്ള സംഭാഷണം. ഗോവിന്ദപ്പണിക്കർ മാധവന്റെ അച്ഛനും ഗോവിന്ദൻകുട്ടി മേനോൻ സഹോദരനും ആണെന്ന് തോന്നുന്നു. ഏതായാലും ഈ ഗോവിന്ദൻകുട്ടി ഒരു യുക്തിവാദിയാണ്, ഒരു പക്ക നിരീശ്വരവാദിയാണ്. അങ്ങനെയാണ് അതിൽ കൊണ്ടുവരുന്നത്. അങ്ങനെ ഒരു പക്ക നിരീശ്വരവാദം സമർത്ഥിക്കാൻ വേണ്ടി ചാൾസ് കാർലൈയുടെ പുസ്തകവും സാഹിബിന്റെ പുസ്തകവും മറ്റേ ഇംഗർസോളിന്റെ പുസ്തകവും തോമസ് പൈന്റെ ബുക്കൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് സാഹിബ് ഇങ്ങനെ പറയുന്നു എന്നൊക്കെ പറഞ്ഞ് ഉദ്ധരിച്ചുകൊണ്ട് ദൈവമില്ല എന്നുള്ളതിന്റെ തെളിവുകളെല്ലാം നിരത്തി വാദിക്കുന്നു. ഗോവിന്ദപ്പണിക്കരാണെങ്കിൽ ഒരു പക്ക മത യാഥാസ്ഥിതികനായിട്ട് നമ്മളെ ഹിന്ദു പാരമ്പര്യത്തെ കുറിച്ച്, അതിന്റെ മഹത്വത്തെ കുറിച്ചും അതിനെ നിഷേധിച്ചാൽ ഉണ്ടാകുന്ന അപകടങ്ങളെ കുറിച്ചൊക്കെ പറയുന്ന ഒരു പക്ക യാഥാസ്ഥിതി. ഇതിന്റെ രണ്ടിന്റെയും നടുവിൽ നിന്നുകൊണ്ട് മാധവൻ എന്ന ചന്തുമേനോന്റെ ഇഷ്ട കഥാപാത്രം ദൈവം എന്ന വിഷയത്തില് പുള്ളി ഒരു ഈ ചന്തുമേനോന് പറയാനുള്ള കാര്യമൊക്കെ മൂപ്പർ പറയുന്നുണ്ട്. അതിൽ പറയുന്നത് ഇപ്പൊ നേരത്തെ നമ്മൾ വായിച്ച കമന്റിലൊക്കെ പറഞ്ഞ അതേ ആശയം തന്നെയാണ്. കുറച്ചുകൂടെ ഒരു ഭൗതിക നിലവാരമുള്ള ആർഗ്യുമെന്റ് ആണ്. എന്താ പറയുന്നത് വെച്ചാൽ ദൈവം ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊന്നും ആർക്കും തെളിയിക്കാനൊന്നും പറ്റില്ല. ഈ പറഞ്ഞ മാതിരി രണ്ടിനും രണ്ട് വശങ്ങളുണ്ട്. അത് രണ്ടും എടുത്ത് തർക്കിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഒരുപാട് ദൈവവിശ്വാസികളെ ദൈവവിശ്വാസത്തിൽ നിന്ന് അകറ്റാനൊക്കെ കഴിയുമായിരിക്കാം. പക്ഷേ മനുഷ്യർക്ക് ദൈവവിശ്വാസം നിലനിർത്തുന്നതാണ് നല്ലത്. കാരണം ദൈവവിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യർക്ക് ജീവിതത്തിന് ഈ പറഞ്ഞതുപോലെ ഒരു ലക്ഷ്യബോധമില്ലാതായി കുത്തഴിഞ്ഞതുപോലുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ പോകും. അത് മനുഷ്യർക്ക് ഗുണകരമല്ല എന്ന ഒരു ആശയം വളരെ വിശദമായി പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യുന്നതായിട്ടാണ് ഇതിനകത്ത് സംഭാഷണം കൊടുത്തിട്ടുള്ളത്. ഇപ്പോ ഈ മാധവൻ അവതരിപ്പിക്കുന്ന 130 കൊല്ലം മുമ്പ് ചന്തുമേനോൻ ഈ മാധവനിലൂടെ അവതരിപ്പിച്ച അതേ സാധനമാണ് ഇപ്പോ യുക്തിവാദികളുടെ നേരെ സോഷ്യൽ മീഡിയയിലും മറ്റും മതവിശ്വാസികൾ കൊണ്ടുവരുന്ന പ്രധാനപ്പെട്ട ആർഗ്യുമെന്റ്. അതായത് ദൈവം ഉണ്ടോ ഇല്ല എന്ന തർക്കമല്ല, ഉണ്ടാവുന്നതാണ് ഞങ്ങൾക്ക് നല്ലത് എന്ന വാദമാണ് ഇപ്പൊ കൊണ്ടുവരുന്നത്. ബാക്കി ഉണ്ട് എന്ന് തെളിയിക്കാനുള്ള എല്ലാ മരുന്നും ചീറ്റിപ്പോയി. ഇല്ലാതെ തെളിയിക്കാൻ നമ്മളോട് ഇങ്ങനെ ആവശ്യപ്പെടാണ്. ഉണ്ട് എന്ന് തെളിയിക്കാനുള്ള മരുന്നെല്ലാം ചീറ്റിപ്പോയപ്പോ ഉണ്ടാവുന്നതാണ് നല്ലത് എന്ന വാദമാണ് ഇപ്പൊ ഒരു ഉന്നയിക്കുന്നത്. ഇനി ഞാൻ ഈ വാദങ്ങളെ കുറിച്ചുള്ള എന്റെ ഒരു നിലപാട് പറയാം. എന്റെ നിലപാട് ചിലപ്പോ എല്ലാ യുക്തിവാദികളും അംഗീകരിച്ചോണമെന്നൊന്നുമില്ല. എന്റെ സ്വന്തം നിലപാടാണ്. അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നുണ്ട്. ഒന്ന്, ഇതൊരു സേഫ്റ്റി പിന്നാണ്. ഈ സേഫ്റ്റി പിൻ ഉണ്ടാവണമെങ്കിൽ ഒരു സ്രഷ്ടാവ് വേണം എന്ന് പറയുന്ന വാദം, അതിൽ രണ്ട് തെറ്റുണ്ടാവും. ഒന്ന്, സേഫ്റ്റി പിന്ന് ഒരു സൃഷ്ടി അല്ല. ഇവിടെ ദൈവം പ്രപഞ്ചം ഉണ്ടാക്കിയെന്ന് പറയുന്നിടത്ത സൃഷ്ടി എന്ന് പറയുന്നത് എന്താണ്? ഇല്ലാത്ത ഒരു വസ്തു ശൂന്യതയിൽ നിന്നും എന്ന് പറഞ്ഞിട്ട് അവർ ഉണ്ടാക്കുന്നതിനാണ് സൃഷ്ടി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സൃഷ്ടി ഞാൻ ജനിച്ചിട്ട് ഇവിടെ എവിടെയും കണ്ടിട്ടില്ല. ഈ പ്രപഞ്ചത്തിൽ എവിടെയും ഒരു സൃഷ്ടി നടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ആകപ്പാടെ നമ്മൾ കേട്ടിരുന്നത് സായിബാബ എന്താണ്ടൊക്കെ സൃഷ്ടിക്കുന്നുണ്ട് എന്നായിരുന്നു. അത് ദൂരദർശന്റെ ക്യാമറ വന്നതോടുകൂടി, ആ ക്യാമറ സ്ലോ മോഷനിൽ കാണിക്കാൻ പറ്റുന്ന ടെക്നോളജി വന്നതോടുകൂടി അത് പൊളിഞ്ഞു. കാരണം ഈ സൃഷ്ടിക്കല് ശൂന്യതയിൽ നിന്നല്ല എന്നും അത് മൂപ്പരെ കയ്യിൽ ഒളിപ്പിച്ചു വെച്ച സാധനം കൈയടക്കം കൊണ്ട് എടുക്കുകയാണെന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ തെളിയിച്ചു. അതിന്റെ വീഡിയോ ഒക്കെ നമുക്ക് കാണാം. അതല്ലാതെ ശൂന്യതയിൽ നിന്ന് ഒരാൾ ഒരു വസ്തു, ഇല്ലാത്ത വസ്തു സൃഷ്ടിക്കുന്നതായിട്ട് പ്രപഞ്ചത്തിൽ എവിടെയും നമ്മൾ കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് മൊട്ടുസൂചിക്ക് സൃഷ്ടാവുണ്ട്, അതുകൊണ്ട് ഇതുപോലെ ഒരു സൃഷ്ടാവ് പ്രപഞ്ചത്തിനുണ്ട് എന്ന് പറയുന്ന വാദം ഉള്ളയാണ്. കാരണം മൊട്ടുസൂചി ഒരു സൃഷ്ടിയല്ല. പിന്നെ മൊട്ടുസൂചി എന്താണ്? മൊട്ടുസൂചി ഇവിടെ ഉണ്ടായിരുന്ന വസ്തുവോ വസ്തുക്കളോ രൂപമാറ്റം വരുത്തപ്പെട്ട് നമ്മൾ അതിനൊരു പേര് കൊടുക്കുമ്പോ അത് മൊട്ടുസൂചി ആയതാണ്, അല്ലെങ്കിൽ ഒരു സേഫ്റ്റി പിന്നായതാണ്. ഈ സേഫ്റ്റി പിന്നിനകത്തുള്ള ദ്രവ്യത്തിന്റെ ഒരു കണിക പോലും ഈ സേഫ്റ്റി പിൻ ഉണ്ടാക്കിയ മനുഷ്യൻ സൃഷ്ടിച്ചതല്ല, ഇവിടെ ഉണ്ടായിരുന്നതാണ്. ഉണ്ടായിരുന്ന ഒരു വസ്തുവിന്റെ രൂപമാറ്റം വരുത്താൻ മനുഷ്യൻ ചില ഇടപെടലുകൾ നടത്തുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതാണ് സൃഷ്ടിയെങ്കിൽ ദൈവത്തിന് സൃഷ്ടി നടത്താൻ ആവശ്യമായ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നിരിക്കണം. അപ്പൊ ഇവിടെ നടക്കുന്ന സൃഷ്ടി എന്താണ് എന്ന് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അവിടെ ദൈവം ആവശ്യമില്ല എന്നുള്ളത് നമുക്ക്
തീരുമാനിക്കണം. മറ്റൊന്ന്, ഒരാളല്ല ഒരു മൊട്ടുസൂചി സൃഷ്ടിക്കുന്നത്. ഒരു സേഫ്റ്റി പിന്നോ മൊട്ടുസൂചിയോ പോലുള്ള ഒരു നിസ്സാര ഉൽപ്പന്നം പോലും നിർമ്മിക്കണമെങ്കിൽ, സൃഷ്ടിക്കല്ല നിർമ്മിക്കണമെങ്കിൽ ഒരാൾ ഒറ്റയ്ക്ക് സാധ്യമല്ല. ഇതിന്റെ അടിസ്ഥാന ദ്രവ്യമായിട്ട് ഇരുമ്പിന്റെ ഊർത്ത് കിടക്കുന്നത്, മണ്ണിലും പാറയിലും കിടന്നിരുന്ന ഇരുമ്പിന്റെ അയിര് നമ്മൾ എടുത്തിട്ട് ഖനനം ചെയ്തെടുത്ത് അത് സംസ്കരിച്ച് സ്റ്റീലാക്കി, ആ സ്റ്റീല് കമ്പിയാക്കി അത് വളച്ച് ഇങ്ങനെ ആക്കിയൊക്കെ ചെയ്യണമെങ്കിൽ അനേക തലമുറയിൽപ്പെട്ട അനേകായിരം മനുഷ്യരുടെ അധ്വാനത്തിന്റെ ഒരു സഞ്ചിത ഫലമാണ് ഒരു മൊട്ടുസൂചി. അപ്പൊ എങ്ങനെ ഒരാൾ സൃഷ്ടിച്ചു എന്ന് പറയാം? അപ്പൊ ഇത്ര പോകുന്ന ഒരു സേഫ്റ്റി പിന്നിന് പോലും ഒരാളെ സൃഷ്ടിക്കാൻ കഴിയില്ലെങ്കിൽ ഇത്രയും വലിയൊരു പ്രപഞ്ചം ഒരാൾ ഒറ്റക്കുത്തന്നെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ എന്താ, എങ്ങനെ താരതമ്യം ചെയ്യാമോ? അതാണ് രണ്ടാമത്തെ തെറ്റ് എന്ന് ഞാൻ പറഞ്ഞു. ഇനി പ്രകൃതിയിൽ നടക്കുന്ന സൃഷ്ടി, ഇത് നിങ്ങളത് പുഴയിൽ പോകുമ്പോൾ ഇതുപോലത്തെ ഉരുണ്ട കല്ലുകൾ, നല്ല ഭംഗിയുള്ള ഉരുളക്കല്ല് കണ്ടാൽ നിങ്ങൾ കൊണ്ടുവന്ന് പേപ്പർ വെയിറ്റ് ആയിട്ട് നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ ഷോക്കേസിൽ കൊണ്ടുവന്ന് നല്ല കളറൊക്കെയുള്ള കല്ലാണ്. ഈ കല്ല് നല്ല മിനുസമുള്ള, നല്ല ആകൃതിയിലുള്ള, ചിലപ്പോൾ നല്ല പൂർണ്ണമായ ഗോളാകൃതിയിലൊക്കെ ഉള്ള നല്ല മിനുസുള്ള കല്ല് നിങ്ങൾക്ക് പുഴയിൽ പോയാൽ കിട്ടും. ആ കല്ലിനെ ആരാണ് അങ്ങനെ മിനുസപ്പെടുത്തി ഭംഗിയാക്കി ഉരുട്ടിയത്? ആരാണ് ഉരുട്ടിയത് എന്ന് ചോദിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്നോട് ഒരു പുച്ഛം തോന്നും. കാരണം നിങ്ങൾക്കൊക്കെ അറിയാം ഇത് ഒരാൾ ഉരുട്ടിയതല്ല, അല്ലെങ്കിൽ 10 ആൾക്കാർ കൂടി എന്നിട്ട് ഉരുട്ടിയതല്ല. ഇത് തനിയെ ഉരുണ്ട് ഇങ്ങനെ ആയി മാറിയതാണ്. ഇതിനെ ഉരുട്ടിയ ആൾക്കാരൊക്കെയാണ്? ഇതിനെ ഉരുട്ടിയ ആൾക്കാർ വെള്ളത്തിന്റെ ഒഴുക്ക്, വെള്ളത്തിന് ഒഴുകാൻ സഹായിക്കുന്ന ഭൂമിയുടെ ഗുരുത്വബലം, കല്ലുകൾ തമ്മിൽ കൂട്ടിയുരസുമ്പോൾ ഉണ്ടാകുന്ന ഘർഷണ ബലം, ഇങ്ങനെയുള്ള കുറെ ഭൗതിക പ്രതിഭാസങ്ങൾ ചേർന്നിട്ട് ഉരുട്ടിയിട്ടാണ് ഈ ഭംഗിയുള്ള കല്ല് നമ്മുടെ ഷോക്കേസിൽ എത്തിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു സൃഷ്ടി നടക്കുന്നു. ആ സൃഷ്ടി തനിയെ നടക്കുന്നു. ഒരാൾ ഉരുട്ടുകയല്ല, പ്രകൃതി പ്രതിഭാസങ്ങളുടെ ഫലമായി നിരന്തരമായ ഒരു പരിണാമ പ്രക്രിയയിലൂടെ ഉരുണ്ട് രൂപം പ്രാപിച്ചതാണ് ഈ ഉരുളൻ കല്ല്. ഇത് വളരെ എളുപ്പത്തിൽ എല്ലാ മദ്രസ ഉസ്താദിനും മനസ്സിലാവുന്ന ഒരു ഉദാഹരണമായതുകൊണ്ടാണ് ഞാനിത് ആദ്യം പറഞ്ഞത്. എന്നാൽ കുറച്ചും കൂടെ സങ്കീർണമായ ഒരു പ്രകൃതി പ്രതിഭാസത്തിലേക്ക് പോവാണ്. ഇവിടെ ഒരാൾ ഉരുട്ടുന്നുണ്ട്, ചാണകമാണ് ഉരുട്ടുന്നത്. ഉരുട്ടുന്നത് ആരാണ്? ഒരു വണ്ടാണ് ഉരുട്ടുന്നത്, അല്ലെ 2 വണ്ടുകൾ ചേർന്ന് ഉരുട്ടുന്നത്. ഞാൻ പറയുന്നു പ്രകൃതിയിൽ തനിയെ നടക്കുന്ന ഒരു ഉരുട്ടലാണിത്. അത് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു സംശയമല്ലോ, വണ്ടല്ലേ ഉരുട്ടുന്നത്? അതെ, വണ്ടാര. വണ്ടൊരു ജീവി. ഒരു ജീവി എന്ന് പറഞ്ഞാൽ എന്താ? പ്രകൃതിയിലെ പദാർത്ഥങ്ങൾ പരിണമിച്ചുണ്ടായ ഒരു സങ്കീർണ പദാർത്ഥം, സങ്കീർണ ഘടനയുള്ള ഒരു പദാർത്ഥ സഞ്ചയം കൊണ്ടുണ്ടാക്കിയ ഒരു വസ്തുവാണ് ഈ ജീവി. പ്രകൃതിയിൽ പരിണമിച്ചുണ്ടായ ഒരു ജീവിയാണ് വണ്ട്. അത് ഈ പ്രകൃതിയുടെ ഭാഗമാണ്. ആ വണ്ട് ഇവിടെ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ പശു അവിടെ ഇട്ടുപോയ ചാണകം എടുത്ത് ഉരുട്ടുകയാണ്. വണ്ടിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി ഉരുട്ടുകയാണ്. വണ്ടും ചാണകവും പ്രകൃതിയിൽ തനിയെ ഉണ്ടായതാണ്. പക്ഷെ കല്ല് ഉരുട്ടുന്നത് പോലെ വെറും ഫിസിക്കലായിട്ടുള്ള, വളരെ ലളിതമായിട്ടുള്ള ഒരു പ്രക്രിയ അല്ല. ഒരു വണ്ട് ഉണ്ടാവണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് പിടികിട്ടാത്ത അത്ര സങ്കീർണമായ പരിണാമം പദാർത്ഥ ഘടനയ്ക്കുള്ളിൽ നടക്കുമ്പോഴാണ് വണ്ടുണ്ടാവുന്നത്. ഒരുപാട് പൂർവിക ജീവികൾ വികസിച്ചാണ് അതിൽ നിന്നാണ് വണ്ട് എന്ന ഒരു ജീവി പ്രകൃതിയിൽ ഉണ്ടായത്. ആ വണ്ടിന്റെ ഉണ്ടാവലും ചാണകത്തിന്റെ ഉണ്ടാവലും, ഈ രണ്ടും കൂടെ ചേർന്ന് ചാണക ഗോളത്തിന്റെ ഉണ്ടാവലും ഒക്കെ പ്രകൃതിയിൽ തനിയെ നടക്കുന്ന ഒരു പ്രവർത്തനമാണ്. പക്ഷേ സൃഷ്ടി സൃഷ്ടാവ് വാദക്കാർക്ക് ഇവിടെ വണ്ട് സൃഷ്ടാവും ചാണകമുണ്ട സൃഷ്ടിയും ആണ് എന്ന് പറയേണ്ടി വരും. കാരണം
അവർ ഒരു ജീവിയെ കാണുന്നത് പ്രകൃതിയുടെ ഭാഗമായിട്ടല്ല. ഇനി ഇതിന്റെ ഒരു കുറച്ചുകൂടെ സങ്കീർണമായ രൂപമാണ് മനുഷ്യൻ വിമാനം ഉണ്ടാക്കുന്നു. മനുഷ്യനാരാ? ഒരു ജന്തുവാണ്. പ്രകൃതിയിലെ പദാർത്ഥങ്ങൾ പരിണമിച്ച് വികസിച്ചുണ്ടായ ജന്തുക്കളുടെ കൂട്ടത്തിൽ ഒരു വികസിത ജന്തുവാണ് മനുഷ്യൻ. പ്രകൃതിയുടെ ഭാഗമാണ് മനുഷ്യൻ. ആ മനുഷ്യന്റെ ആവശ്യത്തിന് വിമാനം ഉണ്ടാക്കുമ്പോൾ ആ വിമാനത്തിന് വേണ്ട വസ്തുക്കളും ഈ പ്രകൃതിയിൽ നിന്ന് കിട്ടിയതാണ്. ഇവിടെ സങ്കീർണത കുറച്ച് വർദ്ധിച്ചു. അപ്പൊ ഇതിനെ രണ്ടിനെയും പ്രകൃതിയുടെ ഭാഗമായി കണ്ടാൽ ഒരു വിമാനവും ഒരു മൊബൈൽ സ്മാർട്ട് ഫോണും ഒക്കെ ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നത് പ്രകൃതി തന്നെയാണ്. മനുഷ്യനും കൂടെ പ്രകൃതിയുടെ ഭാഗമാകുമ്പോൾ, ഇനി പ്രകൃതിയുടെ ഭാഗമാണ് മനുഷ്യൻ എന്ന് പറയാൻ കാരണം എന്താണ്? മനുഷ്യൻ ഒരു ജീവിയാണ്. എന്താ ജീവി എന്ന് പറഞ്ഞാൽ? ജീവിക്ക് ചില അടിസ്ഥാന സ്വഭാവങ്ങളുണ്ട്. രാവിലെ വൈറസിന്റെ ക്ലാസ് നടത്തിയപ്പോൾ ഡോക്ടർമാർ രണ്ടാളും പറഞ്ഞു, വൈറസിന് ജീവികളുടെ എല്ലാ സ്വഭാവങ്ങളും ഇല്ല. പ്രത്യുൽപാദനം നടത്തുക എന്ന ഒരു സ്വഭാവം മാത്രമേ പ്രധാനമായിട്ടും ഉള്ളൂ. എന്നാൽ വേറെയും കുറെ സവിശേഷ ഗുണങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഒരു ജീവി എന്ന് നമ്മൾ ഒരു വസ്തുവിനെ പറയുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷ ഗുണം മാത്രമേ ഞാൻ പറയാം, ബാക്കിയൊന്നും പറയാൻ സമയമില്ല. ചുറ്റുപാടുകളോട് പ്രതികരിക്കുക. ഇവിടെ മനുഷ്യൻ എന്ന ജന്തു ചെയ്യുന്നത് തന്റെ ചുറ്റുപാടുകളോട് പ്രതികരിക്കുകയാണ്. തന്റെ അതിജീവനത്തിന് ആവശ്യമായിട്ടുള്ള വിധത്തിൽ തനിക്കു ചുറ്റുമുള്ള പ്രകൃതിയെ ഇടപെട്ടുകൊണ്ട്, പ്രകൃതിയിൽ പ്രതികരിച്ചുകൊണ്ട് തനിക്ക് ആവശ്യമുള്ള ചില പ്രവർത്തനങ്ങൾ നടത്തുക എന്നതിന്റെ ഒരു വികസിത സങ്കീർണ രൂപമാണ് മനുഷ്യൻ വിമാനം ഉണ്ടാക്കുക എന്ന് പറയുന്നത്. അതിന്റെ അത്ര തന്നെ സങ്കീർണമല്ലാത്ത ഒരു രൂപമാണ് വണ്ട് ചാണകം ഉരുട്ടുക എന്ന് പറഞ്ഞത്. അതിൽ ജീവി എന്നിടത്തേക്ക് പോകുന്നതിന് മുമ്പ് അജൈവ വസ്തുക്കളിൽ നടക്കുന്ന പരിണാമത്തിന്റെ ഉദാഹരണമാണ് കല്ലുരുട്ടും ഉരുട്ടുക എന്നത്. അപ്പൊ ഈ മൂന്ന് സംഭവവും പ്രകൃതിയിൽ തനിയെ നടക്കുന്ന സംഭവങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കുന്നത് എപ്പോഴാണ്? മനുഷ്യനും വണ്ടും കല്ലും കല്ലിനെ ഉരുട്ടുന്ന ഭൂഗുരുത്ത ബലവും എല്ലാം ഈ പ്രകൃതി വിഭാഗങ്ങളാണ്. പ്രകൃതിയിലെ വസ്തുക്കളും ആ വസ്തുക്കളുടെ സവിശേഷ ഗുണങ്ങളുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ സൃഷ്ടി സൃഷ്ടാവുവാദം അപ്രസക്തമാകും. എന്തുകൊണ്ടാണ് പ്രാകൃത മനുഷ്യൻ ഇതിന്റെ ഒക്കെ പിന്നിൽ ഒരാളുണ്ട് എന്ന് പറയാൻ കാരണം? അതിന് ഞാൻ എൻ്റെ കുട്ടിക്കാലത്തുള്ള ഒരു അനുഭവം ഉദാഹരണമായിട്ട് പറയാം. മുമ്പ് പറഞ്ഞത് ഞങ്ങളുടെ വീട്ടിൽ ആദ്യമായിട്ട് റേഡിയോ വാങ്ങി. അന്ന് റേഡിയോ എന്ന വലിയൊരു അത്ഭുത വസ്തുവാണ്. എന്റെ വീട്ടിൽ ആദ്യമായിട്ട് റേഡിയോ വാങ്ങുമ്പോൾ എന്റെ വീടിന്റെ പരിസരത്ത് എവിടെ ഒരു വീട്ടിലും റേഡിയോ ഇല്ല. അതുകൊണ്ട് ഞാനൊക്കെ ഭയങ്കര ഗമയിലാണ്. അങ്ങനെ റേഡിയോ ബാറ്ററി ഒക്കെ ഇട്ടിട്ട് നമ്മൾ ഫുൾ വോളിയത്തിന് കണ്ട് പാട്ടും വാർത്തയൊക്കെ വെക്കുമ്പോൾ അടുത്ത വീട്ടിലൊക്കെ ഉള്ള ആൾക്കാർ ഇങ്ങനെ ഓടി വരും നമ്മുടെ മുറ്റത്തേക്ക്. അടുത്ത വീട്ടിൽ നിന്ന് പാത്തുമാത്താത്ത, ആമിനത്താത്ത, കുഞ്ഞാമിനെ, മൈപ്പൊക്കെ എല്ലാവരും വരിക ഇത് പാട്ട് കേൾക്കാൻ, വാർത്ത കേൾക്കാൻ. കൂട്ടത്തിൽ ഒരു പാത്തുമത്താത്ത, അവരെ പ്രായമുള്ള ഒരു പാത്തുമത്താത്ത, അവരുടെ സ്കൂളിലൊന്നും പോയിട്ടില്ല. പാത്തുമത്താത്ത വന്നിട്ട് ഈ റേഡിയോന്റെ ഓട്ടയുടെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നോക്കണം, അപ്പുറത്തുകൂടെ ഇപ്പുറത്തുകൂടെ പോയിട്ട് ആരാ മക്കളെ അതിന്റെ ഉള്ളിൽ നിന്ന് വർത്താനം പറയുമോ? അപ്പോ ഒരു റേഡിയോയിലുണ്ടെന്ന് മനുഷ്യന്റെ വർത്താനം കേട്ട പാത്തുമത്താത്ത അതിന്റെ ഉള്ളിൽ മനുഷ്യനുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഓട്ടയും കൂടെ നോക്കിയിട്ട് ആരാ വർത്താനം പറയുമോ എന്ന് ചോദിക്കാൻ എന്താ കാരണം? പാത്തുമത്താത്ത സ്കൂളിൽ പോയിട്ടില്ല. പാത്തുമത്താത്താക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് വന്നിട്ട് ശബ്ദ തരംഗങ്ങളായി മാറുന്ന ടെക്നോളജി ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. റേഡിയോയുടെ ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളായിട്ട് ടെക്നോളജി ഒന്നും പാത്തുമത്താത്താക്ക് പറഞ്ഞാലും മനസ്സിലാവില്ല. അപ്പൊ പാത്തുമത്താത്താക്ക് എളുപ്പം മനസ്സിലാവുന്ന ഒരു കാര്യം, അതിന്റെ ഉള്ളിൽ ഒരാള് കുത്തിരിക്കുന്നുണ്ട്. പിന്നെ എത്ര ചെറിയ പെട്ടിയിൽ എങ്ങനെ ഇത് മനുഷ്യൻ കയറി കുത്തിരിക്കാനുള്ള ഒരു അതിശയമാണ് മുപ്പത്തിരക്കില്ല. അപ്പൊ ആ മനുഷ്യൻ വളരെ ചെറുതായതാണോ അതോ ഇനി വേറെ എന്തെങ്കിലും ഹിക്മത്താണോ മാജിക് ആണോ എന്നൊക്കെയാണ് മുപ്പത്തിയേഴ് വന്ന് നോക്കുന്നത്. ഏതാണ്ട് മനുഷ്യൻ പ്രകൃതിയെ നിരീക്ഷിച്ചത് ഇതുപോലെയാണ്. ഇടിപൊട്ടുന്നു, മഴ പെയ്യുന്നു, കാറ്റ് വീശുന്നു, ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നു, ഉണ്ടാകുന്നു, മനുഷ്യൻ മരിക്കുന്നു, അങ്ങനെ സൂര്യനും ചന്ദ്രനും ആകാശത്തൂടെ പോകുന്നു, രാത്രി ഉണ്ടാവുന്നു, പകലുണ്ടാവുന്നു, ഒരുപാട് ഇടപെടലുകൾ ചുറ്റും കാണുന്നു. ഇതൊക്കെ നോക്കിയിട്ട് ഇതിന്റെ ഒക്കെ ഫിസിക്സും സയൻസും കെമിസ്ട്രിയും ഒന്നും പ്രാകൃത മനുഷ്യന് പിടിയില്ലാത്ത കാലത്ത് അവരൊരു തീരുമാനം, ഇതിന്റെ ഒക്കെ പിന്നിൽ ഒരാളുണ്ട്. ആ ആളാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. മനുഷ്യന്റെ അജ്ഞതയുടെ ഉൽപ്പന്നമാണ് ദൈവം എന്നാണ് പറയുന്നത്. സങ്കീർണതയെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുമുള്ള നമ്മുടെ മനസ്സിന്റെ പരിമിതിയാണ്
എല്ലാം ഒരാളുണ്ടാക്കി എന്ന ഒരു ഷോർട്ട് കട്ട് നിഗമനത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. സങ്കീർണത ഒരു കുറ്റമറ്റ ഡിസൈനറുടെ തെളിവേ അല്ല. അതാണ് വേറൊരു ഭാഗം. സങ്കീർണത, അതിസങ്കീർണത ഒരു നല്ല എഞ്ചിനീയറിംഗിന്റെ തെളിവല്ല, മറിച്ച് മോശം എഞ്ചിനീയറിംഗിന്റെ തെളിവാണ്. ഏറ്റവും ലളിതമായ ഘടനയിൽ ഉണ്ടാക്കിയിട്ട് ഏറ്റവും സങ്കീർണമായ ഔട്ട്പുട്ട് തരുന്ന ഒരു ഉപകരണമാണ് ഏറ്റവും നല്ല എഞ്ചിനീയറിംഗിന്റെ ഉദാഹരണമായിട്ട്. എന്നാൽ നിസ്സാരമായ കാര്യത്തിന് അതിസങ്കീർണമായ ഘടന ഉണ്ടാക്കുന്നത് ഒരിക്കലും ഒരു നല്ല എഞ്ചിനീയറിംഗ് അല്ല, അതൊരു മണ്ടൻ എഞ്ചിനീയറിംഗ് ആണ്. മനുഷ്യന്റെ ശരീരത്തിൽ ഇത്രയും സങ്കീർണത ഉണ്ടാക്കിയ അതേ ദൈവം മനുഷ്യന് അർത്ഥം നിന്നുള്ള പോത്തിനും അതേ സങ്കീർണത ഉണ്ടാക്കി. തക്കാളി പെട്ടിക്ക് പകരം ലാപ്ടോപ്പ് കൊണ്ട് പെട്ടി ഉണ്ടാക്കിയിട്ട് ആരെങ്കിലും തക്കാളി കിട്ടുമോ? അത് മണ്ടത്തരല്ലേ? ഒരു 4 കാർഡ്ബോർഡിന്റെ കഷ്ണം പെട്ടിട്ട് ഒരു പെട്ടി ഉണ്ടാക്കി അതിന് 2 കിലോ തക്കാളി കൊണ്ടുപോകുന്നതിന് പകരം ഞാനൊരു 4 ലാപ്ടോപ്പ് പോയി പിടിയിൽ പോയി വാങ്ങിക്കൊണ്ട് വന്നിട്ട് 50,000 1 ലക്ഷം ഉറുപ്പിക കൊടുത്തിട്ട് 4 ലാപ്ടോപ്പ് വാങ്ങിക്കൊടുത്ത് അത് കുട്ടിക്കെട്ടി പെട്ടിണ്ടാക്കി അതിൽ തക്കാളി ഇട്ട് കൊണ്ടുപോകാന്നുള്ള ഞാനൊരു മണ്ടനല്ലേ? അതേപോലെയാണ് ഇത്. മനുഷ്യന് തിന്നാൽ ഇറച്ചി തിന്നാൻ ഉണ്ടാക്കിയ പോത്തിനും മനുഷ്യനും ഒരേ സങ്കീർണത ഉണ്ടാക്കി വെച്ചിട്ട് പറയാണ് നിങ്ങൾക്ക് തിന്നാൻ വേണ്ടിയാണ് ഞാൻ അതിന് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ പഠിച്ചം പറഞ്ഞാൽ ആ പഠിച്ചം മണ്ടനല്ലേ? അപ്പൊ സങ്കീർണത ഒരു നല്ല എഞ്ചിനീയറിംഗിന്റെ ലക്ഷണമല്ല. മനുഷ്യന്റെ ശരീരത്തിൽ പോലും ഡിസൈനിങ് എന്ന് പറയുന്നത് അന്യൂനമല്ല, ന്യൂനതകൾ ആയിരക്കണക്കിനുണ്ട്. എന്റെയും നിങ്ങളുടെയും ശരീരത്തിന്റെ ഘടനയിൽ ഒരുപാട് ന്യൂനതകളുണ്ട്. ആ ന്യൂനതകൾ കാരണം നമ്മളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. കാരണം പ്രകൃതിയിൽ അങ്ങനെ ഒരു എഞ്ചിനീയറോ ഡിസൈനറോ ഡിസൈൻ ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് സ്വാഭാവിക പരിണാമത്തിൽ വന്നതുകൊണ്ടാണ് ഇത്രയും ന്യൂനതകൾ വന്ന് പെട്ടത്. ലളിത ഘടനയും സങ്കീർണ ഫലവും ആകണം നല്ല ഡിസൈനിങ്. നിസ്സാര കാര്യത്തിന് സങ്കീർണമായ ഘടന ഉണ്ടാക്കുന്നത് മോശം എഞ്ചിനീയറിംഗ് ആണ്. ഇനി ഇത്രയും കൃത്യതയുള്ള വ്യവസ്ഥാപിതമായ ഒരു മഹാനിർമ്മിതിക്ക് പിന്നിൽ ബുദ്ധിമാനായ ഒരു ആസൂത്രകൻ അനിവാര്യമല്ലേ എന്നാണ് ചോദ്യം. ഇവിടെ ഈ രണ്ടും പ്രശ്നമാണ്. കൃത്യത എന്നുള്ള പ്രശ്നമുണ്ട്, ബുദ്ധിമാൻ എന്ന് പ്രശ്നം. ആ പ്രശ്നങ്ങൾ എന്താണെന്ന് ഞാൻ പറയാം. ഒന്ന്, ഇവിടെ എല്ലാം കൃത്യമാണ്, വ്യവസ്ഥാപിതമാണ് എന്നത് നമ്മുടെ പരിമിത ബുദ്ധിയുടെ ഒരു പരിമിത നിഗമനം. കുറച്ചും കൂടെ സൂക്ഷ്മമായി ഈ പ്രകൃതിയുടെ സൂക്ഷ്മതലത്തിലേക്കും സ്ഥൂലതലത്തിലേക്കും ശാസ്ത്രീയമായി നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നത് എവിടെയും ഒരു കൃത്യത ഇല്ലതാണ്. കൃത്യത എന്ന് പറയുന്നത് തന്നെ ആപേക്ഷികമാണ്. ആ ആപേക്ഷികമായ കൃത്യത പോലും നമുക്ക് സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ഈ പ്രപഞ്ചത്തിലോ പ്രകൃതിയിലോ കാണാൻ കഴിയില്ല. നമ്മൾ വളരെ ചെറിയ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു ജീവി ആയതുകൊണ്ട് ഈ ഹ്രസ്വകാലത്തിൽ നമ്മൾ ഒരു വസ്തുവിനെ നിരീക്ഷിക്കുമ്പോൾ അതിന് കൃത്യത ഉണ്ട് എന്ന് നമുക്ക് തോന്നാം. പക്ഷെ നമ്മളൊരു ദീർഘകാല നിരീക്ഷണം നടത്തുകയാണെങ്കിൽ, ചിലപ്പോൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വർഷങ്ങൾ നീളുന്ന ഒരു നിരീക്ഷണം നമുക്ക് സാധ്യമാവുകയാണെങ്കിൽ ഈ പറയുന്ന പ്രകൃതിയിൽ നടക്കുന്ന ഒരു സംഭവങ്ങൾക്കും നമ്മൾ പറയുന്ന കൃത്യത ഇല്ലാതെ മനസ്സിലാക്കാം. ഇപ്പോ ചെറിയ ഉദാഹരണം, നമ്മുടെ ഭൂമി സൂര്യനെ ചുറ്റുന്ന സമയം നമുക്കറിയാം. അത് കൃത്യമായി ഒരു കണക്കിലല്ല, മറിച്ച് ഭൂമിയുടെ സ്വയം കറങ്ങലിനെടുക്കുന്ന സമയവുമായി ബന്ധപ്പെടുത്തിയാൽ തീരെ കൃത്യതയില്ലാത്ത ഒരു കണക്കിലാണ് ഭൂമി സൂര്യനെ ചുറ്റുന്നത്. 365.256 പിന്നെയുണ്ട്, അതിനെ നമ്മൾ 6ലേക്ക് ചുരുക്കിയതാണ്. 365.256 ദിവസം കൊണ്ടാണ് ഭൂമി സൂര്യനെ ഒരു പ്രാവശ്യം വലം വയ്ക്കുന്നത്. അത് തന്നെ കുറെ കാലം കഴിയുമ്പോൾ വ്യത്യാസം വരുന്നുണ്ട്, അത് വേറെ പോട്ടെ. എന്തുകൊണ്ട് ഭൂമിയുടെ കറക്കത്തിനെടുക്കുന്ന സമയവും ഭൂമിയുടെ സൂര്യനെ ചുറ്റുന്ന സമയവും തമ്മിൽ ഒരു കൃത്യമായ അനുപാതം കാണുന്നില്ല? അപ്പൊ കൃത്യത ഇല്ലാതെ അത് യാദൃച്ഛികമായി സംഭവിച്ചത് കൊണ്ടാണ് കൃത്യത ഇല്ലാതെ പോയത്. നേരെ മറിച്ച് ഒരു ഡിസൈനർ ആയിരുന്നെങ്കിൽ 360.00 ദിവസം കൊണ്ട് ഭൂമി സൂര്യനെ ചുറ്റണമായിരുന്നു. 30 ദിവസം കൊണ്ട് ചന്ദ്രൻ ഭൂമിയെ ചുറ്റണമായിരുന്നു. അങ്ങനെയല്ല, അതിൽ കുറവാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ മാസക്കണക്കും കൊല്ലക്കണക്കൊക്കെ വളരെ കൃത്യത ഉള്ളതാകുമായിരുന്നു. 4 കൊല്ലം കഴിയുമ്പോൾ നമ്മൾ ഒരു ദിവസം കൂടുതൽ കലണ്ടർ ഉൾപ്പെടുത്തേണ്ടി ഒന്നും വരില്ലായിരുന്നു. അപ്പൊ കൃത്യത
എങ്കിൽ ഈ പ്രപഞ്ചത്തിൽ എവിടെ നോക്കിയാലും ഈ കൃത്യതയില്ലായ്മ നമുക്ക് കാണാൻ കഴിയും. ഇനി ബുദ്ധി എന്ന് പറഞ്ഞിട്ട്, ഈ ബുദ്ധി, നമ്മൾ ബുദ്ധി എന്ന് പറയുന്നത് ഈ പ്രകൃതിയിലെ പദാർത്ഥങ്ങളുടെ പരിണാമഫലമായി ഉണ്ടായ ഈ പ്രകൃതിയിലെ ഒരു ഉൽപ്പന്നം മാത്രമാണ് ബുദ്ധി. നമ്മുടെ തലച്ചോറ് എന്ന് പറയുന്ന നാഡീകോശങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഒരു അവയവത്തിന്റെ പ്രവർത്തനം മാത്രമാണ്. ആ തലച്ചോറ് എന്ന് പറയുന്ന അവയവത്തിനകത്ത് നടക്കുന്ന ന്യൂറോ ഇലക്ട്രിക് പ്രവാഹങ്ങളുടെ ഒരു സങ്കീർണ നെറ്റ്വർക്കിന്റെ പേരാണ് ബുദ്ധി. അത് അള്ളാഹ്ക്ക് അതിന്റെ ആവശ്യമില്ല, ദൈവത്തിന് അതിന്റെ ആവശ്യമില്ല. ദൈവത്തിന് ബുദ്ധിയൊന്നും ആവശ്യമില്ല. കാരണം ഇനി ദൈവമാണെങ്കിൽ തന്നെ ദൈവത്തിന് ബുദ്ധി ഉണ്ടെന്ന് പറയുന്നത് മണ്ടത്തരാണ്. കാരണം ബുദ്ധി എന്ന് പറയുന്നത് ജന്തുക്കളുടെ നെർവസ് സിസ്റ്റത്തിന്റെ ഒരു പ്രവർത്തനമാണ്. ദൈവം എന്ന് പറയുന്നത് ഒരു നെർവസ് സിസ്റ്റം ഉള്ള തലച്ചോറുള്ള ഒരു ജന്തു ഒന്നല്ല. അപ്പൊ പിന്നെ ദൈവത്തിന് ബുദ്ധി എന്ന് പറയുന്നത് തന്നെ അസംബന്ധമാണ്. അപ്പൊ നമ്മൾ ബുദ്ധി എന്ന് പറയുന്നത് എന്തോ ഒരു വലിയ സംഭവമാണെന്നോ അതിനപ്പുറം വേറൊന്നും ഇല്ലാന്ന് നമ്മൾ കരുതുന്നത് കൊണ്ടാണ് നമ്മൾ ഇതിന്റെയൊക്കെ പിന്നിൽ ബുദ്ധി പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു നിഗമനത്തിൽ നമ്മൾ എത്തുന്നത്. ഇനി ആദ്യ കാരണം, എല്ലാ കാര്യങ്ങൾക്കും ഒരു കാരണം വേണമെന്നിരിക്കെ ഈ മഹാപ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിക്കും ഒരു കാരണം വേണമല്ലോ എന്നാണ് മറ്റൊരു വാദം. ഇവിടെ ഒരു കാരണം എന്ന് പറയുന്നതും തെറ്റാണ്. ഒരു കാര്യത്തിനും ഒരു കാരണമല്ല ഉള്ളത്. ഒരു നിസ്സാര കാര്യത്തിന് പോലും കോടിക്കണക്കിന് കാരണങ്ങളുടെ ഒരു അനന്ത ശൃംഖലയുണ്ട്. അങ്ങനെയാണ് ഈ പ്രകൃതിയിൽ നടക്കുന്ന എല്ലാ സംഭവവും. ഇപ്പൊ ഞാൻ ഇവിടെ പ്രസംഗിക്കാൻ ഒരു കാരണമല്ല ഉള്ളത്, കോടിക്കണക്കിന് കാരണങ്ങളുണ്ട്. എന്റെ വാപ്പയും ഉമ്മയും കല്യാണം കഴിച്ചത് വരെ അതിനൊരു കാരണമാണ്. അവര് കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ജനിക്കില്ലായിരുന്നു, ഞാൻ ജനിച്ചില്ലെങ്കിൽ ഞാൻ പ്രസംഗിക്കില്ലായിരുന്നു. ഇനി വാപ്പയും കല്യാണം കഴിച്ചത് ഞാൻ ജനിക്കാൻ കാരണമായ ഇണചേരലിന്റെ സമയം ഒരു സെക്കൻഡ് തെറ്റിയിരുന്നെങ്കിൽ എനിക്ക് പകരം അവിടെ വേറൊരു ജനിക്കാം, അപ്പോഴും ഞാൻ ഇവിടെ പ്രസംഗിക്കില്ലായിരുന്നു. അപ്പൊ ഞാൻ ഇവിടെ പ്രസംഗിക്കാനുള്ള കാരണങ്ങൾ തേടിപ്പോയാൽ ഒരു കാരണത്തിലല്ല, അനന്തകോടി കാരണങ്ങളുടെ ഒരു ചങ്ങലയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോ ഒരു നിസ്സാര കാര്യത്തിന് പോലും അനന്തകോടി കാരണങ്ങളുടെ കാരണങ്ങളും ഉണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിന് മാത്രം ഒരു കാരണം എന്ന് പറയുന്നത് എങ്ങനെ ശരിയാവാം? ഈ പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങൾക്കും അനേകം കാരണങ്ങൾ. ഇപ്പൊ മഴ പെയ്യുന്നതിന് ഞാൻ പറഞ്ഞു ഒരു കാരണം കൊണ്ടല്ല മഴ പെയ്യുന്നത്, കുറെ കാരണങ്ങൾ ചേരുമ്പോഴാണ് മഴ ഉണ്ടാകുന്നത്. അപ്പോ ഈ കാരണങ്ങൾക്കും അനേകം കാരണങ്ങളുണ്ട്. കാരണങ്ങൾ തേടി നമ്മൾ പോയാൽ ഒരിക്കലും നമ്മൾ ഒന്നിലേക്ക് കൺവേർജ് ചെയ്ത് ഒന്നിലെത്തുകയല്ല ചെയ്യുന്നത്, മറിച്ച് അനന്തതയിലേക്ക് ഡൈവേർജ് ചെയ്ത് പോവുകയാണ്. അപ്പോ കാരണം അന്വേഷിച്ചു പോയാൽ നമ്മൾ എത്തുക ഒന്നിലല്ല, ഇൻഫിനിറ്റിയിലാണ്. 30 കോടി ദൈവങ്ങളിലാണ് നമ്മൾ എത്താൻ പോകുന്നത്. ഒരു ദൈവം എന്നുള്ള സങ്കല്പം അവിടെയും കൂടി. ഇനി അങ്ങനെ കാരണം തേടി പോവുകയാണെങ്കിൽ ഈ പറയുന്ന കാരണക്കാരനും കാരണം വേണ്ടി വരും, അയാൾക്കും കാരണം വേണ്ടി വരും. അറ്റമില്ലാത്ത കാരണങ്ങളുടെ ചങ്ങല പിന്നെ അനന്തതയിലേക്ക് അവിടെ നീണ്ടു കിടക്കേണ്ടി വരും. അപ്പോഴും നമ്മൾ സംതൃപ്തരാവില്ല, ഉത്തരം കിട്ടിയിട്ടാണ്. ഇനി ഒരു പർപ്പസും ഇല്ലാതെ ഇതൊക്കെ ചുമ്മാ അങ്ങുണ്ടാക്കുമോ എന്നാണ്. പർപ്പസ് ഉണ്ടായിട്ടാണ് ദൈവങ്ങളൊക്കെ ഉണ്ടാക്കിയത് എന്നാണ് ഈ പറയുന്നത് മലയാളമെങ്കിൽ അവിടെ തന്നെ ദൈവം അല്ലാതായി. കാരണം പർപ്പസ് ഉണ്ടാവുന്നത് എപ്പോഴാണ്? നമ്മൾ സ്വയം അപൂർണരാകുമ്പോഴാണ് പർപ്പസ് ഉണ്ടാവുന്നത്. നമ്മള് വിമാനം ഉണ്ടാക്കേണ്ടി വരുന്നതും മൊബൈൽ ഫോൺ ഉണ്ടാക്കേണ്ടി വരുന്നതും കടലാസ് ഉണ്ടാക്കേണ്ടി വരുന്നതും നമുക്ക് ആ ഉപകരണത്തെ ആശ്രയിക്കേണ്ടി വരുന്നത് കൊണ്ടാണ്. നമ്മൾ പരാശ്രയനായതുകൊണ്ടാണ്. അങ്ങനെ ഒരു ഉപകരണത്തെയോ മറ്റു വസ്തുക്കളെയോ മറ്റാളുകളെയോ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥക്കാണ് അപൂർണത എന്ന് പറയാം. ദൈവം സ്വയം പൂർണ്ണനാണ് എന്നാണ് ഒരു വാദം. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് ഒരു പർപ്പസ് ഉണ്ട്, അതുകൊണ്ട് ദൈവം സൃഷ്ടി നടത്തി എന്ന് പറയുന്നത് അർത്ഥം ദൈവത്തിന് എല്ലാം തേഞ്ഞിട്ടില്ല, ഇനി എന്തൊക്കെയോ നേടാനുണ്ട് എന്നാണ്. എല്ലാം തേഞ്ഞിട്ടില്ലാത്ത ഇനിയും എന്തൊക്കെയോ നേടിയെടുക്കാനുള്ള ഒരവസ്ഥയിൽ കിടന്ന് വെപ്രാളപ്പെടുന്ന അപൂർണനായ ഒരു വ്യക്തിയാണ് ദൈവമെങ്കിൽ അയാൾക്ക് ദൈവത്തിന്റെ ക്വാളിറ്റി അവിടെ നഷ്ടപ്പെട്ടു എന്നതിന്റെ അർത്ഥം. അതുകൊണ്ട് പർപ്പസിന്റെ വാദം നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നാൽ ദൈവത്തിന്റെ ക്വാളിറ്റി നഷ്ടപ്പെടുകയാണ് ചെയ്യുക. എന്തെങ്കിലും ഉദ്ദേശത്തോടു കൂടി എന്തെങ്കിലും പ്രവൃത്തി ഒരാൾ ചെയ്യണമെങ്കിൽ അയാൾക്ക് ഇനിയും എന്തൊക്കെയോ നേടിയെടുക്കാനുണ്ട്, അയാൾ എല്ലാം തികഞ്ഞ അവസ്ഥയിൽ എത്തിയിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ദൈവം പൂർണ്ണനല്ല എന്നായിരിക്കും അതിന്റെ അർത്ഥം. പൂർണ്ണനല്ല ദൈവം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം
വഴിയില്ല. ദൈവം തന്ന ബുദ്ധി കൊണ്ട് ദൈവത്തെ തന്നെ നിഷേധിക്കുന്ന നന്ദി കെട്ടവർ എന്നാണ് നമ്മളെ വിശേഷിപ്പിക്കുന്നത്. ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ അത് ദൈവത്തിന്റെ കഴിവ് കേട്ടല്ലേ. ഇപ്പൊ ഞാനൊരു ഉപകരണം ഉണ്ടാക്കി. ആ ഉപകരണം എന്തിനു വേണ്ടിയാണോ ഞാൻ ഉണ്ടാക്കിയത്, ആ പ്രവൃത്തി ആ ഉപകരണം ഭംഗിയായിട്ട് ചെയ്യുമ്പോഴാണ് ഞാൻ നല്ല ഒരു ഉണ്ടാക്കലുകാരനാണ്. നേരെ മറിച്ച് ഞാൻ ഉണ്ടാക്കിയ സാധനം ഇന്നെ തന്നെ പാരവരിച്ചുകൊണ്ട് എന്റെ മേക്കിട്ട് കയറാൻ വരികയാണെങ്കിൽ ഞാനൊരു പോയത്തക്കാരൻ എന്തോ മണ്ടത്തരം ചെയ്തതല്ലേ എന്റെ അർത്ഥം. ഇപ്പൊ ദൈവം നമുക്ക് ബുദ്ധി തന്നുകൊണ്ട് ആ തന്ന ബുദ്ധി കൊണ്ട് നമ്മൾ ദൈവത്തിന് പാര വെക്കുന്നു എന്നാണ് പരാതി എങ്കിൽ അത് എന്റെ കുഴപ്പമല്ല, ദൈവത്തിന്റെ കുഴപ്പമാണ്. കാരണം ദൈവം എന്നെ പ്രോഗ്രാം ചെയ്തപ്പോൾ അതിനകത്ത് വൈറസ് കയറ്റി പ്രോഗ്രാം ചെയ്തു. അങ്ങനെ വൈറസ് കയറുന്ന ഒരു പ്രോഗ്രാം നല്ല പ്രോഗ്രാമാണ്. ആന്റി വൈറസ് അടക്കം ഇട്ടിട്ട് ഒരു വൈറസ് കയറാതെ എല്ലാം കൃത്യമായി പ്രവർത്തിക്കുന്ന ഒരു ഉപകരണം ഉണ്ടാക്കാൻ കഴിയുമ്പോഴല്ലേ ഒരാൾ നല്ല എഞ്ചിനീയർ ആവുക. അപ്പൊ എനിക്ക് ബുദ്ധി തന്ന ദൈവത്തിന് മണ്ടത്തരം പറ്റിക്കണോ നിങ്ങൾ പറയുന്നത്? അതല്ല, ദൈവം കരുതിക്കുട്ടിയാണ് എനിക്ക് ഈ ബുദ്ധി തന്നതെന്നും എന്റെ ബുദ്ധി കൊണ്ട് ഞാൻ ഇങ്ങനെ യുക്തിവാദം പറയണം, ദൈവനിഷേധം പറയണമെന്നാണ് ദൈവം നേരത്തെ തീരുമാനിച്ചതോ ആഗ്രഹിക്കുന്നു എങ്കിൽ പിന്നെ ആ ദൈവത്തിന് എന്റെ കുറ്റം പറയാൻ വേണ്ടി വയ്യരം പറയണം. ദൈവം ഇങ്ങനെ വയ്യരം പറയാം. ഖുർആൻ തുടക്കം മുതൽ ഒടുക്കം വരെ ദൈവത്തിന്റെ വയ്യരം പറഞ്ഞില്ല. നിങ്ങൾ എന്നെ വൈകിയില്ല, എന്നെ ആരാധിക്കില്ല, നിങ്ങൾ വേറെ പടച്ചന്മാരെ പിന്നാലെ പോവാണ്, നിങ്ങൾ കടലിലാവുമ്പോ പോലെ മുന്നേ വിളിക്കുന്നത്, നിങ്ങൾ മത്സരം വിളിക്കുന്നത്, ഞാൻ നിങ്ങൾ അങ്ങനെ ആക്കും, തീരിട്ട് പൊരിച്ചാളും വറുത്താളും മുറിച്ചാളും എന്ന് പറഞ്ഞിട്ട് നേരം എടുത്ത് വൈകുന്നേരമോളം സ്വന്തം സൃഷ്ടികളെ കുറിച്ച് പായ്യാരം പറയുന്ന ഒരു ദൈവമാണ് ഖുർആൻ. എത്ര വലിയ മണ്ടത്തരമാണ്! സർവശക്തനും സർവസമ്പൂർണനും എല്ലാം കഴിഞ്ഞവനുമായ ഒരു ദൈവം ഒരു പണിയെടുത്തിട്ട് ആ പണിയെടുത്തിന്റെ ഫലം ഈ കോലത്തിലാണെങ്കിൽ അയാൾ എന്ത് ദൈവം? അപ്പൊ ദൈവം തന്ന ബുദ്ധി കൊണ്ട് ദൈവത്തെ നിഷേധിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് ദൈവം ഉണ്ടെങ്കിൽ, ഇപ്പൊ ഡെയിസ്റ്റുകളും ഒക്കെ പറയുന്ന ദൈവം ഉണ്ടെങ്കിൽ ദൈവം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എന്റെ പ്രസംഗം കേൾക്കുമ്പോഴാണ്. അല്ലെങ്കിൽ ആൽബർട്ട് ഐൻസ്റ്റൈന്റെ കണ്ടുപിടുത്തം നടക്കുമ്പോഴാണ് ദൈവം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക. ദൈവം തന്ന ബുദ്ധി, ആ ബുദ്ധിയുടെ സിദ്ധികൾ ഏറ്റവും പ്രയോജനകരമായ രൂപത്തിൽ പ്രയോജനപ്പെടുത്തുന്ന ഉപയോഗപ്പെടുത്തുന്ന മനുഷ്യരെ കാണുമ്പോഴായിരിക്കും ഒരു സ്രഷ്ടാവ് എന്ന നിലയിൽ ദൈവം ഏറ്റവും കൂടുതൽ സന്തോഷിക്കും. അതല്ല ഇങ്ങനെ 24 മണിക്കൂർ നിസ്കരിച്ച് ജന്നെയാണ് വലിയ ആൾ, ജന്നെയാണ് വലിയ ആൾ, അനക്കെന്നെയാണ് സ്തുതിച്ചു, അനക്കാട്ടും വലിയ ആൾ വേറെ ആളില്ല എന്നും പറഞ്ഞ് ഇയാളെ ചുറ്റും വട്ടം തെറ്റി ഇയാളെ സ്തുതിച്ചും പുകഴ്ത്തിയും ഇയാളെ കാര്യത്തിലും മാറ്റിയും സൂചിപ്പിക്കുന്ന ഒരാളെയാണ് ഇയാളെ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചെങ്കിൽ അതിനും വേണ്ട ഏർപ്പാട് മാത്രം പ്രോഗ്രാം ചെയ്ത പറയുന്നത് ഈ ബുദ്ധി തന്നത്. നിസ്കരിച്ചാണ് മനസ്സിലുണ്ടാക്കിയതെങ്കിൽ നിസ്കരിക്കാനുള്ള പ്രോഗ്രാം ഈ ആശാരി മൂശാരി എന്നുള്ള ജന്തുണ്ടല്ലോ, ഏത് ഇങ്ങനെ അടിപൊളിയൊക്കെ ആ കീഴെടുത്തിട്ട് കുത്തിയാ പോലെയാണോ? 24 മണിക്കൂർ നിസ്കാരം കിട്ടൂലേ? ഈ മനുഷ്യൻ ഈ ബുദ്ധിയൊക്കെ കൊടുത്തിട്ട് ആ ബുദ്ധി ഉപയോഗിച്ച് മനുഷ്യൻ ഈ ലോകം കീഴടക്കുമ്പോ, ഈ പ്രപഞ്ചം കീഴടക്കുമ്പോ യഥാർത്ഥത്തിൽ ദൈവം, ഈ ബുദ്ധി തന്ന ദൈവം സന്തോഷം എന്ന് തുള്ളിച്ചാടേണ്ടത്. മനുഷ്യൻ ഞാൻ കൊടുത്ത ബുദ്ധി ഉപയോഗിച്ച് അതാ ചൊവ്വയിലേക്ക് പോകണു, അതാ ചന്ദ്രനിലേക്ക് പോകണു, അതാ ഇന്നെ തന്നെ ശരിയാക്കണു എന്നൊക്കെ വിചാരിക്കുമ്പോൾ ആണ് ഞാൻ കൊടുത്ത ബുദ്ധി, ഞാൻ ഉണ്ടാക്കിയ ഉപകരണം ശരിയായി പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കി ഇതിന്റെ എഞ്ചിനീയർ, ഇതിന്റെ നിർമ്മാതാവ് യഥാർത്ഥത്തിൽ സന്തോഷിക്കട്ടെ. അല്ലാതെ ഈ കമ്പ്യൂട്ടർ, ഈ ലാപ്ടോപ്പ് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയിട്ട് ഞാൻ ആ ലാപ്ടോപ്പ് തുറക്കുമ്പോൾ ലാപ്ടോപ്പ് ഇങ്ങനെ അച്ഛനെയാണ് വലിയ ആള്, ആർക്കെന്നെയാണ് വല്ല തുറക്കുമ്പോൾ നിന്നെ ഉപയോഗിക്കാതെ എനിക്ക് ദേഷ്യപ്പെട്ട് ഞാൻ എടുത്ത് വലിച്ചെറിയും. കാരണം ഞാൻ അതിനല്ല ഇത് വാങ്ങിയത്. ഞാൻ വാങ്ങിയത് ഇതുകൊണ്ട് ഒരുപാട് പ്രയോജനങ്ങൾ എനിക്കുണ്ട് എന്ന് മനസ്സിലാക്കില്ല. ആ പ്രയോജനങ്ങളെല്ലാം കൃത്യമായി എനിക്ക് ഈ ഉപകരണം തരുമ്പോഴാണ് ഇത് പൈസ കൊടുത്ത് വാങ്ങിയ എനിക്കും ഇത് ഉണ്ടാക്കിയ കമ്പനീന്റെ എഞ്ചിനീയർക്കും സന്തോഷമാവുക. അല്ലാതെ ഇത് ഉണ്ടാക്കിയ ആള് കാര്യം തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ടല്ല ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്, അയാളെ സ്തുതിക്കാൻ വേണ്ടിയിട്ടല്ല. നമ്മളതാ മനസ്സിലായി. ഒരു വാപ്പ മക്കളെ വളർത്തുന്നത് വയസ്സുകാലത്ത് വാപ്പാനെ ചുറ്റുന്നത് വാപ്പന്റെയാണ് വലിയ വാപ്പ, വാപ്പന്റെയാണ് വലിയ വാപ്പ, വാപ്പല്ലാതെ വേറെ വാപ്പല്ല എന്ന് പറഞ്ഞ് വട്ടം ചിന്താനാണോ? അല്ല, മക്കളെ സുഖമായി ജീവിച്ച് അവർക്ക് കിട്ടിയ വിദ്യാഭ്യാസവും അവരുടെ ബുദ്ധിയും ഉപയോഗിച്ച് ഏറ്റവും നല്ല നിലയിൽ ഈ വാപ്പ ജീവിച്ചതിനേക്കാൾ നല്ല നിലയിൽ മക്കള് എവിടെയെങ്കിലും പോയി സുഖമായി ജീവിക്കുമ്പോഴാണ് യഥാർത്ഥ വാപ്പ സന്തോഷിക്കുക. വണ്ടനായ വാപ്പ, സ്വാർത്ഥനായ വാപ്പയാണെങ്കിൽ ഈ മക്കളിൽ എന്നും അയലും വേണ്ട, ഞാൻ മരിച്ചോളൂ, ഒരു ഇന്റെ കിട്ടുന്നു, നിന്റെ കാര്യം ചൊല്ലി ഇന്നെ സൂചിപ്പിച്ചു തരണം എന്ന് ആഗ്രഹിക്കുന്നത് സ്വാർത്ഥനായ വാപ്പയാണ്, നല്ല വാപ്പയല്ല. മക്കളെ സ്നേഹിക്കുന്ന
മക്കളുടെ ഉന്നതിയിലാണ് സന്തോഷം. ഇവിടെ ദൈവം യഥാർത്ഥത്തിൽ മനുഷ്യന് ബുദ്ധി തന്ന് സൃഷ്ടിച്ചത് ദൈവമാണെങ്കിൽ ഈ ബുദ്ധി മനുഷ്യൻ ഉപയോഗിച്ച് ഈ പ്രപഞ്ചത്തെ മനുഷ്യൻ കീഴടക്കുന്നത് കാണുമ്പോഴാണ് ദൈവം സന്തോഷം കൊണ്ട് രോമാഞ്ചപുളകിതനാവുക. അല്ലാതെ ദൈവത്തിനോട് ഇച്ചു വലിയവനാണ്, ഇച്ചു വലിയവനാണ്, അനക്കും ആക്കല്ല, അനക്കുമല്ല എന്ന് പറയുമ്പോൾ അല്ല എന്ന് ഈ ദൈവവിശ്വാസികളും മനസ്സിലാക്കണം, ഈ മണ്ഡലമായ ദൈവവും മനസ്സിലാക്കണം. ഈ ചെയ്യുന്നത് ദൈവത്തിനെ കൊച്ചാക്കി അവഹേളിക്കണം. ഒരു ദൈവത്തിന്റെ മുമ്പിൽ പോയിട്ട് ചെന്നൈയാണ് എന്ന് പറഞ്ഞ് സ്തുതിക്കുന്നത് നമ്മൾ അയാളെ കൊച്ചാക്കുകയാണ് ചെയ്യുന്നത്. അല്ലെ, ഒരു എന്താണ്, നമ്മള് ഈ പൊങ്ങച്ചക്കാരായിട്ടുള്ള കഥാപാത്രങ്ങളുണ്ട്, അങ്ങനെയുള്ള കഥാപാത്രങ്ങളെ പോലെ നമ്മൾ ദൈവത്തിന് ഒരു അല്പനായിട്ട് ചെറുതാക്കി കാണിച്ച് അയാളെ കൊച്ചാക്കി അപഹരിച്ചുകൊണ്ടിരിക്കുന്നത്. പരിപൂർണനായ എല്ലാം തികഞ്ഞ ഒരു ദൈവത്തിന് നമ്മുടെ ബലിയും ആരാധനയും വഴിപാടും മുഖസ്തുതിയും ഒന്നും വേണമെന്ന് പറയുന്നതിൽ യാതൊരു യുക്തിയില്ല, അസംബന്ധമാണ്. അത് ദൈവത്തിനെ മനസ്സിലാക്കാത്ത പ്രാകൃത മനുഷ്യന്റെ വികലമായ ഭാവനയാണത്. നമ്മൾ നമ്മുടെ ബുദ്ധിയും സിദ്ധിയും ഉപയോഗിച്ച് പ്രപഞ്ചം കീഴടക്കി മുന്നേറുന്നത് കാണുമ്പോഴാണ് ദൈവം സന്തോഷിക്കേണ്ടത്. അല്ലെങ്കിൽ പിന്നെ ഈ ബുദ്ധിയുടെ ആവശ്യമില്ല. ഇത് നിസ്കാര തൊഴിലാളിയാക്കിയിട്ട് നമ്മളെങ്ങനെ പ്രോഗ്രാം ചെയ്ത് വെച്ചാൽ നമ്മൾ അങ്ങനെ നിസ്കരിച്ചു, പിന്നെ നമുക്ക് ബുദ്ധി ആവശ്യം ഇല്ല. ദൈവത്തിനെ ആരാധിച്ച് നേരം കളയാൻ എന്തിനാണ് ബുദ്ധി? ഇത് ആവശ്യമില്ല. ദൈവത്തിന് ആവശ്യമില്ലാത്ത ആരാധന കൊണ്ട് ദൈവം സന്തോഷിക്കുമെന്നും ആരാധന കിട്ടിയില്ലെങ്കിൽ ദൈവം കോപിച്ച് അടുപ്പിൽ കത്തിക്കുമെന്നും പറയുന്നത് യഥാർത്ഥത്തിൽ ദൈവനിന്ദയാണ്. അങ്ങനെ പറഞ്ഞ് ഈ മണ്ടത്തരം ചെയ്യുന്നവരായിരിക്കും നാളെ ദൈവം കുറിച്ചിട്ട് ദൈവത്തിന് ദേശമുകയാണെങ്കിൽ നരകത്തിലിടുക എന്നാണ് എൻ്റെ വിശ്വാസം. ദൈവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തെ കൊച്ചാക്കിക്കൊണ്ട് അവഹേളിച്ചുകൊണ്ടും ഇരിക്കുന്ന ഈ ദൈവഭക്തരെയാണ് ദൈവം നരകത്തിലിടുക. മറിച്ച് ദൈവം കൊടുത്ത ബുദ്ധിയും സിദ്ധിയും പ്രയോജനപ്പെടുത്തുന്ന ശാസ്ത്രജ്ഞന്മാർക്കും അതിന് മനുഷ്യന്റെ നന്മയും ഒക്കെ ആകാംക്ഷിച്ചുകൊണ്ട് പ്രവർത്തിയെടുക്കുന്ന ബുദ്ധി ഉപയോഗപ്പെടുത്തുന്ന മനുഷ്യർക്കുമായിരിക്കും ദൈവം മാർക്കിട്ട് സമ്മാനം കൊടുക്കുക. ഇനി ദൈവം ഉണ്ട് എന്ന് ഒരാൾ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കണം, നിസ്കരിക്കണം, അവഹേളിക്കണമെന്നല്ല, ഉണ്ട് എന്ന് ഒരാൾ വിശ്വസിക്കുന്നു. അയാളുടെ വിശ്വാസം അയാൾക്കോ അയാളുടെ കുടുംബത്തിനോ അയാളുടെ സമൂഹത്തിനോ മനുഷ്യരാശിക്കോ ഒരു ഉപദ്രവവും ചെയ്യുന്നില്ല എങ്കിൽ, അതേസമയം അയാൾക്ക് ഒരു മാനസികമായ ഒരു സന്തുലിതത്വമോ ആശ്വാസമോ ആ വിശ്വാസത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ടെങ്കിൽ ആ വിശ്വാസത്തെ നമ്മൾ മാന്തി പറിച്ചെടുക്കണം പറയുന്നുണ്ട്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ആ വിശ്വാസത്തെ അയാൾ കൊണ്ടുനടന്നുണ്ട്. അവിടെയാണ് ഞാൻ ബാലുശ്ശേരിയുടെ ദൈവത്തിനെ കാരശ്ശേരിയുടെ ദൈവത്തിനെ താരതമ്യം ചെയ്യുന്നത്. കാരശ്ശേരി മാഷ് ദൈവവിശ്വാസിയാണെന്ന് പറയാറുണ്ട്. പക്ഷെ ഒരു പാൻതീസ്റ്റിന്റെ, ഒരു ആൽബർട്ടൈൻസിന്റെ ദൈവം അല്ലെങ്കിൽ ഒരു ഡെയിസ്റ്റിന്റെ ദൈവം മാത്രമേ കാരശ്ശേരി മാഷ്. നമുക്കൊരു അതിന്റെ അപ്പുറത്തേക്ക് നിസ്കരിച്ചാലും സ്തുതി പറഞ്ഞാലും ബലി കൊടുത്താലും സന്തോഷിക്കുന്ന ദൈവം എന്ന് വിശ്വസിക്കുന്ന ആളല്ല. അല്ലെങ്കിൽ ഒരു മതത്തിൽ വിശ്വസിച്ച് മതത്തിന്റെ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്ന ആളല്ല. പക്ഷെ എന്തോ ഒരു ശക്തി ഉണ്ട് എന്ന് വിശ്വസിക്കും. കാരശ്ശേരി മാഷയുടെ ദൈവവിശ്വാസം കേരളത്തിലെ സമൂഹത്തിന് എന്തെങ്കിലും ദോഷം ചെയ്യും? എന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഒരു ദോഷം. അങ്ങനെയാണെങ്കിൽ മാഷ ആ ദൈവത്തിനെ കൊണ്ട് നടക്കുന്നത് നമുക്കല്ല ബുദ്ധിമുട്ട്. എന്നാൽ കാരശ്ശേരി മാഷെ പിടിച്ചു വരുത്തിയിട്ട് നിങ്ങളുടെ ദൈവം അങ്ങനത്തെ ദൈവമാണ് ഇല്ല പറഞ്ഞിട്ട് നമ്മൾ തർക്കിക്കാൻ പോകുന്നത്. മാഷകളോട് തർക്കിക്കാനും വരില്ല. ദൈവം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മാഷ തർക്കിക്കാനും വരാം. മാഷക്ക് ദൈവമുണ്ട്, മാഷ ആ ദൈവത്തിനെ കൊണ്ട് നടക്കുന്നത്, മാഷ ആശ്വാസം കൊണ്ടുവന്നു എങ്കിൽ അത് നമുക്ക് വലിയ ശക്തിയിൽ വിരോധിക്കേണ്ട കാര്യമാണ്. പക്ഷേ ഇയാളുടെ ദൈവം അങ്ങനെ, ഇയാളുടെ ദൈവം ഈ നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി നടക്കണം. ഗുരുവായൂരപ്പോന്ന് വിളിച്ചാൽ പിന്നെ അയാൾ ഏത് മദർ തെരേസ മഹാത്മാഗാന്ധി ആയിട്ട് കാര്യങ്ങൾ നല്ലടത്ത് പൊട്ടിച്ച് വലിച്ച് ഇറക്കാൻ നിൽക്കരുത്. അങ്ങനത്തെ ദൈവങ്ങളെയാണ് നമുക്ക് എതിർക്കേണ്ടി വരുന്നത്. കാരണം അങ്ങനെയുള്ള ദൈവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ചിന്തത്തെ ഉണ്ടാക്കുന്നു. മാനവികതക്കെതിരായി മനുഷ്യനെ സങ്കുചിതമായ വർഗീയതയുടെയും വർഗീയ ചിന്തയുടെയും ഇടുങ്ങിയ ചിന്തയിലേക്ക് നയിക്കുന്ന ഇത്തരത്തിലുള്ള വികലമായ ദൈവസങ്കല്പങ്ങളെ അത് സാമൂഹിക വിരുദ്ധത സൃഷ്ടിക്കുന്നു എന്ന കാരണം കൊണ്ട് നമ്മൾ എതിർക്കുന്നു. അവിടെ ആ ദൈവം എന്തുകൊണ്ട് ഇത്തരം സങ്കുചിതത്വം പറയുന്നു ഈ ദൈവത്തിന് വേണ്ടി, ഈ ദൈവത്തിന്റെ ആളുകൾ? അത് പരിശോധിക്കുമ്പോഴാണ് നമ്മൾ ഈ ചരിത്രമൊക്കെ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി വരുന്നത്.
അവരുടെ വിളവ് വർദ്ധിപ്പിക്കാനും അവരുടെ അജ്ഞതയ്ക്ക് പരിഹാരമായിട്ടും കണ്ടെത്തിയ പ്രാകൃതമായ ഒരു ദൈവസങ്കല്പത്തെ ആരാധിക്കുന്നതിന് വേണ്ടിയും ഈ ദൈവത്തിന്റെ പേരിൽ ഗോത്രങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ ഒരു ഗോത്രത്തിന് പിരിയേറ്റാൻ വേണ്ടിയിട്ടും ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങള് ലോകാവസാനം വരേക്കുള്ള മാറ്റമില്ലാത്ത സത്യങ്ങളാണ് എന്ന് വിശ്വസിക്കുന്ന മണ്ടൻ വിശ്വാസികളാണ് ഇത്തരത്തിലുള്ള അസംബന്ധങ്ങൾ സമൂഹത്തിൽ വിഷം ചീറ്റി പ്രചരിപ്പിക്കുന്നത്. അതുകൊണ്ട് അവരുടെ വിശ്വാസങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും യുക്തിഹീനമാണെന്നും മാനവിക വിരുദ്ധമാണെന്നും നമ്മൾ ഈ സമൂഹത്തെ പഠിപ്പിക്കേണ്ടതുണ്ട്. എങ്കിലേ ഇന്ത്യ പോലുള്ള ഒരു ബഹുമത സമൂഹത്തിൽ, ഒരു മതേതര സമൂഹത്തിൽ എല്ലാ മനുഷ്യർക്കും സന്തോഷത്തോടെയും സമാധാനത്തോടെയും പരസ്പര സ്നേഹത്തോടെയും സഹകരണത്തോടെയും ജീവിതം ആസ്വദിക്കാൻ സാധ്യമാവും. ഇല്ലെങ്കിൽ ഇവരൊക്കെ നാളെ പൊട്ടിത്തെറിച്ച് നമ്മളെ കൊല്ലാൻ വരും. നമ്മളെയല്ല, പള്ളിയിൽ പോകുന്നവരെ തന്നെ കൊല്ലാൻ അവർ പള്ളിയിൽ കയറി പൊട്ടിത്തെറിക്കും. അത്രയും ഇടുങ്ങിയ വിശ്വാസമാണ് അവര് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ 2 ദിവസമായിട്ട് നമുക്കുള്ള ഉപദേശം ഗൗരിയമ്മക്ക് ദൈവം ഉണ്ടായിരുന്നു, ഇനി പടുത്ത് പരാമർശമൊന്നും ഉണ്ടാവും. ഗൗരിയമ്മക്കുണ്ടായ ദൈവവിശ്വാസത്തിന് ആരാണിത് പറയുന്നത്? മുസ്ലിങ്ങളാണ് പറയുന്നത്. സത്യത്തിൽ ഗൗരിയമ്മ നിന്നോടത്ത് നരകത്തിൽ പോകാനുള്ള സാധ്യത ലേശം കുറവുണ്ടേ. ഗൗരിയമ്മ ഇപ്പൊ നരകത്തിൽ സീറ്റ് ഉറപ്പിക്കുകയും ചെയ്തത് മുസ്ലിമിന്റെ വിശ്വാസം അനുസരിച്ച്. ബാലുശ്ശേരി, മുജാഹിദ് ബാലുശ്ശേരിയുടെ ഒക്കെ വിശ്വാസം അനുസരിച്ച് ഈ ഗൗരിയമ്മ നിരീശ്വരവാദിയായി കമ്മ്യൂണിസ്റ്റായി നിൽക്കുകയായിരുന്നെങ്കിൽ ചിലപ്പോ അവിടെ ചെറിയൊരു ചാൻസ് ഉണ്ടായിരുന്നു. ഈ നരകത്തിൽ ഇടുകയാണെങ്കിൽ തന്നെ ആ ലേശം ചൂട് കുറഞ്ഞ സ്ഥലത്തൊക്കെ കാണാന്ന് പറയുന്നത്. കാരണം ചൂട് ഏറ്റവും കൂടുതലുള്ള സ്ഥലത്തേക്ക് പൊരിക്കാൻ നിൽക്കുന്നത് ചെറുക്കന്മാരെയാണ്. വേറെ പടച്ചവനെ ആരാധിച്ചവരെയാണ്. വേറെ പടച്ചവനെ വിളിച്ചു ഗൗരിയമ്മ എന്നാലും ആനല്ലെല്ലാം വിളിച്ചിട്ട് ഗുരുവായൂരപ്പനെ അല്ലെങ്കിൽ അയ്യപ്പനൊക്കെ വിളിക്കുന്നത്. ഗുരുവായൂരപ്പ അയ്യപ്പ രക്ഷിക്കണേ എന്ന് പറഞ്ഞ നാളെ ആലപ്പുഴയിൽ അപ്പുറത്ത് പോയിട്ട് ഗൗരിയമ്മ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നരകത്തിൽ സീറ്റ് ഉറപ്പിച്ചു. എന്നിട്ട് മുസ്ലിങ്ങളോട് ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാണ് നരകത്തിലേക്ക് സീറ്റ് ഉറപ്പിച്ചെന്നാണ് തുള്ളിച്ചാടുന്നത്. അപ്പൊ ഗൗരിയമ്മയുടെ ദൈവം അതെങ്കിലും അത് ഒന്ന് ഉണ്ടായാൽ മതി എന്നൊക്കെയാണ് നമ്മുടെ അടുത്ത് കൊണ്ടുവരുന്നത്. എന്നാൽ ഇവർ പറയുന്നത് അതല്ല. ഇവർ പറയുന്നത് ഓരോ കുത്താവിൽ പറയുന്ന ഓരോ പടച്ചവനിൽ വിശ്വസിക്കാൻ, ഓരോ മതം അനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ മാത്രമേ സ്വർഗവും മോക്ഷവും കിട്ടുള്ളൂ. വേറെ ഈ മദർ തെരേസ ആയാലും മഹാത്മാഗാന്ധി ആയാലും ശ്രീനാരായണ ഗുരു ആയാലും ആരായാലും ചെറുക്കൻ ദൈവങ്ങളെ ആരാധിച്ചവരെ മുഴുവൻ പിടിച്ച് നരകത്തിലെ ഓരോ ദൈവങ്ങളെ കുറിച്ച് നരകത്തിൽ ആ മതത്തിന്റെ ആൾക്കാരാണല്ലോ ഗൗരിയമ്മന്റെ ദൈവം പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് വരുന്നത്. ഞമ്മൾ ഗൗരിയമ്മ ദൈവത്തിൽ വിശ്വസിച്ചോളൂ. ഗൗരിയമ്മയെ വയസ്സാം കാലത്ത് ഗൗരിയമ്മക്ക് 2 വടി വേണ്ടി വരും. 101 വയസ്സായിരിക്കും. 101 വയസ്സായി എണീറ്റ് നിൽക്കാനോ കയ്യിലൊരു വടി വേണം. ശാരീരികമായ അവശതയെ പരിഹരിക്കാൻ കയ്യിലൊരു ഊന്നുവടി വേണം. വാർദ്ധക്യത്തിന്റെ അവശത ശരീരത്തിനെ ബാധിച്ചാൽ എഴുന്നേറ്റ് നിൽക്കുമ്പോ വീണു പോകാതിരിക്കാൻ ഒരു ഊന്നുവടി ആവശ്യമാണ്. വയസ്സാകുമ്പോൾ മനുഷ്യന് ശാരീരികമായി ക്ഷീണിക്കുമ്പോ മനസ്സും ക്ഷീണിക്കും. മനസ്സ് ക്ഷീണിക്കുമ്പോ മനസ്സിനും ഊന്നുവടി വേണ്ടി വരും. നേരെ എഴുന്നേറ്റ് നിൽക്കാനുള്ള ശരീരബലമില്ലാത്തതുപോലെ തന്നെ മാനസിക ബലമില്ലാതാകുമ്പോ ഏതെങ്കിലും സാങ്കല്പികമായ ഒരു ഊന്നുവടിയെടുത്ത് കുത്തിപ്പിടിക്കുന്നത് മനുഷ്യന്റെ ഒരു ദൗർബല്യമാണ് കൂട്ടരെ. ആ ദൗർബല്യം ഒരു ആഘോഷമാക്കേണ്ട കാര്യമല്ല. ഗൗരിയമ്മ എന്തായിരുന്നു എന്നതിനെ നമ്മൾ ഗൗരിയമ്മയുടെ 101ാമത്തെ വയസ്സിലെ അവരുടെ പ്രവൃത്തികളും അവരുടെ വർത്താനങ്ങളും അല്ല അവലംബമാക്കേണ്ടത്. അവരുടെ യൗവനകാലത്ത്, അവരുടെ നല്ല കാലത്ത്, അവരുടെ ശരീരവും മനസ്സും ശരിയായ ആരോഗ്യമുണ്ടായിരുന്ന കാലത്ത് അവർ നടത്തിയ വിപ്ലവ പ്രവർത്തനങ്ങളും അവർ പ്രചരിപ്പിച്ച ആശയങ്ങളുമാണ് ഗൗരിയമ്മയുടെ ആശയങ്ങളായിട്ട് നമ്മൾ എടുക്കേണ്ടത്. ചരിത്രത്തിന്റെ ഭാഗമാവുക അതാണ്. അല്ലാതെ 101 വയസ്സിലെ കമ്മലും മാലയൊക്കെ അമ്പലത്തിൽ പോയാൽ അതല്ല ഗൗരിയമ്മയുടെ സമൂഹത്തിലുള്ള സംഭാവനയായിട്ട്, ഗൗരിയമ്മയുടെ ശൈക്ഷണിക സംഭാവനയായിട്ട് നമ്മൾ എടുക്കേണ്ടത്. വാർദ്ധക്യത്തിൽ അവശത വരുമ്പോ, അൽഷിമേഴ്സ് വരുമ്പോ, ഓർമ്മക്കുറവ് വരുമ്പോ, മാനസികമായ ബുദ്ധിപരമായിട്ടുള്ള ക്ഷീണം സംഭവിക്കുമ്പോ മനുഷ്യൻ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഊന്നുപടികളെ തേടിപ്പോയാൽ അത് ചൂണ്ടിപ്പിടിച്ചുകൊണ്ട് ഞങ്ങളെ ദൈവം വിജയിച്ചിരിക്കുന്നു എന്ന് ആഘോഷിക്കുന്നത് ശുദ്ധ മണ്ടത്തരമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്റെ ആശയങ്ങൾ ഞാൻ പൂർണ്ണ ആരോഗ്യത്തോടെ, പൂർണ്ണ ശാരീരിക ആരോഗ്യത്തോടെ, പൂർണ്ണ മാനസിക ആരോഗ്യത്തോടെ എന്റെ ബുദ്ധി ശരിയായി വർക്ക് ചെയ്യുന്ന കാലത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് മാത്രമായിരിക്കും എന്റെ
ആശയങ്ങൾ. നാളെ ഞാൻ അൽഷിമേഴ്സ് രോഗം വന്ന് വാർദ്ധക്യ സഹജമായി എവിടെയെങ്കിലും വീട് കിടക്കുമ്പോൾ എന്തെങ്കിലും പിച്ചും പേരും പറഞ്ഞാൽ ആ പിച്ചും പേരെ ഉദ്ധരിച്ചുകൊണ്ട് ഇതാണ് ജബ്ബാർ പാഷ സംഭാവന എന്ന് നാളെ നിങ്ങളാരും പറയരുത്. ഒരു ചരിത്രകാരനും എന്നെ കുറിച്ച് പറയരുത്. ഞാൻ അഡ്വാൻസ് ആയിട്ട് പറയുന്നു. ഞാൻ അത് 60 വയസ്സാവുമ്പോൾ തന്നെ ഞാൻ അത് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്നതൊക്കെ ചിലപ്പോൾ മണ്ടത്തരമായേക്കാം. കാരണം മനസ്സ് ക്ഷീണിച്ചു തുടങ്ങി, ഓർമ്മശക്തി കുറഞ്ഞു തുടങ്ങി, അൽഷിമേഴ്സിന്റെ ലക്ഷണങ്ങൾ തുടങ്ങി. അതുകൊണ്ട് എന്റെ തലച്ചോറ് ശരിയായി പ്രവർത്തിച്ചിരുന്ന കാലം എന്റെ 60 വയസ്സിന് മുമ്പുള്ള കാലമാണ്. അതുകൊണ്ട് ഇനി ഞാൻ വയസ്സാം കാലത്ത് പറയുന്ന മണ്ടത്തരങ്ങളല്ല എന്റെ അഭിപ്രായങ്ങൾ എന്ന് ഞാൻ അഡ്വാൻസ് ആയി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ഇത്രയാണ് എന്നെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇതിന്റെ കൺക്ലൂഷൻ ഇതാണ്: പ്രാകൃത മനുഷ്യന്റെ ഭയവും ജിജ്ഞാസയും ഉത്കണ്ഠയും മൂലം പ്രാകൃത മനുഷ്യന്റെ ഭാവനയിൽ ഉടലെടുത്ത ഒരു സങ്കല്പ വൈകൃതം മാത്രമാണ് ദൈവം. സമൂഹത്തിന്റെ ഘടനയും ജീവിത രീതിയും മനുഷ്യന്റെ ധാർമ്മിക മൂല്യബോധവും ഒക്കെ വികസിക്കുന്നതിനനുസരിച്ച് മനുഷ്യന്റെ യുക്തിചിന്തയും വികസിക്കേണ്ടതുണ്ട്. കാലഹരണപ്പെട്ട സംഘടിത മതങ്ങൾ ഈ വികാസത്തെയും മാനവ പുരോഗതിയെയും തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. അപരിഷ്കൃത ധാർമ്മിക മൂല്യങ്ങളിൽ മനുഷ്യരെ തളച്ചിടുകയാണ് മതങ്ങൾ ചെയ്തത്. അതുകൊണ്ട് മതമൂഢ വിശ്വാസങ്ങളുടെ അടിവേരറുക്കാൻ, സ്വതന്ത്ര ചിന്തയെ വളർത്തുവാൻ നിങ്ങളേവരും നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ പ്രവർത്തിക്കണമെന്നും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയെങ്കിലും ഈ അന്ധകാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിക്കണമെന്നും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും